So the last heads of income from other sources. So far we have completed 4 heads of income from house property, PGBP, salary and capital gain. അപ്പോൾ നമ്മൾ ഓരോ ഹെഡ്സ് ഓഫ് ഇൻകം നമ്മൾ സിമ്പിളായിട്ട് മനസ്സിലാക്കുകയാണെങ്കിൽ വി ക്യാൻ get a clear clarity that income from house property we are taxing rental income from house or building. Then income from salary or employee receive ചെയ്യുന്ന സാലറിയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ടാക്സ് ചെയ്യുന്നത്. ദെൻ വാട്ട് അബൌട്ട് PGBP ഒരു ബിസിനസ്സിൻ്റെയും പ്രൊഫഷൻ്റെയും പ്രോഫിറ്റാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് PGBP ഹെഡ്സ് ഓഫ് ഇൻകത്തിൽ നമ്മൾ എന്ത് ചെയ്യുന്നത് ടാക്സ് ചെയ്യുന്നത്. ദെൻ കമ്മിങ് ഓൺ ടു ഇൻകം ഫ്രം അതർ സോഴ്സസ്. സിംപ്ലി പറഞ്ഞു കഴിഞ്ഞാൽ ഒരു അസസിയുടെ എല്ലാ ഇൻകത്തിനും അൺലെസ് അതർവൈസ് എക്സ്പ്രസ്ലി ഇത് ടാക്സിബിൾ അല്ല എന്ന് എക്സംപ്റ്റഡ് കാറ്റഗറിയിൽ പറഞ്ഞിട്ടില്ലെങ്കിൽ ബാക്കിയുള്ള എല്ലാ ഇൻകത്തുമേയും ഒരു അസസിക്ക് എന്ത് കൊടുക്കണം ടാക്സ് കൊടുക്കണം. ഓൾ ദീസ് ഇൻകം വിൽ ബി കവേർഡ് അണ്ടർ ഇൻകം ടാക്സ്. സോ ഒരു അസസിൻ്റെ ഇൻകത്തെ നമ്മൾ ഈ 5 ഹെഡ്സ് ഓഫ് ഇൻകത്തിൽ ബാക്കി അതർ 4 ഇൻകത്തിൻ്റെ ഹെഡ്സിലും ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റുന്നില്ല എങ്കിൽ പിന്നെ ആ ഹെഡ്സ് ഓഫ് ഇൻകം അല്ലെങ്കിൽ പിന്നെ ആ ഇൻകം വരുന്നത് ഏത് കാറ്റഗറിയിലേക്കാരം ഇൻകം ഫ്രം അതർ സോഴ്സേക്കാരം. സിംപ്ലി വി ക്യാൻ സേ ദാറ്റ് ഇഫ് ആൻ ഇൻകം cannot be taxable under salary, house property, PGBP or capital gain, then such income shall be taxable under IFOs. അപ്പോൾ ഇതല്ലാത്ത സാലറി, റെൻറ്റ്, ബിസിനസ്സിൻ്റെയും പ്രൊഫഷൻ്റെയും പ്രോഫിറ്റ്, അതുപോലെ തന്നെ അസറ്റ് ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന പ്രോഫിറ്റ് അല്ലാത്ത എല്ലാ ഇൻകംസും നമ്മൾ ടാക്സ് ചെയ്യുന്ന ഹെഡാണ് എന്ത് ഇൻകം ഫ്രം അതർ സോഴ്സ്. നമുക്കറിയാം നമ്മൾ അക്കൗണ്ട്സിലൊക്കെ മിക്സലേനിയസ് എക്സ്പെൻസ് എന്നൊക്കെ പറയില്ല. എന്ന് പറഞ്ഞാൽ ബാക്കി മെയിൻ എക്സ്പെൻസ് അല്ലാത്ത അതറായിട്ട് വേറെ എന്തൊക്കെ അല്ലറ ചില്ലറ എക്സ്പെൻസ് ഉണ്ടാകുന്നോ അതിനെ നമ്മൾ മിക്സലേനിയസ് എക്സ്പെൻസ് എന്ന് വിളിക്കും. അതുപോലെ മറ്റ് ഇൻകംസ് വരുന്ന ഒരു ഹെഡ് ഓഫ് ഇൻകമാണ് ഇൻകം ഫ്രം അതർ സോഴ്സ്. ടെക്നിക്കാലിറ്റി പോയിൻ്റ് ഓഫ് വ്യൂ അല്ലെങ്കിൽ അക്കാഡമിക് പോയിൻ്റ് ഓഫ് വ്യൂ ഇത് എങ്ങനെ പഠിക്കണം ചോദിച്ചു കഴിഞ്ഞാൽ ഇതിലങ്ങനെ കൂടുതൽ കാര്യങ്ങളൊന്നും പഠിക്കാനില്ല. പ്രധാനമായിട്ട് ഇതിൽ പഠിക്കാനില്ല 2 ഐറ്റംസ് കുറച്ച് ഡീപ്പായിട്ട് അല്ലെങ്കിൽ ഒന്നിരുന്ന് പഠിക്കാനുള്ളത് ഇതിലാകെ ഡിവിഡൻറ്റ് കുറച്ചൊന്ന് ശ്രദ്ധിച്ച് പഠിക്കേണ്ട പോയിൻ്റാണ് ഡിവിഡൻറ്റ്. അതുപോലെ തന്നെ ഗിഫ്റ്റ്. ഈ 2 കാര്യങ്ങൾ മാത്രമേ ഇതൊരു മീൻസ് ഒരു നമ്മൾ എഫേർട്ട് ഇട്ട് പഠിക്കേണ്ട ഒരു സംഭവം ഇതിലുള്ളൂ. അല്ലാത്ത ജസ്റ്റ് നമ്മളൊരു അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടാക്കി പോയാൽ മതി. അല്ലാതെ നമ്മൾ ക്യാപിറ്റൽ ഗെയിൻ ഡിസ്കസ് ചെയ്ത പോലെ ഒരുപാട് റൂൾസോ സാലറി പോലെ ഒരുപാട് കാര്യങ്ങൾ മെമ്മറൈസ് ചെയ്ത് വെക്കാനോ അങ്ങനെ ഒന്നുമില്ല. വെരി സിമ്പിൾ ഹെഡ്സ്. അപ്പോൾ നെക്സ്റ്റ് 1 അവറിനുള്ളിൽ തന്നെ നമുക്ക് എന്ത് ചെയ്യാം ഈ ചാപ്റ്റർ വിത്ത് എക്സാമ്പിൾസ് എന്ത് ചെയ്യാം നമുക്ക് ഫിനിഷ് ഓഫ് ചെയ്യാം. ഓക്കെ, റെഡി, മൂവ് ഓൺ. ദെൻ അപ്പോൾ ഞാൻ നിങ്ങളോട് പറഞ്ഞു ഇൻകം ഫ്രം അതർ സോഴ്സിൽ മറ്റ് ഏത് ഹെഡിലും ടാക്സ് ചെയ്യാത്ത ഇൻകങ്ങളാണ് നമ്മൾ എന്ത് ചെയ്യുക ഇൻകം ഫ്രം അതർ സോഴ്സിൽ ടാക്സ് ചെയ്യുക. അപ്പോൾ സിമ്പിളർ എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഇൻട്രസ്റ്റ് നമ്മൾ ബാങ്കിൽ ഡെപ്പോസിറ്റ് എല്ലാവർക്കും ഉണ്ടാവും. ബാങ്കിൽ സേവിങ്സ് ബാങ്ക് ആകട്ടെ FD ആവട്ടെ ഡെപ്പോസിറ്റ് ഉണ്ടാവും. ഈ ഡെപ്പോസിറ്റ് റിസീവ് ചെയ്യുന്ന ഇൻട്രസ്റ്റ് ഇൻകാണല്ലോ. അപ്പോൾ നമ്മൾ ഇതുവരെ 4 ഹെഡിൽ ഇൻട്രസ്റ്റ് ഇൻകം ടാക്സ് ചെയ്യുന്ന എവിടെയെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? ഇല്ല. അപ്പോൾ അത് ഏത് ഹെഡിൽ ടാക്സ് ചെയ്യുക IFOസിലാണ് ടാക്സ് ചെയ്യുക. കമ്പനീൻ്റെ കയ്യിൽ നിന്ന് ഡിവിഡൻറ്റ് കിട്ടും, അതുപോലെ തന്നെ റോയാലിറ്റി കിട്ടും. അതുപോലെ തന്നെ നമ്മൾ പ്രോപ്പർട്ടി റെൻറ്റിന് കൊടുക്കുമ്പോഴാണ് നമ്മൾ റെൻറ്റൽ ഇൻകം ഹൗസ് പ്രോപ്പർട്ടിയിൽ ടാക്സ് ചെയ്യുക. പക്ഷേ നമ്മൾ പ്രോപ്പർട്ടി അല്ല, നമ്മൾ പ്ലാന്റ് ആൻഡ് മെഷീനറിയാണ് നമ്മൾ റെൻറ്റ് കൊടുത്ത്, അല്ലെങ്കിൽ കാറൊക്കെയാണ് റെൻറ്റിന് കൊടുത്ത്. അപ്പോൾ അത് നമുക്ക് കിട്ടുന്ന റെൻറ്റൽ ഇൻകം ഏത് ഹെഡിലാണ് വരിക? അത് വരിക IFOസിലാണ് വരിക. അതുപോലെ തന്നെ വേറെ ഇൻട്രസ്റ്റ് ഇൻകം, അതുപോലെ തന്നെ നമ്മൾ പറഞ്ഞു റെൻറ്റൽ ഇൻകം ഫ്രം ലെറ്റിംഗ് ഓഫ് പ്ലാന്റ് ആൻഡ് മെഷീനറി. ഇതുപോലെ ഒരുപാട് ഇൻകംസ് വരുന്ന ഒരു ഹെഡ്സ് ഓഫ് ഫാമിലി പെൻഷൻ, അങ്ങനെ ഒരുപാട് ഐറ്റംസ് ഉണ്ട്. ഇതൊക്കെ വരുന്ന ഒരു ഹെഡ്സ് ഓഫ് ഇൻകമാണ് ഇൻകം ഫ്രം അതർ സോഴ്സ്. അപ്പോൾ ഇൻകം ഫ്രം അതർ സോഴ്സിന് ഞാൻ നിങ്ങളോട് തൊട്ട് മുമ്പ് പറഞ്ഞു നമുക്ക് പ്രധാനമായിട്ടും പഠിക്കലത് ഡിവിഡൻറ്റും അതുപോലെ തന്നെ ഗിഫ്റ്റുമാണ്, പിന്നെ മിസലേനിയസ് ആയിട്ടുള്ള കുറച്ച് ഇൻകംസും. അപ്പോൾ ആദ്യമായിട്ട് നമ്മൾ ഡീപ്പായിട്ട് പഠിക്കാൻ പോവാണ് ടാക്സേഷൻ ഓഫ് ഡിവിഡൻറ്റ്. അപ്പോൾ അത് വെരി ഔട്ട്സെറ്റ് എന്താണ് ഡിവിഡൻറ്റ് എന്നുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ അക്കൗണ്ട്സിലൊക്കെ നിങ്ങൾക്ക് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് ഓഫ് കമ്പനിയിൽ ഡിവിഡൻറ്റ്, അതുപോലെ തന്നെ കമ്പനി ലോയിൽ നിങ്ങൾക്ക് പഠിക്കാണ്ട് ഡിവിഡൻറ്റ്, പേയ്മെൻറ്റ് ഓഫ് ഡിവിഡൻറ്റ് സെക്ഷൻ 123 അല്ലേ 123 to 127 വരെയുള്ള പ്രൊവിഷൻസൊക്കെ ഡിവിഡൻറ്റ്, അതുപോലെ തന്നെ ഡിവിഡൻറ്റ് കൊടുക്കേണ്ട റൂൾസും കാര്യങ്ങളും, ഡിവിഡൻറ്റ് ഡിസ്ട്രിബ്യൂഷൻ ടാക്സ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നിങ്ങൾ അക്കൗണ്ട്സിൽ അതിൻ്റെ ജേണൽ എൻട്രിയും കാര്യങ്ങളും ഡിവിഡൻറ്റ് കൊടുക്കുമ്പോൾ നമുക്ക് ഫ്രീ റിസർവ്സ് ഏതൊക്കെ, ഫ്രീ റിസർവ്സ് എങ്ങനെയൊക്കെ ഡിവിഡൻറ്റ് കൊടുക്കാൻ പറ്റും എന്നുള്ള കാര്യങ്ങൾ, ഇൻറ്റർം ഡിവിഡൻറ്റ് കൊടുക്കുമ്പോൾ അതിലെ റൂൾസ്, അതുപോലെ തന്നെ ഇഫ് ഡിവിഡൻറ്റ് ഈസ് പെയ്ഡ് ഔട്ട് ഓഫ് റിസർവ്സ് ദെൻ സം കണ്ടീഷൻസ് നീഡ് ടു ബി സാറ്റിസ്ഫൈഡ്. അത് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് ഓഫ് കമ്പനി എന്നുള്ള ചാപ്റ്ററിലൊക്കെ നിങ്ങൾ ഇതൊക്കെ കണ്ടതാണ്. എനിവേ നമ്മൾ ഡിവിഡൻറ്റിന് ഇൻകം ടാക്സ് പോയിന്റ് ഓഫ് വ്യൂലാണ് നമ്മൾ കാണാൻ പോകുന്നത്. സിമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കമ്പനിയിൽ നിങ്ങൾ ഷെയർ ഹോൾഡർ ആണെങ്കിൽ, ഷെയർ ഹോൾഡർ ആവാന്നുള്ള കാര്യങ്ങളൊന്നും ഞാൻ ഈ ഡീപ്പായിട്ട് ബോട്ടമിലോട്ട് ഇറങ്ങി പറയാൻ നിൽക്കുന്നില്ല. വെൻ യു ആർ എ ഷെയർ ഹോൾഡർ ഇൻ എ കമ്പനി യു ആർ ദ ഓണർ ഓഫ് എ കമ്പനി അല്ലേ, നിങ്ങൾ കമ്പനിയിൽ ഒരു ഓണറാണെന്നൊക്കെ നമുക്ക് പറയാം. അപ്പോൾ നിങ്ങൾക്ക് ഏതൊരു ബിസിനസ്സിലും നിങ്ങൾ മെമ്പർ ആണെങ്കിൽ അല്ലെങ്കിൽ ഓണർ ആണെങ്കിൽ നിങ്ങൾക്ക് അതിൻ്റെ പ്രോഫിറ്റ് ഷെയർ കിട്ടും. അങ്ങനെ കമ്പനിയുടെ ഓണേഴ്സായ ഷെയർ ഹോൾഡേഴ്സിന് കമ്പനി ജനറേറ്റ് ചെയ്ത പ്രോഫിറ്റിൽ നിന്നും കൊടുക്കുന്ന പ്രോഫിറ്റ് ഷെയറിനെ വിളിക്കുന്ന പേരാണ് ആക്ച്വലി എന്ത് dividend. So dividend is that portion of profit distributed by a company to its members
അതാണ് എന്ത് ഡിവിഡൻറ്റ്. അപ്പോൾ ഈ ഡിവിഡൻറ്റ് ആർക്ക് അല്ലെങ്കിൽ ആർക്കാണ് ഇത് ആരാണ് ഹൂ ഈസ് റിസീവിങ് ദ ഡിവിഡൻറ്റ്? ദ ഡിവിഡൻറ്റ് ഈസ് റിസീവ്ഡ് ബൈ ദ ഷെയർ ഹോൾഡർ. സോ ഇൻ ദ ഹാൻഡ്സ് ഓഫ് ഷെയർ ഹോൾഡർ ദിസ് ഡിവിഡൻറ്റ് ഈസ് ആൻ ഇൻകം. സോ under which head this dividend income will be taxed in the hands of shareholder? shareholder കയ്യിൽ ഇത് ഏത് ഹെഡിലാണ് നമ്മൾ ടാക്സ് ചെയ്യുക? ഡെഫിനറ്റ്ലി ഇറ്റ് ഈസ് ടാക്സ്ഡ് അണ്ടർ ഇൻകം ഫ്രം അതർ സോഴ്സസ്. അപ്പോൾ ഇതാണ് പ്ലെയിനിൽ അല്ലെങ്കിൽ ഒരു സ്ട്രൈറ്റ് സെൻസിൽ നമ്മൾ ഡിവിഡൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണെന്നില്ലേ. അപ്പോൾ നമുക്കിനി ഡിവിഡൻറ്റിൻ്റെ ടാക്സ് ട്രീറ്റ്മെൻറ്റ് എന്താണെന്നില്ലേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമുക്കൊന്ന് മനസ്സിലാക്കാം. ഓക്കെ, ഡിവിഡൻറ്റ് ടാക്സേഷൻ പോയിന്റ് ഓഫ് വ്യൂ, നിങ്ങൾ അക്കൗണ്ടിങ് പോയിന്റ് ഓഫ് വ്യൂ ഡിവിഡൻറ്റ് കണ്ടു, അതുപോലെ തന്നെ നിങ്ങൾ ലോ പോയിന്റ് ഓഫ് വ്യൂ ഡിവിഡൻറ്റ് കണ്ടിട്ടില്ലെങ്കിൽ കാണണം, അല്ലെങ്കിൽ എക്സാം നിങ്ങൾ കാണും, അതൊരു 1.5 കാണലായിരിക്കും. ഓക്കെ, അപ്പോൾ അതിന് മുമ്പേ നല്ല രീതിയിൽ എന്ത് ചെയ്യുക, എന്താ പറയുക, നമ്മൾ കാണുക, അതാണ് നല്ലത്. ഫൈൻ. അപ്പോൾ ഡിവിഡൻറ്റ് ടാക്സേഷൻ പോയിന്റ് ഓഫ് വ്യൂ രണ്ടായിട്ട് നമുക്ക് ഡിവൈഡ് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ ഇതൊരു ജസ്റ്റ് ഒരു അണ്ടർസ്റ്റാൻഡിങ് പർപ്പസിനാണ്, അല്ലാതെ ലോ ഡിവൈഡ് ചെയ്തത് ഇങ്ങനെയൊന്നും അല്ല കേട്ടോ. ഡിവിഡൻറ്റ് ഫ്രം ഡൊമസ്റ്റിക് കമ്പനി ട്രീറ്റ്മെൻറ്റ് വൈസ് ഡിഫറൻ്റ് ആണ്. ഡൊമസ്റ്റിക് കമ്പനിയിൽ നിന്ന് കിട്ടുന്ന ഡിവിഡൻറ്റും അതുപോലെ തന്നെ ഫോറിൻ കമ്പനിയിൽ നിന്ന് കിട്ടുന്ന ഡിവിഡൻറ്റും ഡിഫറൻ്റ് ആണ്. Dividend can be classified into two, dividend from domestic company and dividend from foreign company. So basic concept in the chapter discuss ചെയ്ത സമയത്ത് തന്നെ we have defined what is a domestic company, what is a foreign company. A domestic company is an Indian company or a company which has received income from India and which has made arrangements for payment of dividend out of income received in India എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഡൊമസ്റ്റിക് കമ്പനി എന്നുള്ള ക്ലാസിഫിക്കേഷനും ഡൊമസ്റ്റിക് കമ്പനി അല്ലാത്ത എല്ലാ കമ്പനിയും നമ്മൾ ഫോറിൻ കമ്പനി എന്നുള്ള കേസിൽ നമ്മൾ പറഞ്ഞു. അപ്പോൾ ഒരു ഷെയർ ഹോൾഡർക്ക് ഡിവിഡൻറ്റ് കമ്പനീൻ്റെ കയ്യിൽ നിന്ന് കിട്ടിക്കഴിഞ്ഞാൽ ഷെയർ ഹോൾഡർക്ക് അത് ഇൻകമാണ്. ആ ഇൻകം IFO's ഇൻകമാണ് ഷെയർ ഹോൾഡർക്ക്. ആ ഇൻകത്തിൻ്റെ ടാക്സേഷൻ ഡിറ്റർമൈൻ ചെയ്യാൻ പോകുന്നത് ഇത് കിട്ടിയത് ഡൊമസ്റ്റിക് കമ്പനീൻ്റെ കയ്യിൽ നിന്നാണോ അതോ ഫോറിൻ കമ്പനീൻ്റെ കയ്യിൽ നിന്നാണോ എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ടത്, ചെക്ക് ചെയ്യേണ്ടത്. ഇഫ് ദ ഡിവിഡൻറ്റ് ഈസ് റിസീവ്ഡ് ഫ്രം എ ഡൊമസ്റ്റിക് കമ്പനി നമ്മൾ ചെക്ക് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ എക്സംഷൻ ഉണ്ട് സെക്ഷൻ 1034 പ്രകാരം. സെക്ഷൻ 1034 പ്രകാരം ഇത്രയുള്ള എക്സംഷൻ ഡൊമസ്റ്റിക് കമ്പനീൻ്റെ കയ്യിൽ നിന്ന് കിട്ടിയ ഡിവിഡൻറ്റ് അപ് ടു 10 lakh rupees വരെ എക്സംപ്റ്റ് ആണ്. അപ് ടു 10 lakh rupees വരെ ഒരു ഷെയർ ഹോൾഡർക്ക് ഡൊമസ്റ്റിക് കമ്പനീൻ്റെ കയ്യിൽ നിന്ന് ഒരു വർഷം ഡിവിഡൻറ്റ് കിട്ടുകയാണെങ്കിൽ അപ് ടു 10 lakh വരെ എക്സംഷൻ കിട്ടി. 10 lakhൻ്റെ എബോവ് കിട്ടിയ ഇൻകത്തിന് മാത്രമേ, ഏത് ഇൻകത്തിന്, ഡിവിഡൻറ്റ് ഇൻകത്തിന് മാത്രമേ ടാക്സ് കൊടുക്കേണ്ടതുള്ളൂ ആര്, നമ്മുടെ ഷെയർ ഹോൾഡർ. ഇനി ഡിവിഡൻറ്റ് കിട്ടിയത് ഫോറിൻ കമ്പനീൻ്റെ കയ്യിലാണെങ്കിൽ അത് റിസീവറെ കയ്യിൽ എന്ന് പറഞ്ഞാൽ റിസീവറെ കയ്യിൽ ഫുള്ളി ടാക്സബിൾ ആണ്. പിന്നെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ ഈ 10 lakh എബോവ് ഉള്ള ഡിവിഡൻറ്റ് എവിടെ നിന്ന് കിട്ടിയ, ഡൊമസ്റ്റിക് കമ്പനീൻ്റെ കയ്യിൽ നിന്ന് കിട്ടിയ ഡിവിഡൻറ്റിന് സ്പെഷ്യൽ റേറ്റ് ടാക്സ് ആണ് 115 BBDA പ്രകാരം. അതെന്താണ് 115 BBDA എന്നുള്ള കാര്യങ്ങളൊക്കെ വി വിൽ ഡിസ്കസ് ഇൻ ദ കമ്മിങ് പേജസ്. ഓക്കെ, അപ്പോൾ ഇതാണ് ഡിവിഡൻറ്റിൻ്റെ ഒരു സിമ്പിൾ അല്ലെങ്കിൽ ഒരു മിനിയേച്ചർ ഫോം ഓഫ് ഐഡിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഡിവിഡൻറ്റ് 2 ടൈപ്പാണ്, ഡിവിഡൻറ്റ് ഫ്രം ഡൊമസ്റ്റിക് കമ്പനി, ഡിവിഡൻറ്റ് ഫ്രം ഫോറിൻ കമ്പനി. പിന്നെ ഡിവിഡൻറ്റ് ഡൊമസ്റ്റിക് കമ്പനിയിൽ നിന്ന് കിട്ടിക്കഴിഞ്ഞാൽ അപ് ടു 10 lakh വരെ എക്സംഷൻ ഉണ്ട്. 10 lakh അബവ് കിട്ടിക്കഴിഞ്ഞാൽ ടാക്സബിൾ ആണ്. ഡിവിഡൻറ്റ് ഫോറിൻ കമ്പനിയുടെ കയ്യിൽ നിന്ന് കിട്ടിക്കഴിഞ്ഞാൽ ഫുള്ളി ടാക്സബിൾ ആണ്. അത് നോർമൽ റേറ്റിൽ എന്ത് ചെയ്യും, ടാക്സ് ചെയ്യും. ഇനി അപ്പോൾ ഡിവിഡൻറ്റ് ഈസ് എ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് പ്രോഫിറ്റ് ബൈ എ കമ്പനി ടു ഇറ്റ്സ് മെമ്പേഴ്സ് എന്നൊക്കെ നമ്മൾ പറഞ്ഞു. ഈ ഡിവിഡൻറ്റ് എന്നില്ലേ, അപ്പോൾ ഡിവിഡൻറ്റ് എന്ന് പറഞ്ഞാൽ കമ്പനി കൊടുക്കുന്നത് ആക്ച്വലി കമ്പനിയുടെ ഓണേഴ്സായ ഷെയർ ഹോൾഡേഴ്സിന് കമ്പനീൻ്റെ പ്രോഫിറ്റ് ഷെയർ കൊടുക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഡിവിഡൻറ്റ് കൊടുക്കുന്നത്. പക്ഷേ ഇങ്ങനെ ഈ ഡിവിഡൻറ്റ് പ്രൊവിഷൻ ഉള്ളത് കൊണ്ട് തന്നെ ഡിവിഡൻറ്റ് കൊടുക്കുന്ന സമയത്ത് എല്ലാ കമ്പനീസും നിർബന്ധമായിട്ട് DDT അടക്കണം. DDT എന്ന് പറഞ്ഞാൽ ഡിവിഡൻറ്റ് ഡിസ്ട്രിബ്യൂഷൻ ടാക്സ് എന്ന് പറഞ്ഞാൽ 15% എത്രയാണ് ഒരു കമ്പനി ഷെയർ ഹോൾഡേഴ്സിന് ഡിവിഡൻറ്റ് കൊടുക്കുന്നത്. ഒരു ഡൊമസ്റ്റിക് കമ്പനി, ഫോറിൻ കമ്പനി അല്ല, ഡൊമസ്റ്റിക് കമ്പനി ഡിവിഡൻറ്റ് ഷെയർ ഹോൾഡേഴ്സിന് കൊടുക്കുന്ന സമയത്ത് ദേ ഷുഡ് പേ DDT ഓൺ ദ ഡിവിഡൻറ്റ് പെയ്ഡ് ബൈ company to shareholders at a rate of 15% tax and 12% surcharge and 4% health and education cess. അപ്പോൾ കമ്പനിയും ടാക്സ് അടക്കണം. പിന്നെ ഷെയർ ഹോൾഡേഴ്സിന് കിട്ടി കഴിയുമ്പോൾ അവർക്ക് 10 ലക്ഷം വരെ ടാക്സ് ഇല്ല, 10 ലക്ഷത്തിന് മുകളിലും അവർ എന്ത് ചെയ്യണം, ടാക്സ് കൊടുക്കണം. അപ്പോൾ ഈ ഒരു സിറ്റുവേഷൻ എന്ന് പറഞ്ഞാൽ ഈ ഒരു ടാക്സ് ഇവേഷൻ ടാക്സ് ഒഴിവാക്കാൻ വേണ്ടിയിട്ട്, ടാക്സ് ഇവേഡ് ചെയ്യാൻ വേണ്ടിയിട്ട് കമ്പനി വേറെ രീതിയിൽ എന്ത് ചെയ്യും, ഒരുപാട് ലൂപ്പ് ഹോൾസ് കണ്ടെത്തും ഈ രീതിയിൽ. കാരണം ഡിവിഡൻറ്റ് എന്ന് പറഞ്ഞാൽ ഷെയർ ഹോൾഡേഴ്സിന് കമ്പനി ക്യാഷ് ആയിട്ടാണ് പേയ്മെൻറ്റ് കൊടുക്കുന്നത്. മറിച്ച് ഷെയർ ഹോൾഡേഴ്സ് എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ, ലെറ്റ് മീ ഗിവ് യു എൻ എക്സാമ്പിൾ. കമ്പനി എന്തെന്ന് വെച്ചാൽ ഷെയർ ഹോൾഡേഴ്സിന് ക്യാഷ് കൊടുക്കുന്നതിന് പകരം വല്ല അസറ്റൊക്കെ കൊടുത്തു. അസറ്റ് കൊടുക്കുക എന്ന് പറഞ്ഞാൽ ഫോർ എക്സാമ്പിൾ കമ്പനീൻ്റെ വല്ല അസറ്റൊക്കെ എടുത്ത് സ്റ്റോക്കിൽ നിന്ന് കുറച്ച് അസറ്റൊക്കെ എടുത്ത് കൊടുത്തു ഡിവിഡൻറ്റിന് പകരം. അല്ലെങ്കിൽ കമ്പനി എന്ത് ചെയ്തു വെച്ചാൽ കുറച്ച് ഡിബെഞ്ചറും ഷെയറൊക്കെ കമ്പനി ആർക്ക് കൊടുത്തു, നമ്മുടെ ഷെയർ ഹോൾഡർ കൊടുത്തു, പൈസ ഒന്നും വാങ്ങാതെയോ അല്ലെങ്കിൽ പൈസ വാങ്ങിയിട്ടോ. അപ്പോൾ ഇങ്ങനെ പല രീതിയിലും ഡിവിഡൻറ്റ് എന്നുള്ളൊരു ഫെസിലിറ്റി അല്ലെങ്കിൽ ഡിവിഡൻറ്റ് അവർക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട്, എന്നാൽ ടാക്സ് ഇവേഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതേ എക്സിസ്റ്റിംഗ് പ്രൊവിഷനിൽ എന്ത് കണ്ടെത്തും, കമ്പനീസ് ലൂപ്പ് ഹോൾസ് കണ്ടെത്തും. അപ്പോൾ ഇതിനെ ഓവർകം ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇൻകം ടാക്സ് പോയിന്റ് ഓഫ് വ്യൂവിൽ ആക്ച്വലി ക്യാഷ് ആയിട്ട് കൊടുത്ത ക്യാഷ് ഡിവിഡൻറ്റ് മാത്രമല്ല ഡിവിഡൻ്റ് ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുക. ചില അതർ പേയ്മെൻറ്റ്സ് ഡിവിഡൻറ്റ് എന്ന് പറഞ്ഞിട്ടല്ലാതെ കമ്പനി കൊടുക്കുന്ന അതർ പേയ്മെൻറ്റ്സും നമ്മൾ എന്ത് ചെയ്യും, ഡീം ചെയ്യാന്ന് പറഞ്ഞാൽ ശരിക്കും അങ്ങനെയല്ല, പക്ഷേ അങ്ങനെയായി നമ്മൾ എന്ത് ചെയ്യും, കണക്കാക്കപ്പെടും. എന്തായിട്ട് കണക്കാക്കപ്പെടും, ഡിവിഡൻ്റ് ആയിട്ട് കണക്കാക്കപ്പെടും. സോ ഒന്നുമില്ല, കമ്പനി
ഷെയർ ഹോൾഡേഴ്സിന് റിയലായിട്ട് ക്യാഷായിട്ട് കൊടുക്കുന്ന ഡിവിഡൻറ്റ് എന്തായാലും ഡിവിഡൻ്റാണ്. അതല്ലാതെ കമ്പനി അസറ്റായിട്ടോ ഷെയർ ആയിട്ടോ മറ്റു രീതിയിലോ ഡിവിഡൻറ്റ് കൊടുക്കുകയാണെങ്കിൽ അതിനെ നമ്മൾ ഡീംഡ് ഡിവിഡൻ്റ് ആയിട്ട് എന്ത് ചെയ്യും, നമ്മൾ ഇൻകം ടാക്സിൽ ഡിവിഡൻറ്റിൻ്റെ അതേ ട്രീറ്റ്മെൻറ്റ് ആയിട്ട് നമ്മൾ ഡിവിഡൻറ്റിൻ്റെ പോലെ തന്നെ ടാക്സ് ചെയ്യും. ഡിവിഡൻറ്റ് പോലെ ടാക്സ് എന്ന് പറഞ്ഞാൽ ഷെയർ ഹോൾഡർക്ക് കിട്ടുന്ന സമയത്ത് 1034 പ്രകാരം BBDA എക്സംഷൻ കഴിഞ്ഞിട്ട് ടാക്സ് കൊടുക്കേണ്ടി വരും. BBDA എക്സംഷൻ അല്ല, 1034 എക്സംഷൻ കഴിഞ്ഞ് ബാക്കി ടാക്സ് ഷെയർ ഹോൾഡർ കൊടുക്കണം. അതുപോലെ കമ്പനി അത് പേ ചെയ്യുന്ന സമയത്ത് കമ്പനി എന്തും കൊടുക്കണം, DDT ഡിവിഡൻറ്റ് ഡിസ്ട്രിബ്യൂഷൻ ടാക്സും കൊടുക്കണം. ഓക്കെ, അപ്പോൾ നമ്മൾ സിമ്പിൾ അണ്ടർസ്റ്റാൻഡിങ് ഡിവിഡൻറ്റ് 2 ടൈപ്പ് ആവാം. ക്യാഷ് ഡിവിഡൻറ്റ് ആവാം, അതുപോലെ തന്നെ ഡീംഡ് ഡിവിഡൻറ്റ് ആവാം. ക്യാഷ് ഡിവിഡൻറ്റ് പറഞ്ഞാൽ ശരിക്കും ക്യാഷായിട്ട് കൊടുത്ത ഡിവിഡൻറ്റ്. ഡീംഡ് ഡിവിഡൻറ്റ് പറഞ്ഞാൽ ശരിക്കും അത് ഡിവിഡൻറ്റ് അല്ല, പക്ഷേ ഡിവിഡൻറ്റ് പോലെ അസറ്റായിട്ടോ മറ്റു രീതിയിലോ ഷെയർ ഹോൾഡർക്ക് കമ്പനി കൊടുക്കുകയാണെങ്കിൽ ആ ഡിവിഡൻറ്റുകളെ ഡീംഡ് ഡിവിഡൻറ്റ് ആയിട്ട് കണക്കാക്കപ്പെടും. ഡീംഡ് ഡിവിഡൻറ്റിൻ്റെ ഡെഫിനിഷൻസ് അല്ലെങ്കിൽ ഏതൊക്കെ ഐറ്റംസാണ് ഡീംഡ് ഡിവിഡൻറ്റ് എന്നുള്ളത് ഇൻകം ടാക്സ് ആക്ടിലെ സെക്ഷൻ 222 നമുക്കറിയാം. എല്ലാ ഡെഫിനിഷൻസും 2ലാണ് ഉള്ളത്. അപ്പോൾ സെക്ഷൻ 222A മുതൽ സെക്ഷൻ 222E വരെ പറയുന്നുണ്ട് ഏതൊക്കെയാണ് ഏതൊക്കെയാണ് ഡീംഡ് ഡിവിഡൻറ്റ് ആയിട്ട് നമ്മൾ ട്രീറ്റ് ചെയ്യാന്നുള്ളത്. അപ്പോൾ ആ ഡീംഡ് ഡിവിഡൻറ്റ് ഏതൊക്കെയാണെന്നില്ലാണ് നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നത്, ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഡീംഡ് ഡിവിഡൻറ്റ് റിയാലിറ്റിയിൽ ശരിക്കും അത് ഡിവിഡൻ്റ് ആണോ അല്ല, പക്ഷേ ടാക്സ് പർപ്പസിന് വേണ്ടിയിട്ട് നമ്മൾ അതിനെ ഏതിനെ പോലെ കണക്കാക്കപ്പെടുന്നു, ഡിവിഡൻറ്റ് പോലെ കണക്കാക്കപ്പെടുന്നു. എന്തിനു വേണ്ടിയിട്ടാണ് നമ്മൾ അതിനെ ഡിവിഡൻറ്റ് പോലെ കൺസിഡർ ചെയ്യുന്നത്, ടു പ്ലഗ് ലൂപ്പ് ഹോൾസ് ഇൻ ദ ടാക്സ് പ്രൊവിഷൻ ടു ചെക്ക് അവോയ്ഡൻസ് ഓഫ് ടാക്സ്. അപ്പോൾ സെക്ഷൻ 222ൽ ഫസ്റ്റ് ഐറ്റം സെക്ഷൻ 222A എനി ഡിസ്ട്രിബ്യൂഷൻ ഓഫ് അസറ്റ്. അപ്പോൾ നമ്മളിപ്പോൾ പറയാൻ പോകുന്നത് ശരിക്കും ഡിവിഡൻ്റ് അല്ല, പക്ഷേ ഈ പേയ്മെൻറ്റുകൾ നമ്മൾ ഏത് പോലെ കൺസിഡർ ചെയ്യും, ഡിവിഡൻറ്റ് പോലെ കൺസിഡർ ചെയ്യും. ഡിവിഡൻറ്റ് പോലെ കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അത് ഡിവിഡൻറ്റിന് കൊടുക്കുന്ന ടാക്സും കാര്യങ്ങളൊക്കെ അല്ലെങ്കിൽ ഡിവിഡൻ്റ് ആയിട്ട് തന്നെ അതിനെന്ത് ചെയ്യും, ട്രീറ്റ് ചെയ്യും. അപ്പോൾ അതിൽ ഫസ്റ്റ് കാറ്റഗറി സെക്ഷൻ 222A എനി ഡിസ്ട്രിബ്യൂഷൻ ഓഫ് അസറ്റ്സ്. കമ്പനി ഷെയർ ഹോൾഡേഴ്സിന് വല്ല അസറ്റും ഫിക്സഡ് ആവട്ടെ കറണ്ട് ആവട്ടെ എന്തെടുത്ത് കൊടുക്കുകയാണെങ്കിലും കമ്പനിക്ക് എത്ര അക്യുമുലേറ്റഡ് പ്രോഫിറ്റ് ഉണ്ട്. ഫോർ എക്സാമ്പിൾ പറഞ്ഞാൽ കമ്പനീൻ്റെ ബാലൻസ് ഷീറ്റിൽ അക്യുമുലേറ്റഡ് പ്രോഫിറ്റ് പറഞ്ഞാൽ ക്യാപിറ്റലൈസ്ഡ് ആവാം, അല്ലെങ്കിൽ ക്യാപിറ്റൽ പ്രോഫിറ്റ് ആവാം, റവന്യൂ പ്രോഫിറ്റ് ആവാം, എന്തും ആവാം. കമ്പനിയുടെ ബാലൻസ് ഷീറ്റിൽ പ്രോഫിറ്റ് ഉണ്ട് ഒരു 200 crore. കമ്പനി എല്ലാ ഷെയർ ഹോൾഡേഴ്സിനും ഓരോ കാറ് വീതം കൊടുത്തു. ഡിസ്ട്രിബ്യൂഷൻ ഓഫ് അസറ്റ്. കാറ് കൊടുത്തതിൻ്റെ വാല്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാറിൻ്റെ വാല്യൂ 400 crore ആണ്. കാറ് കൊടുത്തത് 400 കോടിക്കാണ്. അപ്പോൾ അങ്ങനെയെങ്കിൽ കമ്പനി അസറ്റ് ഷെയർ ഹോൾഡേഴ്സിന് ഇഷ്യൂ ചെയ്ത് കഴിഞ്ഞാൽ അല്ലെങ്കിൽ കൊടുത്തു കഴിഞ്ഞാൽ എത്ര കമ്പനിക്ക് അക്യുമുലേറ്റഡ് പ്രോഫിറ്റ് ഉണ്ടോ അത്രയും കണ്ട് കൊടുത്ത അസറ്റ് നമ്മൾ എന്തായിട്ട് കൺസിഡർ ചെയ്യും, ഡിവിഡൻ്റ് ആയിട്ട് കൺസിഡർ ചെയ്യും. അപ്പോൾ കമ്പനിക്ക് പ്രോഫിറ്റ് 200 കോടി ഉണ്ട്, പക്ഷേ നമ്മൾ കമ്പനി കൊടുത്ത കാറിൻ്റെ വില എന്ന് പറഞ്ഞാൽ 400 കോടിയാണ്. അപ്പോൾ ഈ 400 കോടി കൊടുത്തത് നമ്മൾ ഏത് പ്രോഫിറ്റ് എടുത്തിട്ടായിരിക്കും, പ്രോഫിറ്റ് ആയ 200 കോടി എടുത്തിട്ടായിരിക്കും. കാറ് കൊടുത്തില്ലായിരുന്നുവെങ്കിൽ നമ്മൾ ആ കാറിന് പകരം എന്ത് കൊടുക്കുമായിരുന്നു, ചിലപ്പോൾ ഡിവിഡൻറ്റ് കൊടുക്കുമായിരുന്നു. അപ്പോൾ ആക്ച്വലി ഡിവിഡൻറ്റ് ഇല്ല പ്രൊവിഷനെ അല്ലെങ്കിൽ ഡിവിഡൻറ്റ് പേയ്മെൻറ്റിനെ നമ്മൾ എന്താ പറയുക, നമ്മളതിനെ ഓവർലാപ്പ് ചെയ്ത് അല്ലെങ്കിൽ ഓവർ റൈഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് കൊടുത്തത്, കാറ് കൊടുത്തത്. അപ്പോൾ അസറ്റ് കൊടുത്താൽ കമ്പനി ഷെയർ ഹോൾഡേഴ്സിന് കമ്പനിക്ക് എത്ര പ്രോഫിറ്റ് ഉണ്ടോ ആ പ്രോഫിറ്റിൻ്റെ അത്രയും അസറ്റ് കൊടുത്തതിന് നമ്മൾ എന്തായിട്ട് ട്രീറ്റ് ചെയ്യും, ഡിവിഡൻ്റ് ആയിട്ട്. ഏത് ഡിവിഡൻറ്റ്, ഡീംഡ് ഡിവിഡൻറ്റ് അണ്ടർ ഏത് സെക്ഷൻ 222A. നേരെ ഉൾട്ടാ കമ്പനി കാർ കൊടുത്തത് 100 കോടിക്ക്, കമ്പനിയുടെ ബാലൻസ് ഷീറ്റിൽ പ്രോഫിറ്റ് 200 കോടി ഉണ്ട്. അപ്പോൾ എത്ര ആയിരിക്കും ഡിവിഡൻറ്റ് ഡിവിഡൻറ്റ് 222Aയിൽ ടു ദ എക്സ്റ്റെൻറ്റ് ഓഫ് അസറ്റ് ഡിസ്ട്രിബ്യൂട്ടഡ് ടു ദ എക്സ്റ്റെൻറ്റ് ഓഫ് അക്യുമുലേറ്റഡ് പ്രോഫിറ്റ് പറഞ്ഞാൽ 100 കൊടുത്തിട്ടുള്ളൂ. അപ്പോൾ 100 വരുള്ളൂ കേട്ടോ. ഇനി ഈ കേസിൽ നമ്മൾ ഏതാണ് നമ്മൾ ഡിവിഡൻ്റ് ആയിട്ട് എടുക്കാൻ ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ കൊടുത്ത അസറ്റിൻ്റെ ഫെയർ മാർക്കറ്റ് വാല്യൂ ഓൺ ദ ഡേറ്റ് ഓഫ് ഡിസ്ട്രിബ്യൂഷൻ. നമ്മൾ ഏത് ഡേറ്റിലാണോ നമ്മൾ ഈ അസറ്റ് ആർക്ക് കൊടുക്കുന്നത്, ഷെയർ ഹോൾഡേഴ്സിന് കൊടുക്കുന്നത്, ഷെയർ ഹോൾഡേഴ്സിന് കമ്പനി കൊടുക്കുന്നതെങ്കിൽ ആ ഡേറ്റിൽ ആ അസറ്റിൻ്റെ ഫെയർ മാർക്കറ്റ് വാല്യൂ ആണ് നമ്മൾ എന്തായിട്ട് എടുക്കുക, ഡിവിഡൻറ്റിന് അല്ലെങ്കിൽ ഡിവിഡൻ്റ് ആയിട്ട് എടുക്കുക. ആ ഡിവിഡൻറ്റ് വേണം നമ്മൾ എന്ത് ചെയ്യുക, പിന്നീട് ടാക്സും കാര്യങ്ങളൊക്കെ ഷെയർ ഹോൾഡർ ടാക്സും ഇൻകം ടാക്സും അതുപോലെ തന്നെ കമ്പനി DDT എന്ത് ചെയ്യുക, അടക്കുക. നെക്സ്റ്റ് വൺ സെക്ഷൻ 222B നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഡീംഡ് ഡിവിഡൻ്റ് ആണ്. ഡീംഡ് ഡിവിഡൻ്റ് പറഞ്ഞാൽ ആക്ച്വലി ഇത് ഡിവിഡൻ്റ് അല്ല, പക്ഷേ ഈ പേയ്മെൻറ്റുകളെ നമ്മൾ എന്ത് ചെയ്യും, ഡിവിഡൻറ്റ് പോലെ നമ്മൾ എന്ത് ചെയ്യും, കൺസിഡർ ചെയ്യും. അതിൽ സെക്ഷൻ രണ്ടാമത്തെ കാറ്റഗറിയാണ്. വാട്ട് ഈസ് ദാറ്റ്, സെക്ഷൻ 222B ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ഡിബെഞ്ചേഴ്സ്, ഡെപ്പോസിറ്റ് സർട്ടിഫിക്കറ്റ് ടു ഷെയർ ഹോൾഡേഴ്സ് ആൻഡ് ബോണസ് ഷെയർ ടു പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സ്. നമ്മുടെ ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിന് നമ്മൾ ഡിബെഞ്ചർ കൊടുക്കുക അല്ലെങ്കിൽ ഡെപ്പോസിറ്റ് സർട്ടിഫിക്കറ്റ് പറഞ്ഞാൽ അവർ എത്ര എമൗണ്ട് അവർ ഇവിടെ ഡെപ്പോസിറ്റ് ചെയ്തുകൊണ്ടുള്ള സർട്ടിഫിക്കറ്റ് അതിന് പിന്നെ പീരിയോഡിക്കലി അവർ ഇൻട്രസ്റ്റും കൊടുക്കുന്നുണ്ടാവും. അതാർക്ക്, ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിന്. അതുപോലെ ബോണസ് കൊടുക്കാർക്ക്, പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സിന്. അങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ ഈ കൊടുത്ത ഈ സെക്യൂരിറ്റീസൊക്കെ ഉണ്ടല്ലോ, ഈ അല്ലെങ്കിൽ എത്രയാണോ ഇവർക്ക് ഷെയർ ഹോൾഡേഴ്സിന്, പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സിനും ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിനും നമ്മുടെ കമ്പനി കൊടുത്തത്, ഈ ഒക്കെ ഈ ഡിബെഞ്ചേഴ്സിൻ്റെയും ഡെപ്പോസിറ്റ് സർട്ടിഫിക്കറ്റിൻ്റെയും അതുപോലെ തന്നെ ബോണസ് ഷെയറിൻ്റെ ഒക്കെ ഫെയർ മാർക്കറ്റ് വാല്യൂ, എന്നത്തെ ഫെയർ മാർക്കറ്റ് വാല്യൂ, നമ്മൾ ഇത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത അന്നത്തെ ഫെയർ മാർക്കറ്റ് വാല്യൂവിനെ നമ്മൾ ഡിവിഡൻ്റ് ആയിട്ട് കൺസിഡർ ചെയ്യും. പിന്നെ ഏതുപോലെ തന്നെ നമ്മൾ എത്രയാണോ കൊടുത്തത് അതിൽ എത്ര നമ്മളെ കമ്പനിക്ക് അക്യുമുലേറ്റഡ് പ്രോഫിറ്റ് ഉണ്ടോ അത്രയും വരെ മാത്രമേ നമ്മൾ എന്തായിട്ട് കൺസിഡർ ചെയ്യുള്ളൂ, ഇവയെ ഡീംഡ് ഡിവിഡൻ്റ് ആയിട്ട് കൺസിഡർ ചെയ്യുള്ളൂ. അപ്പോൾ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ഡിബെഞ്ചർ, ഡെപ്പോസിറ്റ് സർട്ടിഫിക്കറ്റ്, അതുപോലെ തന്നെ നമ്മുടെ ബോണസ് ഷെയർ പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സിന് കൊടുത്തു കഴിഞ്ഞാൽ കമ്പനിക്ക് എത്ര
അക്യൂമുലേറ്റഡ് പ്രോഫിറ്റ് ഉണ്ടോ ആ അക്യൂമുലേറ്റഡ് പ്രോഫിറ്റ് ഇല്ല അത്രയും എമൗണ്ടിനെ നമ്മൾ ഡീംഡ് ഡിവിഡൻഡ് ആയിട്ട് കൺസിഡർ ചെയ്യും. പിന്നെ ഒരു കാര്യം, ബോണസ് ഷെയർ ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിന് കൊടുത്തു കഴിഞ്ഞാൽ അതൊരിക്കലും നമ്മൾ ഡിവിഡൻഡ് ആയിട്ട് കണക്കാക്കപ്പെടില്ല. കാരണം ബോണസ് ഷെയർ കൊടുക്കുക എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ബോണസ് ഇഷ്യൂ എന്നുള്ള ചാപ്റ്റർ പഠിക്കാനുണ്ട്. അപ്പോൾ നിങ്ങൾക്കറിയാം, നിങ്ങൾ ഷെയർ ഹോൾഡേഴ്സിൻ്റെ ഫണ്ടായ റിസർവ്സ് എന്നാണ് നമ്മൾ ബോണസ് ഇഷ്യൂ കൊടുക്കുന്നത്. അപ്പോൾ ബോണസ് അവർക്ക് കിട്ടേണ്ട പ്രോഫിറ്റ് ശരിക്കും അവർക്ക് ഷെയർ ആയിട്ട് കിട്ടുന്നുള്ളൂ. അല്ലാതെ അവിടെ പുതുതായിട്ടൊരു അസറ്റും അവർക്ക് എന്ത് ചെയ്യുന്നില്ല, ഡിസ്ട്രിബ്യൂട്ട് ആവുന്നില്ല. പക്ഷേ പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സിന് ബോണസ് കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് ഷെയർ കിട്ടുകയാണ്, ഫ്രഷ് ഷെയർ കിട്ടുകയാണ്. അവർക്കാണെങ്കിലോ ഈ റിസർവ്സ് ഒന്നും ആർക്ക് അവകാശപ്പെട്ടതല്ല, പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സിന് അവകാശപ്പെട്ടതല്ല. ദാറ്റ് ബിലോങ്സ് ടു ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സ് ഓൺലി. അതുകൊണ്ട് പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സിന് നമ്മൾ ബോണസ് ഷെയർ കൊടുത്തു കഴിഞ്ഞാൽ അത് ഡീംഡ് ഡിവിഡൻഡ് ആണ് 222B. പക്ഷേ ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിന് നമ്മൾ ബോണസ് ഷെയർ കൊടുത്താൽ അത് ഡീംഡ് ഡിവിഡൻഡ് അല്ല 222B. ദെൻ നെക്സ്റ്റ് വൺ, ഡിസ്ട്രിബ്യൂഷൻ ഓഫ് അസറ്റ് ഓൺ ലിക്വിഡേഷൻ. ഇത് നമ്മൾ പറഞ്ഞായിരുന്നു ക്യാപിറ്റൽ ഗെയിനിലെ ചാപ്റ്ററിൽ. ഡിസ്ട്രിബ്യൂഷൻ ഓഫ് അസറ്റ് ഓൺ ലിക്വിഡേഷൻ നമ്മൾ ഡീംഡ് ഡിവിഡൻഡ് ആയിട്ട് കൺസിഡർ ചെയ്യും. ആദ്യമേ കമ്പനി DDT എടുക്കും. ആദ്യമേ ഷെയർ ഹോൾഡർക്ക് ഒരു ടാക്സുകളൊന്നും എന്തുണ്ടാവില്ല, അടക്കാനുണ്ടാവില്ല നമ്മൾ പറഞ്ഞായിരുന്നു. കമ്പനി ഡിസ്ട്രിബ്യൂഷൻ നടത്തി ലിക്വിഡേഷൻ സമയത്ത് അസറ്റ് ഡിസ്ട്രിബ്യൂഷൻ നടത്തി കഴിഞ്ഞാൽ കമ്പനിക്ക് എത്ര അക്യൂമുലേറ്റഡ് പ്രോഫിറ്റ് ഉണ്ടോ അത്രയും അക്യൂമുലേറ്റഡ് പ്രോഫിറ്റ് നമ്മൾ എന്ത് ചെയ്യും, ഡീംഡ് ഡിവിഡൻഡ് ആയിട്ട് കൺസിഡർ ചെയ്യും. അപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഡീംഡ് ഡിവിഡൻഡ് 3 പോയിന്റ് പറഞ്ഞു. ഫസ്റ്റ് വൺ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് അസറ്റ്, സെക്കൻഡ് വൺ കുറച്ച് ഷെയർസ് ഇഷ്യൂ 220B, തേർഡ് വൺ ഡിസ്ട്രിബ്യൂഷൻ ഓൺ ലിക്വിഡേഷൻ, ഫോർത്ത് വൺ 220 റിഡക്ഷൻ ഓഫ് ക്യാപിറ്റൽ. റിഡക്ഷൻ ഓഫ് ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ കമ്പനി എന്ത് ചെയ്യുമെന്ന് വെച്ച് കഴിഞ്ഞാൽ കമ്പനി ക്യാപിറ്റൽ റെഡ്യൂസ് ചെയ്യും. ക്യാപിറ്റൽ റെഡ്യൂസ് ചെയ്യുക എന്ന് പറഞ്ഞാൽ നമ്മൾ ഇക്വിറ്റി ഷെയർസൊക്കെ എന്ത് ചെയ്യുക, നമ്മൾ തിരിച്ചു കൊടുക്കുക. നമ്മൾ ബൈബാക്കൊക്കെ പോലെ നമ്മൾ ഷെയർസിൻ്റെ എണ്ണം കുറച്ചിട്ട് ആ ഷെയർസിൻ്റെ പൈസ നമ്മൾ എന്ത് ചെയ്യുക, തിരിച്ചു കൊടുക്കുക. അങ്ങനെ തിരിച്ചു കൊടുക്കുകയാണെങ്കിലും കമ്പനിക്ക് എത്ര അക്യൂമുലേറ്റഡ് പ്രോഫിറ്റ് ഉണ്ടോ അത്രയും അക്യൂമുലേറ്റഡ് പ്രോഫിറ്റിനെ നമ്മൾ എന്തായിട്ട് കൺസിഡർ ചെയ്യും, ഡീംഡ് ഡിവിഡൻഡ് ആയിട്ട് കൺസിഡർ ചെയ്യും. അപ്പോൾ സെക്ഷൻ 222A, B, C, D. സെക്കൻഡ് ലാസ്റ്റ് വണ്ണാണ് 222D. 222D പറഞ്ഞതെന്ന് വെച്ചാൽ ലോൺസ് ആൻഡ് അഡ്വാൻസസ് ബൈ ക്ലോസ്ലി ഹെൽഡ് കമ്പനി. നമ്മൾ പറഞ്ഞതിലൊരു സെക്ഷൻ ഡ്യൂപ്ലിക്കേറ്റ് ആയിപ്പോയി. സെക്ഷൻ 222A ഡിസ്ട്രിബ്യൂഷൻ ഓഫ് അസറ്റ്, സെക്ഷൻ 222B ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ഡിബഞ്ചേഴ്സ് ഡെപ്പോസിറ്റ് സർട്ടിഫിക്കറ്റ് ബോണസ് ഷെയർ ടു പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സ്, C അസറ്റ് ഓൺ ലിക്വിഡേഷന്, പിന്നെ D ഇവിടെ C വീണ്ടും ഡ്യൂപ്ലിക്കേറ്റ് ആയി വന്നു പോയി. D ആണ് റിഡക്ഷൻ ഓഫ് ക്യാപിറ്റൽ ആൻഡ് ലാസ്റ്റ് വൺ E ആണ് എന്ത്, ലോൺസ് ഓർ അഡ്വാൻസസ് ബൈ ക്ലോസ്ലി ഹെൽഡ് കമ്പനി. അപ്പോൾ ഹിയർ ദർ ഇസ് എ ടൈം ക്ലോസ്ലി ഹെൽഡ് കമ്പനി, അതുപോലെ തന്നെ കമ്പനി ഇൻ വിച്ച് പബ്ലിക് ആർ സബ്സ്റ്റാൻഷ്യലി ഇൻട്രസ്റ്റഡ്. ദർ ആർ 2 ടൈപ്സ് ഓഫ് നമ്മുടെ കമ്പനീൻ്റെ ആംഗിളിൽ നമ്മൾ പബ്ലിക് കമ്പനി പ്രൈവറ്റ് കമ്പനി എന്ന് പറയില്ലേ, അതുപോലെ ഇൻകം ടാക്സിൽ ഇതുപോലുള്ള ഒരു ക്ലാസിഫിക്കേഷനാണ് ക്ലോസ്ലി ഹെൽഡ് കമ്പനി എന്നും അതുപോലെ തന്നെ കമ്പനി ഇൻ വിച്ച് പബ്ലിക് ആർ സബ്സ്റ്റാൻഷ്യലി ഇൻട്രസ്റ്റഡ്. അപ്പോൾ ഇത് ആക്ച്വലി എന്താണെന്നുള്ളത് ഒരു ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഡെഫിനേഷനൊക്കെ പഠിക്കാനൊക്കെ ഉണ്ട്. പക്ഷേ നമുക്ക് ഫോർ ദ ടൈം ബീങ് നമ്മൾ അതൊന്നും പഠിക്കാൻ പോകുന്നില്ല. സിമ്പിളായിട്ട് നിങ്ങൾ മനസ്സിലാക്കുക, ക്ലോസ്ലി ഹെൽഡ് കമ്പനി പറഞ്ഞാൽ ക്ലോസ് ചെയ്ത കമ്പനി എന്ന് പറഞ്ഞാൽ അടഞ്ഞ കമ്പനി, അടച്ചു പോയ കമ്പനി നല്ല അർത്ഥം. നമ്മൾ റൗണ്ടായിട്ട് അതിലോട്ടുള്ള പ്രവേശനം ക്ലോസ് ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ അത് ക്ലോസ്ഡ് ആണ്, ഒരു ക്ലോസ്ഡ് എൻവയോൺമെൻറ്റിലെ കമ്പനിയാണ്. അങ്ങനെ ഏത് കമ്പനി ഉണ്ടാവുക, പ്രൈവറ്റോ പബ്ലിക്കാ? ഇറ്റ്സ് അബ്സല്യൂട്ട്ലി പ്രൈവറ്റ് കമ്പനി. കമ്പനി ഇൻ വിച്ച് പബ്ലിക് ആർ സബ്സ്റ്റാൻഷ്യലി ഇൻട്രസ്റ്റഡ് എന്ന് പറയുമ്പോൾ ആ കമ്പനിയിൽ ഒരുപാട് പേരുണ്ടാവുമോ കമ്പനിയിൽ, അതോ കുറച്ച് പേരുണ്ടാവുള്ളൂ? ഒരുപാട് പേരുണ്ടാവും. അപ്പോൾ അങ്ങനെ ഒരുപാട് പേരുണ്ടാവുന്ന കമ്പനി പ്രൈവറ്റ് ആയിരിക്കോ പബ്ലിക് ആയിരിക്കോ? ഇറ്റ് വിൽ ബി അബ്സല്യൂട്ട്ലി പബ്ലിക് കമ്പനി. അപ്പോൾ ക്ലോസ് ഹെൽഡ് കമ്പനി പറഞ്ഞാൽ പ്രൈവറ്റ് കമ്പനിയെ പോലെ കൺസിഡർ ചെയ്യുക. ഞാൻ പറഞ്ഞു എക്സാക്ട് ഡെഫിനിഷൻ ഇതല്ല, പക്ഷേ ഫോർ ദ ടൈം ബീയിങ്, ഫോർ അണ്ടർസ്റ്റാൻഡിങ് ദ കൺസെപ്റ്റ്, മേക്ക് ആൻ അണ്ടർസ്റ്റാൻഡിങ് ദാറ്റ് ക്ലോസ്ലി ഹെൽഡ് കമ്പനി പ്രൈവറ്റ് കമ്പനിയെ പോലെ, കമ്പനി ഇൻ വിച്ച് പബ്ലിക് ആർ സബ്സ്റ്റാൻഷ്യലി ഇൻട്രസ്റ്റഡ് പബ്ലിക് കമ്പനീൻ്റെ പോലെ. ഓക്കെ, അപ്പോൾ നമ്മളെ കമ്പനി പ്രൈവറ്റ് കമ്പനീൻ്റെ പോലത്തെ ഒരു കമ്പനിയാണ്. നമ്മളെ കമ്പനിയിൽ 10% അല്ലെങ്കിൽ അതിലധികമോ വോട്ടിംഗ് ഷെയർ ഇല്ല, 10% ഓർ മോർ വോട്ടിംഗ് ഷെയർ ഇല്ല, 10% ഓർ മോർ വോട്ടിംഗ് ഷെയർ ഇല്ല ഒരു ഷെയർ ഹോൾഡർ. ആ ഷെയർ ഹോൾഡർക്ക് നമ്മൾ എന്ത് ചെയ്തു, ലോണോ അല്ലെങ്കിൽ അഡ്വാൻസോ കൊടുത്തു. ലോണോ അഡ്വാൻസ് ആണ് രണ്ടും ഒരേപോലെ തന്നെ. അപ്പോൾ ആർക്കാ ഷെയർ നമ്മൾ ലോൺ എടുത്ത് നമ്മുടെ കമ്പനിയിൽ 10%-ലധികം വോട്ടിംഗ് പവർ ഉള്ള ഒരാൾക്ക് നമ്മൾ എന്ത് ചെയ്തു, നമ്മൾ ലോണോ അഡ്വാൻസോ കൊടുത്തു. അല്ലെങ്കിൽ ഷെയർ ഹോൾഡർ പറഞ്ഞ പ്രകാരം വേറെ ഏതെങ്കിലും ഒരു വ്യക്തിക്ക്, അയാളെ ഫ്രണ്ടിനോ അയാളെ വൈഫിനോ അയാളെ വേറെ ഏതെങ്കിലുമൊക്കെ റിലേറ്റീവിനോ നെഫ്യൂനോ ബ്രദറിനോ കസിനോ നമ്മൾ എന്ത് ചെയ്തു, അയാൾ പറഞ്ഞ പ്രകാരം ഓൺ ബിഹാഫ് ഓഫ്, നമ്മൾ ഷെയർ ഹോൾഡർക്ക് ബിഹാഫ് ഓഫ്, ഏത് ഷെയർ ഹോൾഡർക്ക് ബിഹാഫ് ഓഫ്, ഏതെങ്കിലും ഷെയർ ഹോൾഡർ അല്ല, നമ്മുടെ ക്ലോസ്ലി ഹെൽഡ് കമ്പനിയിൽ 10%-ലധികം അല്ലെങ്കിൽ 10%-മോ അതിലധികമോ ഷെയർസ് ഹോൾഡ് ചെയ്യുന്ന ഷെയർ ഹോൾഡർ പറഞ്ഞ പ്രകാരമാണ് നമ്മൾ എന്ത് ചെയ്തത്, നമ്മൾ അയാൾക്ക് കൊടുത്തത്. അല്ലെങ്കിൽ നമ്മളെ ഷെയർ ഹോൾഡർക്ക് സബ്സ്റ്റാൻഷ്യൽ ഇൻട്രസ്റ്റിലൊരു സ്ഥാപനമുണ്ട്. സബ്സ്റ്റാൻഷ്യൽ ഇൻട്രസ്റ്റ് നമ്മൾ എവിടെ പറഞ്ഞാലും നമുക്കറിയാം 20% അല്ലെങ്കിൽ അതിലധികം വോട്ടിംഗ് പവറോ അല്ലെങ്കിൽ പ്രോഫിറ്റ് കിട്ടാൻ അധികാരമുള്ള ഒരു സ്ഥാപനം. അപ്പോൾ നമ്മുടെ ഷെയർ ഹോൾഡർ പാർട്ണർ ആയിട്ടുള്ള ഒരു സ്ഥാപനമുണ്ട്. ഏത് ഷെയർ ഹോൾഡർ? നമ്മുടെ ക്ലോസ്ലി ഹെൽഡ് കമ്പനിയിൽ 10%-ലധികം വോട്ടിംഗ് പവർ ഉള്ള നമ്മുടെ ഷെയർ ഹോൾഡർ മെമ്പറായ ഒരു പാർട്ണർഷിപ്പ് കൺസേൺ. ആ പാർട്ണർഷിപ്പ് കൺസേണിന് നമ്മൾ എന്ത് ചെയ്തു, ലോൺസ് ഓർ അഡ്വാൻസ് കൊടുത്തു. അപ്പോൾ ഇത്രേ ഉള്ളൂ. ഇവിടെ നമ്മൾ എന്താ നോക്കുന്നത് വെച്ചാൽ ലോൺ കൊടുക്കുക. ലോൺ കൊടുത്തത് 10%-ലധികം ഷെയർ ഹോൾഡിങ് ഇല്ല നമ്മുടെ കമ്പനിയിലുള്ള ഒരു ഷെയർ ഹോൾഡർക്ക് ലോൺ എടുത്തു, അല്ലെങ്കിൽ അയാൾ പറഞ്ഞ ആൾക്ക് ലോൺ എടുത്തു, അല്ലെങ്കിൽ അയാൾക്ക് സബ്സ്റ്റാൻഷ്യൽ ഇൻട്രസ്റ്റിലെ സ്ഥാപനത്തിന് കൊടുത്തു. അത് കൊടുത്തത് തിരിച്ച് തരാനാവട്ടെ
അതല്ല തരാതിരിക്കാനാവട്ടെ കൊടുത്ത എമൗണ്ടിനെ കമ്പനിക്ക് എത്ര അക്യുമുലേറ്റഡ് പ്രോഫിറ്റ് ഉണ്ടോ ആ അക്യുമുലേറ്റഡ് പ്രോഫിറ്റ് ഇല്ലോടത്തോളം അത്ര നമ്മൾ എന്തായിട്ട് കൺസിഡർ ചെയ്യും, ഡീംഡ് ഡിവിഡൻ്റ് ആയിട്ട് കൺസിഡർ ചെയ്യും. ഓക്കെ, അപ്പോൾ ലോൺസ് ഓർ അഡ്വാൻസ് ആർക്കെങ്കിലും കൊടുത്താലല്ല, കമ്പനിയിൽ 10% അധികം വോട്ടിംഗ് പവർ ഉള്ള ഒരു ഷെയർ ഹോൾഡർക്ക്, അല്ലെങ്കിൽ അയാൾ ബിഹാഫ് ആയിട്ട് വേറൊരാൾക്ക്, അല്ലെങ്കിൽ അയാൾക്ക് സബ്സ്റ്റാൻഷ്യൽ ഇൻട്രസ്റ്റ് ഉള്ള സ്ഥാപനത്തിന് നമ്മൾ ലോൺസ് ഓർ അഡ്വാൻസ് കൊടുത്തു കഴിഞ്ഞാൽ ദാറ്റ് ലോൺസ് ആൻഡ് അഡ്വാൻസസ് വിൽ ബി ട്രീറ്റഡ് ആസ് ഡീംഡ് ഡിവിഡൻഡ് അണ്ടർ സെക്ഷൻ 222E ടു ദ എക്സ്റ്റെൻഡ് ദ കമ്പനി ഈസ് ഹാവിംഗ് അക്യുമുലേറ്റഡ് പ്രോഫിറ്റ് ഇൻ ദ ബുക്സ് ഓഫ് അക്കൗണ്ട്സ്. പിന്നെ സബ്സ്റ്റാൻഷ്യൽ ഇൻട്രസ്റ്റ് പറഞ്ഞാൽ 20% വോട്ടിംഗ് പവറോ അല്ലെങ്കിൽ 20%-നേക്കാളും കൂടുതൽ പ്രോഫിറ്റ് ഷെയർ കിട്ടാൻ അധികാരം. പിന്നെ അതുപോലെ തന്നെ നമ്മൾ ഈ ലോണ്, ഏത് ലോണ്, നമ്മുടെ കമ്പനി കൊടുത്ത ക്ലോസ്ലി ഹെൽഡ് കമ്പനി കൊടുത്ത ലോണ് അവർ തിരിച്ചടക്കുന്നുണ്ടെങ്കിലും അല്ലെങ്കിൽ അതുപോലെ തന്നെ തിരിച്ചടക്കാതിരിക്കുകയാണെങ്കിലും അല്ലെങ്കിൽ ആദ്യമേ ഇൻട്രസ്റ്റ് കമ്പനിക്ക് കിട്ടുന്നുണ്ടെങ്കിലും അതൊന്നും ഒരു കാര്യമല്ല. ഇങ്ങനെ ലോൺ കൊടുത്തോ അതെന്താണ്, ഡീംഡ് ഡിവിഡൻ്റ് ആണ്. ഡീംഡ് ഡിവിഡൻ്റ് ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യമേ പിന്നെ എന്ത് കൊടുക്കണം, ടാക്സ്. അത് ഡിവിഡൻ്റ് ആയി കഴിഞ്ഞാൽ ഡിവിഡൻറ്റിൻ്റെ ഫർദർ ട്രീറ്റ്മെൻറ്റ് നമ്മൾ എന്ത് ചെയ്യും. ഓക്കെ, പിന്നെ അതുപോലെ തന്നെ നമ്മൾ ഡീംഡ് ഡിവിഡൻ്റ് ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യൂല. സേ ഫോർ എക്സാമ്പിൾ നമ്മളെ ക്ലോസ്ലി ഹെൽഡ് കമ്പനി ഒരു ഫിനാൻസ് കമ്പനിയാണ്. ഫിനാൻസ് കമ്പനീൻ്റെ പ്രധാനപ്പെട്ട ബിസിനസ് ഓപ്പറേഷൻ എന്ന് പറഞ്ഞാൽ ലോൺ കൊടുക്കുകയാണ്. അപ്പോൾ അങ്ങനെ കമ്പനി ലോൺ കൊടുക്കുന്നതിൻ്റെ ഭാഗമായിട്ട്, കാരണം കമ്പനിയുടെ പ്രിൻസിപ്പൽ ബിസിനസ് ഓപ്പറേഷൻ എന്ന് പറഞ്ഞാൽ ലോൺ കൊടുക്കലാണ്. സോ ആസ് എ പാർട്ട് ഓഫ് അഡ്വാൻസിങ് ലോൺ ടു ദ കസ്റ്റമേഴ്സ്, കമ്പനി ഷെയർ ഹോൾഡർക്കോ അല്ലെങ്കിൽ ഷെയർ ഹോൾഡറെ ബിഹാഫ് ആയിട്ടുള്ള ഒരാൾക്കോ അല്ലെങ്കിൽ ഷെയർ ഹോൾഡർക്ക് സബ്സ്റ്റാൻഷ്യൽ ഇൻട്രസ്റ്റിലുള്ള സ്ഥാപനത്തിനോ ലോൺ കൊടുത്തു. അത് കമ്പനീൻ്റെ കൊമേഴ്ഷ്യൽ ട്രാൻസാക്ഷനാണ്, അല്ലെങ്കിൽ പ്യുവർ കൊമേഴ്ഷ്യൽ ട്രാൻസാക്ഷനാണ്, കമ്പനീൻ്റെ ബിസിനസ്സുമായി ബന്ധപ്പെട്ട ട്രേഡുമായി ബന്ധപ്പെട്ടതാണ്. അത് നമ്മൾ എന്തായിട്ട് കൺസിഡർ ചെയ്യൂല, സെക്ഷൻ 222E ഡീംഡ് ഡിവിഡൻ്റ് ആയിട്ട് കൺസിഡർ ചെയ്യില്ല. പിന്നെ അതുപോലെ തന്നെ നമ്മൾ ഡീംഡ് ഡിവിഡൻ്റ് ആയിട്ട് നമ്മൾ എന്ത് ചെയ്തു, ലോൺ കൊടുത്തു. പിന്നെ കമ്പനി എന്ത് ചെയ്തു, കമ്പനി ഡിവിഡൻഡ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തു ഷെയർ ഹോൾഡർക്ക്. അപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മൾ ഷെയർ ഹോൾഡർക്കോ അല്ലെങ്കിൽ അയാൾക്ക് വേണ്ടി ലോൺ കൊടുത്തു 1 ലക്ഷം. അതുപോലെ തന്നെ അയാൾക്ക് എന്ത് ചെയ്തു, നമ്മളൊരു 50,000 രൂപ പിന്നെ ഡിവിഡൻ്റ് ആയിട്ട് കൊടുത്തു. അങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ ആദ്യം ലോൺ കൊടുത്ത സമയത്ത് നമ്മൾ ആദ്യം കൊടുത്ത 1 lakh ഡിവിഡൻ്റ് ആയിട്ട് കൺസിഡർ ചെയ്തിട്ട് ആദ്യമേ ടാക്സ് കൊടുത്തിട്ടുണ്ടാവും. പിന്നെ വീണ്ടും അയാൾക്ക് 50,000 കൊടുക്കുന്ന സമയത്ത് നമ്മൾ ആ റിമൈനിങ് പോർഷൻ ഉണ്ടല്ലോ, ആദ്യമേ അത് നമ്മൾ എന്ത് ചെയ്യും, സെറ്റ് ഓഫ് ചെയ്തിട്ട് ബാക്കി 50,000 നമ്മൾ എന്ത് കൊടുത്താൽ മതി, അല്ലെങ്കിൽ ബാക്കി 50,000 കമ്പനി എന്തായിട്ട് കൺസിഡർ ചെയ്യുള്ളൂ, ഡിവിഡൻ്റ് ആയിട്ട് കൺസിഡർ ചെയ്യുള്ളൂ. അപ്പോൾ ഇവിടെ നമ്മൾ കണ്ട് ഡിവിഡൻറ്റ് 2 ടൈപ്പ്, ഡീംഡ് ഡിവിഡൻ്റ് ഉണ്ട്, അതുപോലെ തന്നെ ആക്ച്വൽ ഡിവിഡൻ്റ് ഉണ്ട്. ഡീംഡ് ഡിവിഡൻ്റ് സെക്ഷൻ 222A B C D E വരെ നമ്മൾ പറഞ്ഞു. പിന്നെ ഡിവിഡൻറ്റ് 2 ടൈപ്പ്, 2 ആംഗിളിൽ നമ്മൾ ടാക്സേഷൻ പഠിക്കുന്നുണ്ട്. കമ്പനി ഡിവിഡൻറ്റ് കൊടുക്കുന്ന സമയത്ത് കമ്പനി ഡിവിഡൻറ്റ് ഡിസ്ട്രിബ്യൂഷൻ ടാക്സ് കൊടുക്കണം. അതുപോലെ തന്നെ ഷെയർ ഹോൾഡർ കയ്യിൽ കിട്ടിക്കഴിഞ്ഞാൽ ഷെയർ ഹോൾഡർക്കും എന്തുണ്ട്, ടാക്സ് ഉണ്ട്. സെക്ഷൻ 1034 എക്സംഷൻ കഴിഞ്ഞ് ബാക്കി 10 ലക്ഷത്തിന് മുകളിലുണ്ടെങ്കിൽ ആരും ടാക്സ് കൊടുക്കണം, ഷെയർ ഹോൾഡറും ടാക്സ് കൊടുക്കണം. അപ്പോൾ എന്താണ് ഡിവിഡൻറ്റ് ഡിസ്ട്രിബ്യൂഷൻ ടാക്സ്? ഡിവിഡൻറ്റ് ഡിസ്ട്രിബ്യൂഷൻ ടാക്സ് പറഞ്ഞാൽ കൊടുക്കുന്ന ഡിവിഡൻറ്റിന് 15% ഡൊമസ്റ്റിക് കമ്പനിയാണ് DDT അടക്കേണ്ടത്. കാരണം ഡൊമസ്റ്റിക് കമ്പനീസേ ഇന്ത്യയിൽ എന്ത് കൊടുക്കുള്ളൂ, ഡിവിഡൻറ്റ് കൊടുക്കുള്ളൂ. അപ്പോൾ അവരാണ് DDT ഇന്ത്യയിൽ എന്ത് ചെയ്യേണ്ടത്, അടക്കേണ്ടത്. സെക്ഷൻ 115 DDTനെ കുറിച്ച് പറയുന്നത്. അപ്പോൾ DDT എന്ന് പറഞ്ഞാൽ 15% ആണ്. അത് ഡൊമസ്റ്റിക് കമ്പനി ഡിവിഡൻറ്റ് കൊടുക്കുന്ന സമയത്ത് DDT ആരടക്കണം, ഡിവിഡൻറ്റുമേ ഡൊമസ്റ്റിക് കമ്പനി അടക്കും. പിന്നെ ഇത് ആരെ കയ്യിൽ കിട്ടും, ഷെയർ ഹോൾഡർ കയ്യിൽ കിട്ടും. അപ്പോൾ ഷെയർ ഹോൾഡർ ഇതിന് എന്തടക്കും, ടാക്സ് അടക്കും. നമ്മൾ 10 ലക്ഷത്തിന് മുകളിലുണ്ടെങ്കിൽ 115 BVD പ്രകാരം 10%. അപ്പോൾ DDTൻ്റെ പെർസെൻറ്റേജ് പറഞ്ഞാൽ, ഫോർ എക്സാമ്പിൾ പറഞ്ഞാൽ നമ്മളെ കമ്പനി കൊടുക്കാൻ പോകുന്ന ഡിവിഡൻറ്റ് പറഞ്ഞാൽ ഒരു 100 കോടിയാണെങ്കിൽ ആ 100 കോടിമേ 15% എന്തടക്കണം വെച്ചാൽ DDT അടക്കണം. ആ 15% എന്ന് പറഞ്ഞാൽ 15 crore. പിന്നെ അതിന്മേ സർചാർജ് കൊടുക്കണം. സർചാർജ് നിങ്ങൾ പോലെ ടോട്ടൽ ഇൻകം നോക്കിയിട്ടില്ല, സർചാർജ് അല്ല. DDT എവിടെ കൊടുത്തോ അവിടെയൊക്കെ സർചാർജ് വരും. എത്ര പെർസെൻറ്റേജ്, 12%. അപ്പോൾ 12% അതിന് സർചാർജ് കൊടുക്കുക. പിന്നെ ഈ സർചാർജും DDTയും കൂടെ കൂട്ടിയ എമൗണ്ടുമേ ഒരു 4% HEC അടക്കുക. അപ്പോൾ ടോട്ടൽ നെറ്റ് ഇഫക്റ്റിൽ ഒരു 17 പോയിൻറ്റ് സംതിങ് ഒക്കെ എന്ത് ചെയ്യും, 17.472 വരെ ആണ് നമ്മളെ നെറ്റ് ഇഫക്റ്റിൽ അല്ലെങ്കിൽ ടോട്ടൽ DDTൻ്റെ പെർസെൻറ്റേജ് വരിക. അപ്പോൾ DDT പറഞ്ഞാൽ 15% പ്ലസ് 12% സർചാർജ് പ്ലസ് 4% ഹെൽത്ത് ആൻഡ് എഡ്യൂക്കേഷൻ സെസ്. പിന്നെ അതുപോലെ തന്നെ നമ്മൾ 222E പറഞ്ഞ ഡിവിഡൻറ്റ് ഉണ്ടല്ലോ, 222E പറഞ്ഞ ഡിവിഡൻറ്റ് ലോൺസ് ആൻഡ് അഡ്വാൻസ് നമ്മുടെ ഷെയർ ഹോൾഡർക്ക് കൊടുത്തത്, അവിടെ DDT എന്ന് പറഞ്ഞാൽ അവിടെ DDT വരെ 30% ആണ് കേട്ടോ. 30%, 12%, അതുപോലെ തന്നെ 4% ആണ് നമ്മളെ ലോൺസ് ആൻഡ് അഡ്വാൻസിൻ്റെ കേസിൽ DDT വരിക. ഓക്കെ, അപ്പോൾ ലോൺസ് ആൻഡ് അഡ്വാൻസിൻ്റെ കേസിൽ DDT വരിക 30% ആണ്. അല്ലാത്ത കേസിലൊക്കെ DDT വരിക 15%, സർചാർജും അതുപോലെ തന്നെ HEC ആണ് വരിക. ഇനി നമ്മൾ ഡീംഡ് ഡിവിഡൻറ്റ് പറഞ്ഞാൽ നമ്മൾ 5 കാറ്റഗറി പറഞ്ഞു, 222A B C D E. അപ്പോൾ 222A B C D വരെ ഒരേപോലെയാണ്, പക്ഷേ 222E എന്താണ് ഡിഫറൻ്റ് ആണ്. വാട്ട് ആർ ദ ഡിഫറൻസസ് ബിറ്റ്വീൻ 222A B C D അതുപോലെ തന്നെ 222E എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, 222A B C D ഫസ്റ്റ് കാറ്റഗറിമേ DDT എന്ന് പറഞ്ഞാൽ 15% ഉള്ളൂ. പക്ഷേ 222E DDT പറഞ്ഞാൽ എത്ര പെർസെൻറ്റേജ് ആണ്, 30% ആണ്. അപ്പോൾ ഇതാണ് ഫസ്റ്റ് ഡിഫറൻസ്. കാരണം ആദ്യത്തെ 4 ടൈപ്പ് ഡീംഡ് ഡിവിഡൻറ്റുമേയും DDT അടക്കേണ്ടത് 15% ആണ്, പക്ഷേ സെക്കൻഡ് കാറ്റഗറിമേ 30% ആണ്. പിന്നെ അതുപോലെ തന്നെ DDT
ഫസ്റ്റ് കാറ്റഗറിക്ക് എക്സംഷൻ ഉണ്ട് 1034-ൽ. അത് 10 ലക്ഷം വരെ എക്സംഷൻ ഉള്ളൂ. പക്ഷേ DDT 222E ഓൾറെഡി DDT 30% അടിച്ചു. ഇനിയിപ്പോൾ ഇത് ഷെയർ ഹോൾഡർ കയ്യിലും അയാൾ 10 ലക്ഷത്തിനധികം ഉള്ളതിന് ടാക്സ് അടക്കുക എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് അൺഫെയർ. അതുകൊണ്ട് തന്നെ നമ്മൾ 222E ഡിവിഡൻഡ് ഷെയർ ഹോൾഡർ കയ്യിൽ എത്ര പൈസ കിട്ടിയാലും അതിനെന്തില്ല, ടാക്സ് ഇല്ല. പിന്നെ അതുപോലെ തന്നെ 222ABCD എല്ലാ ടൈപ്പ് കമ്പനിക്കും, പ്രൈവറ്റ് ആവട്ടെ പബ്ലിക് ആവട്ടെ എല്ലാവർക്കും അപ്ലിക്കബിൾ ആണ് 222ABCD. പക്ഷേ 222E ആർക്ക് മാത്രം അപ്ലിക്കബിൾ ടു ക്ലോസ്ലി ഹെൽഡ് പ്രൈവറ്റ് കമ്പനീനെ പോലത്തെ കമ്പനിക്ക് മാത്രമേ എന്തുള്ളൂ അപ്ലിക്കബിൾ ഉള്ളൂ. നെക്സ്റ്റ് സെക്ഷൻ 115 BBDA. സെക്ഷൻ 150 BBDA നമ്മൾ പറഞ്ഞു ഡൊമസ്റ്റിക് കമ്പനീൻ്റെ കയ്യിൽ നിന്ന് ഷെയർ ഹോൾഡർക്ക് ഡിവിഡൻഡ് കിട്ടിക്കഴിഞ്ഞാൽ 10 ലക്ഷം വരെ എക്സെപ്റ്റ് ആണ് സെക്ഷൻ 1034-ൽ. 10 ലക്ഷത്തിന് മുകളിൽ എത്രയാണോ നമ്മളെ സ്പെസിഫൈഡ് അസസിക്ക്, ലുക്ക് അറ്റ് ദ വേർഡ് സ്പെസിഫൈഡ് അസസിക്ക്, അയാൾ സ്പെസിഫൈഡ് അസസി ആരാണ്, റെസിഡൻ്റ് ആണ്. അപ്പോൾ സ്പെസിഫൈഡ് അസസി ആയിട്ടുള്ള ഒരു റെസിഡൻ്റ് ആയിട്ടുള്ള ഒരു അസസി കമ്പനീൻ്റെ കയ്യിൽ നിന്ന് ഡിവിഡൻഡ് കിട്ടി എത്ര രൂപയ്ക്ക് അധികം, 10 ലക്ഷത്തിനേക്കാളും അധികം. അങ്ങനെ കിട്ടിക്കഴിഞ്ഞാൽ ആ കമ്പനിക്ക് അല്ലെങ്കിൽ ആ ഡിവിഡൻഡ് ഏത് ഡിവിഡൻഡ് 10 ലക്ഷത്തേക്കാളും അധികമുള്ള ഡിവിഡൻഡിന് അടക്കേണ്ട ടാക്സ് റേറ്റ് എന്ന് പറഞ്ഞാൽ 10%. അപ്പോൾ 115 BBDA പ്രകാരം നമ്മൾ പറയുന്നത് എന്താ വെച്ചാൽ, നമ്മളിപ്പോൾ കഴിഞ്ഞ ചാപ്റ്റർ പറഞ്ഞാൽ നമ്മൾ ക്യാപിറ്റൽ ഗെയിനിൽ കണ്ടു, നമ്മൾ 111A, അതുപോലെ തന്നെ നമ്മൾ 112A, അതുപോലെ തന്നെ നമ്മൾ കണ്ടു 112. ഇതൊക്കെ എന്താണെന്ന് വെച്ചാൽ സ്പെഷ്യൽ റേറ്റിൽ നമ്മൾ ക്യാപിറ്റൽ ഗെയിൻ്റെ ടാക്സ് കണ്ടതാണ്. അതേപോലെ ഇവിടെ ഡിവിഡൻഡിന് സ്പെഷ്യൽ റേറ്റ് ടാക്സ് ആണ്. ഏത് ഡിവിഡൻഡിന് 10 ലക്ഷത്തേക്കാളും കൂടുതൽ ഡൊമസ്റ്റിക് കമ്പനീൻ്റെ കയ്യിൽ നിന്ന് സ്പെസിഫൈഡ് അസസിക്ക്, റെസിഡൻ്റ് ആയിട്ടുള്ള അസസിക്ക് കിട്ടിക്കഴിഞ്ഞ ഡിവിഡൻഡിന് 10% എന്ത് ടാക്സ് 115 BBDA പ്രകാരം. ഫൈൻ. ഇനി അയാൾക്ക് ഇൻകം വളരെ കൂടുതലാണെങ്കിൽ നമ്മൾ സർചാർജ് ലിമിറ്റൊക്കെ കഴിഞ്ഞുകൊണ്ടുള്ള ഇൻകം അയാൾക്കുണ്ടെങ്കിൽ അയാൾക്ക് എന്ത് വരും, സർചാർജും വരും, അതുപോലെ തന്നെ ഈ HEC ഉറപ്പായിട്ടും വരും. ഇനി ആരാണ് ഈ സ്പെസിഫൈഡ് അസസി, ഹൂ ഈസ് എ സ്പെസിഫൈഡ് അസസി? അപ്പോൾ ഡിവിഡൻഡ് സ്പെസിഫൈഡ് അസസിൻ്റെ കയ്യിലാണ് കേട്ടോ. സ്പെസിഫൈഡ് അസസിക്ക് ഡിവിഡൻഡ് കിട്ടുമ്പോഴാണ് ഈ ടാക്സ് റേറ്റ് നമ്മൾ പറഞ്ഞത്. അപ്പോൾ ആരാണ് സ്പെസിഫൈഡ് അസസി ചോദിച്ചു കഴിഞ്ഞാൽ, ഡൊമസ്റ്റിക് കമ്പനിയോ ഫണ്ട് ഓർ ഇൻസ്റ്റിറ്റ്യൂഷൻ ഓർ ട്രസ്റ്റ് അല്ലാത്ത, അതുപോലെ തന്നെ ട്രസ്റ്റ് ഓർ ഇൻസ്റ്റിറ്റ്യൂഷൻ അല്ലാത്ത എന്ന് പറഞ്ഞാൽ ഈ 3 കാറ്റഗറി ആളുകളല്ലാത്ത ബാക്കി എല്ലാ അസസീസിനും, എന്നാൽ നമ്മളെ ഇൻഡിവിജ്വൽ HUF, AOP, BO ഇവരൊക്കെ ആരാണ്, നമ്മുടെ സ്പെസിഫൈഡ് അസസിയാണ്. അപ്പോൾ സ്പെസിഫൈഡ് ആയ അസസി, റെസിഡൻ്റ് ആയ അസസിക്ക് ഡിവിഡൻഡ് കിട്ടി 10 ലക്ഷത്തേക്കാളും കൂടുതൽ ഡൊമസ്റ്റിക് കമ്പനീൻ്റെ കയ്യിൽ നിന്ന് എങ്കിൽ ആ ഡിവിഡൻഡ് നമ്മൾ ടാക്സ് ചെയ്യുക ജനറൽ റേറ്റിലോ സ്ലാബ് റേറ്റിലോ ഫ്ലാറ്റ് റേറ്റിലോ അല്ല, മറിച്ച് എത്ര പെർസെൻറ്റേജ്, 10%. അതാണ് 115 BBDA. ഇത് റീസെൻറ്റ് സെക്ഷനാണ്, എക്സാമിന് ചോദിക്കാൻ ചാൻസസ് ആർ മോർ. ഓക്കെ. പിന്നെ BBDA 115 BBDAയിൽ എക്സംഷൻ നമുക്ക് കിട്ടുക, അല്ലെങ്കിൽ BBDA നമ്മൾ ടാക്സ് അടിക്കുക ഏത് ഡിവിഡൻഡിനൊക്കെയാണ്, സെക്ഷൻ 222A മുതൽ 222D വരെയുള്ള ഡിവിഡൻഡ് മാത്രമേ ഉള്ളൂ. സെക്ഷൻ 222E നമ്മൾ എന്ത് ചെയ്യൂല ഡിവിഡൻഡ്, ഈ ടാക്സ് നമ്മൾ എന്ത് ചെയ്യൂല 115 BBDAയിൽ ടാക്സ് ഇല്ല. കാരണം എന്തുകൊണ്ടാണ് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഓൾറെഡി 30% നമ്മൾ എന്ത് ചെയ്തു, ടാക്സ് അടച്ചു. ഇനി ഇതിലും ടാക്സ് അടച്ചു കഴിഞ്ഞാൽ അതിലും വേഗം അവനെ ഞങ്ങൾ സിമിത്തേരിയിലോട്ട് എടുക്കുകയായിരിക്കും. അതുകൊണ്ട് 115 BBDAയിൽ വരുന്നത് സെക്ഷൻ 222A to D വരെ ഉള്ളതുള്ളൂ. അതിനപ്പുറമുള്ളതിന് നമ്മൾ എന്ത് ചെയ്യണില്ല, 115 BBDAയിൽ ടാക്സ് ഇമ്പോസ് ചെയ്യുന്നില്ല. സോ ദാറ്റ്സ് അബൌട്ട് ഡിവിഡൻഡ്. അപ്പോൾ ഡിവിഡൻഡിനെ പറ്റി ഇത്രേ ഉള്ളൂ. നമുക്കിനി ഡിവിഡൻഡിൽ കുറച്ച് ഒരു പ്രോബ്ലംസ് ഒന്ന് ഡിസ്കസ് ചെയ്തിട്ട് അങ്ങ് മറിക്കാം. അപ്പോൾ ഡിവിഡൻഡ് നമ്മൾ പറഞ്ഞു ഡൊമസ്റ്റിക് കമ്പനി, ഫോറിൻ കമ്പനി. പിന്നെ ഡീംഡ് ഡിവിഡൻഡ്, ആക്ച്വൽ ഡിവിഡൻഡ് ഡൊമസ്റ്റിക് കമ്പനിയിൽ നിന്ന് സെക്ഷൻ 222A, B, C, D, E. പിന്നെ ഡിവിഡൻഡ് 2 ആംഗിളിൽ, ഡിവിഡൻഡ് ഷെയർ ഹോൾഡർ കയ്യിൽ എങ്ങനെ ടാക്സ് ചെയ്യും, കമ്പനീൻ്റെ കയ്യിൽ എങ്ങനെ ടാക്സ് ചെയ്യും. കമ്പനീൻ്റെ കയ്യിൽ DDT, ഷെയർ ഹോൾഡർ കയ്യിൽ 115 BBDA. ഡൊമസ്റ്റിക് കമ്പനി ആണെങ്കിൽ, ഫോറിൻ കമ്പനി ആണെങ്കിൽ പിന്നെ നോർമൽ റേറ്റിൽ ടാക്സ് ചെയ്യും. സോ ബ്യൂട്ടിഫുൾ. ഡിവിഡൻഡ് ഓവർ. ഇല്ലൂസ്ട്രേഷൻ 1. രാഹുൽ 28% ഷെയർസ് ഉണ്ട് അവന്. ഏത് കമ്പനിയിൽ ചോദിച്ചു കഴിഞ്ഞാൽ ഒരു കമ്പനിയിൽ, ആ കമ്പനിയിൽ നിന്ന് അവന് 5 lakh rupees എന്ത് ചെയ്തു, ലോൺ എടുത്തു. അപ്പോൾ ലോൺസ് ആൻഡ് അഡ്വാൻസസ്. പിന്നെ അതുപോലെ തന്നെ ഷെയർ ഹോൾഡർ ഹോൾഡിംഗ് നമുക്കറിയില്ലേ, ഈ കണ്ടീഷൻ അറിയില്ലേ, സെക്ഷൻ 222E ഓർമ്മല്ലേ, 10% മതി ഹോൾഡിംഗ് ഷെയർ ഹോൾഡർക്ക്. പക്ഷേ ഇവിടെ എത്ര പെർസെൻറ്റേജ് ഉണ്ട്, 28% ഉണ്ട്. അപ്പോൾ നമ്മൾ 222E വരുമോ എന്നുള്ളത് നമ്മൾ ശ്രദ്ധിക്കണം കേട്ടോ. ഓൺ ദ ഡേറ്റ് ഓഫ് ഗ്രാൻഡിംഗ് ലോൺ ദ കമ്പനി ഹാഡ് അക്യുമുലേറ്റഡ് പ്രോഫിറ്റ് ഉണ്ട്. കമ്പനിക്ക് എത്ര, 4 lakh. ദ കമ്പനി ഈസ് എൻഗേജ് ഇൻ ദ സെയിം മാനുഫാക്ചറിംഗ് ആക്ടിവിറ്റി. Is the amount of loan taxable as deemed dividend if the company is a company in which public are substantially interested? കമ്പനി പബ്ലിക് സബ്സ്റ്റാൻഷ്യലി ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള വലിയ കമ്പനിയാണെങ്കിൽ ഈ കിട്ടിയ ലോൺ നമ്മൾ ഡീംഡ് ഡിവിഡൻഡ് ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുമോ എന്നുള്ളതാണ്. നമുക്കറിയാം സെക്ഷൻ 222E ആണ് ലോൺസ് ആൻഡ് അഡ്വാൻസസിൻ്റെ കേസിലുള്ള ഡീംഡ് ഡിവിഡൻഡിനെ പറ്റി പറയുന്നത്. അത് അപ്ലിക്കബിൾ ആയിട്ടുള്ളത് ആർക്ക് മാത്രമേ ഉള്ളൂ, ദാറ്റ് ഈസ് അപ്ലിക്കബിൾ ടു ക്ലോസ്ലി ഹെൽഡ് കമ്പനി ഓൺലി.
അപ്പോൾ ഇത് നമ്മൾ ഡീംഡ് ആയിട്ട് കൺസിഡർ ചെയ്യൂല. വാട്ട് വുഡ് ബി യുവർ ആൻസർ ഇഫ് ദ ലെൻഡിങ് കമ്പനി ഈസ് എ പ്രൈവറ്റ് കമ്പനി? പ്രൈവറ്റ് കമ്പനി ആണെങ്കിൽ ഏത് കമ്പനിയാണ്? ക്ലോസ്ലി ഹെൽഡ് കമ്പനിയാണ്. അപ്പോൾ ക്ലോസ്ലി ഹെൽഡ് കമ്പനി ആകുമ്പോൾ ഷെയർ ഹോൾഡർക്ക് 10%-അധികം ഷെയർ ഉണ്ട്, ലോൺ കൊടുത്തു, 5 lakh ലോൺ കൊടുത്തത്. അപ്പോൾ എത്രയാണോ ക്ലോസ്ലി ഹെൽഡ് കമ്പനി ഷെയർ ഹോൾഡർ ഹാവിങ് മോർ ദാൻ 10% ഷെയർ ഹോൾഡറിംഗ് ഉള്ള ആൾക്ക് ലോൺ കൊടുത്തത്, ആ ലോൺ ടു ദ എക്സ്റ്റെൻറ്റ് ഓഫ് അക്യൂമുലേറ്റഡ് പ്രോഫിറ്റ് നമ്മൾ എന്തായിട്ട് കൺസിഡർ ചെയ്യും? വി വിൽ കൺസിഡർ ഇറ്റ് ആസ് ഡീംഡ് ഡിവിഡൻഡ് അണ്ടർ സെക്ഷൻ 222E. അപ്പോൾ ഇവിടെ അക്യൂമുലേറ്റഡ് പ്രോഫിറ്റ് 4 lakh ആണ്, കൊടുത്ത പൈസ 5 lakh ആണെങ്കിലും അക്യൂമുലേറ്റഡ് പ്രോഫിറ്റ് വരെ നമ്മൾ എന്ത് ചെയ്യുള്ളൂ? ഡീംഡ് ഡിവിഡൻഡ് ആയിട്ട് കൺസിഡർ ചെയ്യുള്ളൂ. സോ ദ ഹിയർ ഡീംഡ് ഡിവിഡൻഡ് അണ്ടർ സെക്ഷൻ 222E ഈസ് ഈക്വൽ ടു 4 lakh. അപ്പോൾ ഈ 4 lakh ഡീംഡ് ഡിവിഡൻഡ് ആയതുകൊണ്ട് തന്നെ കമ്പനി ഇത് ഏത് സെക്ഷനിലെ ഡീംഡ് ഡിവിഡൻഡാണ്? സെക്ഷൻ 222Eയിലെ ഡീംഡ് ഡിവിഡൻഡ് ആണ്. അതുകൊണ്ട് ഇതിന്മേൽ DDT ഇറക്കേണ്ടത് 30% പ്ലസ് 12% സർചാർജ് പ്ലസ് 4% HEC ആണ്. അതുപോലെ ഇത് ഷെയർ ഹോൾഡറുടെ കയ്യിൽ ഫുള്ളി exempt ആണ്. സോ ദാറ്റ്സ് അബൌട്ട് ദ ഫസ്റ്റ് പ്രോബ്ലം, സെക്ഷൻ 222E ബേസിലുള്ള പ്രോബ്ലം. ഹോപ്പ് യു അണ്ടർസ്റ്റുഡ്. മൂവിങ് ഓൺ. നെക്സ്റ്റ് സെക്ഷൻ, ഡൊമസ്റ്റിക് കമ്പനി ഡിക്ലെയർഡ് 170 lakh ഡിവിഡൻഡ് ഫിനാൻഷ്യൽ ഇയർ 2018-19 ഡിസ്ട്രിബ്യൂട്ട് ചെയ്തു. മിസ്റ്റർ എക്സിന് ആ കമ്പനിയിൽ 10% ഷെയർ ഹോൾഡിങ്സ് ഉണ്ട്. മിസ്റ്റർ എക്സിന് 17 ലക്ഷം എന്ത് കിട്ടി? ഡിവിഡൻഡ് കിട്ടി. അപ്പോൾ നമുക്കറിയാം ഡൊമസ്റ്റിക് കമ്പനിയാണ് എ ലിമിറ്റഡ് ഡൊമസ്റ്റിക് കമ്പനിയാണ്. അപ്പോൾ എക്സിന് ഡിവിഡൻഡ് കിട്ടിക്കഴിഞ്ഞാൽ അത് നമ്മൾക്കറിയാം 115 BBDA പ്രകാരം 10 lakh വരെ ഡൊമസ്റ്റിക് കമ്പനിയിൽ നിന്ന് കിട്ടിയ എക്സ് എന്ന് പറഞ്ഞാൽ സ്പെസിഫൈഡ് അസസി ആണല്ലോ. അപ്പോൾ സ്പെസിഫൈഡ് അസസി പറഞ്ഞാൽ കമ്പനി, ട്രസ്റ്റ്, ഇൻസ്റ്റിറ്റ്യൂഷൻ അല്ലാത്ത ആൾക്കാർ. അപ്പോൾ എക്സ് ഈസ് ആൻ ഇൻഡിവിജ്വൽ, അപ്പോൾ ഹീസ് എ സ്പെസിഫൈഡ് അസസി. അപ്പോൾ നമുക്ക് കിട്ടിയ ഡിവിഡൻഡ് എന്ന് പറഞ്ഞാൽ 17 lakh ആണ്. അപ്പോൾ 17 lakh ഡിവിഡൻഡ് കിട്ടിക്കഴിഞ്ഞാൽ, ലിസൺ കെയർഫുള്ളി, 17 lakh നമുക്ക് ഡിവിഡൻഡ് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ആദ്യത്തെ നമ്മുടെ 10 ലക്ഷത്തിന് എന്തില്ല? നമുക്ക് വാട്ട് വി സേ DDT അല്ല, ടാക്സ് ഇല്ല 115 BBDA പ്രകാരം. അതിന് ശേഷമുള്ള 7 ലക്ഷത്തിന് നമ്മൾ എന്ത് കൊടുക്കണം? ടാക്സ് കൊടുക്കണം. എത്ര പെർസെൻറ്റേജ്? 10%. അതിന് നമ്മൾ പിന്നെ സർചാർജും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് അടക്കുക, നമ്മൾ എന്ത് ചെയ്യുക? പേ ചെയ്യുക. അപ്പോൾ ബാക്കിയുള്ള 7 lakh നമ്മൾ എന്ത് ചെയ്യണം? 115 BBDA പ്രകാരം നമ്മൾ ടാക്സ് എടുക്കണം. അതെന്ന് പറഞ്ഞാൽ 72,800 പ്രകാരം. അത് വരെ എങ്ങനെ വെച്ചാൽ 7 lakh 10% 70,000 ഇവിടെ നമ്മൾ ടോട്ടലിംഗ് 50 ലക്ഷം ഒന്നും കൂടിയില്ലല്ലോ. അപ്പോൾ സർചാർജ് വരില്ല, സെസ് 4%. അപ്പോൾ 70,000 × 4 2,800. അപ്പോൾ 72,800 ആയിരിക്കും ആറ് ടാക്സ് ലയബിലിറ്റി 115 BBDA പ്രകാരം മിസ്റ്റർ എക്സിന് ടാക്സ് ലയബിലിറ്റി. ഇനി മിസ്റ്റർ വൈ 5% ഷെയർ ഉണ്ട് കമ്പനിയിൽ, അവന് 8.5 lakh ഡിവിഡൻഡ് കിട്ടിയിട്ടുള്ളൂ. അപ്പോൾ 8.5 lakh ഡൊമസ്റ്റിക് കമ്പനിയുടെ കയ്യിൽ നിന്ന് ഡിവിഡൻഡ് കിട്ടിക്കഴിഞ്ഞാൽ 115 BBDA പ്രകാരം എത്ര എമൗണ്ട് വരെ എക്സംഷൻ ഉണ്ട്? 10 lakh വരെ എക്സംഷൻ ഉണ്ട്. അപ്പോൾ നമ്മുടെ ഈ വൈ എന്ന് പറഞ്ഞ ചെക്കൻ്റെ കയ്യിൽ ഡിവിഡൻഡ് ഡിസ്ട്രിബ്യൂഷൻ നമ്മൾ ഡിവിഡൻഡിന് BBDA പ്രകാരം ടാക്സ് എടുക്കുമോ? ഇല്ല. സിമ്പിൾ കേസ്. അപ്പോൾ നമ്മൾ ഡിവിഡൻഡിന് നമ്മളൊരു ഫെയർ വാല്യൂ എടുക്കുകയാണെങ്കിൽ നമുക്ക് പറയാം ഡിവിഡൻഡ് ഇന്ത്യൻ കമ്പനിയിൽ നിന്നാണ്, ഇറ്റ് ഈസ് റിസീവ്ഡ് ഫ്രം ഡൊമസ്റ്റിക് കമ്പനിയാണ് നോക്കുക. അപ്പോൾ അല്ലെങ്കിൽ അത് ഫുള്ളി ടാക്സബിൾ ആണ്. അതിന് സ്പെസിഫിക് റേറ്റ് ഒന്നുമില്ല. അസസിൻ്റെ ഏതാണോ ടാക്സ് റേറ്റ് അതിൽ നമ്മൾ എന്ത് ചെയ്യും? ടാക്സ് ചെയ്യും. ഇനി ഡിവിഡൻഡ് റിസീവ്ഡ് ഫ്രം ഇന്ത്യൻ ഡൊമസ്റ്റിക് കമ്പനിയാണ് നോക്കുക. അപ്പോൾ അത് ആക്ച്വൽ ഡിവിഡൻഡ് ആണോ നോക്കുക, അതുപോലെ അല്ലെങ്കിൽ ഡീംഡ് ഡിവിഡൻഡ് ആണോ നോക്കുക. ഡീംഡ് ഡിവിഡൻഡ് ഏതൊക്കെ നിങ്ങൾക്കറിയാം, സെക്ഷൻ 222A-2E. അപ്പോൾ 222 ആക്ച്വൽ ഡിവിഡൻഡ് ആയിക്കോട്ടെ, ഡീംഡ് ഡിവിഡൻഡ് ആയിക്കോട്ടെ. ഡീംഡ് ഡിവിഡൻഡിൽ 222E ആണെങ്കിൽ, ഈ എന്ന് പറഞ്ഞാൽ ലോൺസ് ആൻഡ് അഡ്വാൻസസിലാണെങ്കിൽ അത് ഫുള്ളി എക്സെപ്റ്റ് ആണ്. ഏത് സെക്ഷനിൽ? സെക്ഷൻ 1034. ഇനി അതല്ല, അത് ആക്ച്വൽ ഡിവിഡൻഡോ അല്ലെങ്കിൽ അത് ഡീംഡ് ഡിവിഡൻഡ് അണ്ടർ 222A-2D വരെയാണെങ്കിൽ അത് 10 ലക്ഷം വരെ ഉള്ളെങ്കിൽ, 10 ലക്ഷം വരെ ഉള്ളൂ ഈ ടോട്ടൽ സാധനം, ഈ രണ്ടും ആക്ച്വലും ഡീംഡും ടോട്ടൽ 10 ലക്ഷം വരെ ഉള്ളെങ്കിൽ അത് ഫുള്ളി എക്സെപ്റ്റ് ആണ്. ഏതുവരെ? 1034 വരെ. അതല്ല 10 ലക്ഷത്തിനധികം ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ 10 ലക്ഷത്തിനധികം ഉണ്ടെങ്കിൽ അതെന്താണ്? ഫുള്ളി ടാക്സബിൾ ആണ്. അത്രേ ഉള്ളൂ ഡിവിഡൻഡിൻ്റെ ഒരു ക്ലാസിഫിക്കേഷൻ. ഫൈൻ. അപ്പോൾ നമ്മൾ നെക്സ്റ്റ് ഹെഡിലോട്ട് മൂവ് ചെയ്യാണ്. ദാറ്റ് ഈസ് ക്യാഷ്വൽ ഇൻകം. നമ്മൾ പണ്ട് മുതലേ നമുക്കറിയാം, നമ്മൾ ഇംഗ്ലീഷിൽ പറയും കാഷ്വലി, ഒക്കേഷണലി, അല്ലെങ്കിൽ ഫ്രീക്വൻ്റ്ലി എന്നൊക്കെ പറയും. അതുപോലെ ക്യാഷ്വലി എന്ന് പറഞ്ഞാൽ നമുക്ക് ആ വേർഡ് മീനിങ് അല്ല നമ്മൾ നോക്കേണ്ടത്. ഇവിടെ ക്യാഷ്വൽ ഇൻകം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിന്നിങ് ഫ്രം ലോട്ടറി, ക്രോസ് വേർഡ് പസിൽസ്, ഹോഴ്സ് റേസ്, കാർഡ് ഗെയിംസ്, ഗാംബ്ലിംഗ്, ബെറ്റിംഗ്, ഇങ്ങനത്തെ ടൈപ്പ് ഇൻകങ്ങളെ നമ്മൾ പറയുന്ന പേരാണ് ക്യാഷ്വൽ ഇൻകം. അപ്പോൾ ഇത് എപ്പോഴും ഉണ്ടാവാത്ത കൊണ്ടായിരിക്കും ഇതിനെങ്ങനെ ക്യാഷ്വൽ ഇൻകം എന്ന് പറയുന്നത്. ഈ ക്യാഷ്വൽ ഇൻകം നമ്മൾ സ്പെഷ്യൽ റേറ്റിൽ ടാക്സ് ചെയ്യുന്ന ഇൻകമാണ്. അപ്പോൾ ഈ നമ്മൾ ഇതുവരെ കണ്ടതിൽ നിന്നും ഷോർട്ട് ടൈം ക്യാപിറ്റൽ ഗെയിൻ, ലോങ് ടൈം ക്യാപിറ്റൽ ഗെയിൻ, അതിനുശേഷം നമ്മൾ കണ്ടു 115 BBDA ഡിവിഡൻഡ്. അതിനുശേഷം നമ്മൾ കാണാൻ പോകുന്ന നാലാമത്തെ സ്പെഷ്യൽ റേറ്റിൽ ടാക്സ് ചെയ്യുന്ന ഇൻകമാണ് ക്യാഷ്വൽ ഇൻകം. ക്യാഷ്വൽ ഇൻകം അണ്ടർ സെക്ഷൻ 115 BBDA നമ്മൾ കണ്ടു. 115BB ആണ് ക്യാഷ്വൽ ഇൻകത്തിന് ടാക്സ് റേറ്റ് പറയുന്നത്. ദാറ്റ് ഈസ് 30%. ക്യാഷ്വൽ ഇൻകം നമ്മൾ ടാക്സ് ചെയ്യുക 30%ലാണ് നമ്മൾ എന്ത് ചെയ്യുക? ടാക്സ് ചെയ്യുക. ഇനി ടാക്സേഷൻ ഓഫ് ഷെയർസ് ഇഷ്യൂഡ് അറ്റ് പ്രീമിയം.
ഒരു കമ്പനി ഷെയർ ഇഷ്യൂ ഒക്കെ ഞാൻ പറയേണ്ട ആവശ്യമില്ല, ഫൗണ്ടേഷൻ ചാപ്റ്റേഴ്സിലൊക്കെ ഡീപ്പായിട്ട് നമ്മൾ കവർ ചെയ്ത് വരുന്ന ഏരിയയാണ് ഷെയർ ഇഷ്യൂ. അപ്പോൾ ഷെയർ ഇഷ്യൂവിൻ്റെ സമയത്ത് ദ തിങ് ഈസ് ദാറ്റ് ഷെയർ ഇഷ്യൂ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഷെയർ ഇഷ്യൂ ക്യാൻ ബി മെയ്ഡ് അറ്റ് പ്രീമിയം ഓർ പാർ. ഷെയർ ആണെങ്കിൽ ഡിസ്കൗണ്ടിൽ ഇഷ്യൂ ചെയ്യാൻ പറ്റില്ല, നമ്മൾ ഡിബെഞ്ചർ ആണെങ്കിൽ നമുക്ക് ഡിസ്കൗണ്ടിൽ എന്ത് ചെയ്യാൻ പറ്റും, ഇഷ്യൂ ചെയ്യാൻ പറ്റും. അപ്പോൾ അങ്ങനെ ഷെയർ നമ്മൾ പ്രീമിയത്തിലാണ് ഇഷ്യൂ ചെയ്യുമെങ്കിൽ ഇഷ്യൂ ഓഫ് ഷെയർസ് അറ്റ് പ്രീമിയം മീൻസ് ഷെയർസ് ആർ ഇഷ്യൂഡ് അറ്റ് എ പ്രൈസ് വിച്ച് ഈസ് ഹയർ ദാൻ ദ ഫേസ് വാല്യൂ. അപ്പോൾ എന്താണ് ഫേസ് വാല്യൂ നമ്മൾ പറയാൻ പോകുന്നില്ല. അപ്പോൾ നമ്മൾ ഫോർ എക്സാമ്പിൾ നമ്മുടെ ഷെയറിൻ്റെ ഫേസ് വാല്യൂ 10 ആണ്, നമ്മുടെ ഷെയറിൻ്റെ ഫെയർ മാർക്കറ്റ് വാല്യൂ എന്ന് പറഞ്ഞാൽ മാർക്കറ്റ് പ്രൈസ് ഒരു 20 നമ്മൾ ഇഷ്യൂ ചെയ്തത് ഫോർ എക്സാമ്പിൾ ഒരു 30. അപ്പോൾ നമ്മളെ ഇഷ്യൂ പ്രൈസിനേക്കാളും കൂടുതൽ നമ്മളെ ഫെയർ മാർക്കറ്റ് വാല്യൂ എത്ര കൂടുതലാണോ ആ പ്രൈസിൽ അല്ലെങ്കിൽ ആ എമൗണ്ടിന് നമ്മൾ എന്ത് ചെയ്യും, ആ പ്രീമിയത്തെ നമ്മൾ IFOs ആയിട്ട് ടാക്സ് ചെയ്യും. അപ്പോൾ ഇവിടെ ഞാൻ ഇഷ്യൂ ചെയ്ത ഫേസ് വാല്യൂ 10, FMV 20, അതുപോലെ തന്നെ ഇഷ്യൂ പ്രൈസ് വാട്ട് മീൻസ് 30. അപ്പോൾ ഇഷ്യൂ പ്രൈസ് ഫെയർ മാർക്കറ്റ് വാല്യൂ ആയ 20നേക്കാളും കൂടുതൽ 10 രൂപ കൂടുതലാണെങ്കിൽ ആ 10 രൂപയാണ് നമ്മൾ എന്ത് ചെയ്യുക, ഇവിടെ IFOs ആയിട്ട് ടാക്സ് ചെയ്യുക. അപ്പോൾ അതിൻ്റെ ഒരു എക്സാമ്പിളൊക്കെ പറയുന്ന ഒരു ടേബിളൊക്കെ ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിട്ടുണ്ട്. യു ക്യാൻ റീഡ് ഇറ്റ് ഔട്ട് ആൻഡ് യു ക്യാൻ അണ്ടർസ്റ്റാൻഡ്. ഞാൻ ഡിസ്കസ് ചെയ്യാൻ പോകുന്നില്ല. ഫൈൻ. ഇനി നമ്മൾ ക്യാപിറ്റൽ ഗെയിൻ ചാപ്റ്റർ ഡിസ്കസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ പറഞ്ഞായിരുന്നു കോമ്പൻസേഷൻ അല്ലെങ്കിൽ കമ്പൽസറി അക്വസിഷൻ ഉണ്ടാകുമ്പോൾ നമുക്ക് എന്ത് കിട്ടും, കോമ്പൻസേഷൻ കിട്ടും. കോമ്പൻസേഷൻ വാട്ട് വിൽ ഹാപ്പൻ, നമുക്ക് കോമ്പൻസേഷൻ സ്റ്റേജുകളായി കിട്ടുകയാണെങ്കിൽ നമ്മൾ പറയും എൻഹാൻസ്ഡ് കോമ്പൻസേഷൻ എന്ന് പറയും. അപ്പോൾ ഈ എൻഹാൻസ്ഡ് കോമ്പൻസേഷൻ കോടതി കൊടുക്കുമ്പോൾ ആക്ച്വലി ഒരു ലിറ്റിഗേഷനും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ ആ ലിറ്റിഗേഷനൊക്കെ കഴിഞ്ഞിട്ട് ഈ എമൗണ്ട് കിട്ടാൻ വേണ്ടിയിട്ട് നല്ല ടൈം ഡിലേ ഉണ്ടാവും. അപ്പോൾ ഈ ടൈം ഡിലേക്ക് എൻഹാൻസ്ഡ് കോമ്പൻസേഷൻ നമ്മുടെ ഗവൺമെൻറ് കമ്പൽസറി അക്വസിഷൻ ചെയ്ത പ്രോപ്പർട്ടിക്ക് വേണ്ടിയിട്ട് നമുക്ക് തരുമ്പോൾ ദർ വിൽ ബി എ ടൈം ഡിലേ. അപ്പോൾ ആ ടൈം ഡിലേനെ കോമ്പൻസേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ ഗവൺമെൻറ് നമുക്ക് എന്ത് പ്രൊവൈഡ് ചെയ്യും ചോദിച്ചു കഴിഞ്ഞാൽ ഇൻട്രസ്റ്റ് പ്രൊവൈഡ് ചെയ്യും. നോർമലി ഇൻട്രസ്റ്റ് വിൽ ബി പ്രൊവൈഡഡ് ബൈ ദ ഗവൺമെൻറ് ഓൺ കോമ്പൻസേഷൻ ഓർ എൻഹാൻസ്ഡ് കോമ്പൻസേഷൻ ടു കോമ്പൻസേറ്റ് ദ ടൈം ഡിലേ. അങ്ങനെ എൻഹാൻസ്ഡ് കോമ്പൻസേഷനുമേ ഇൻട്രസ്റ്റ് തന്നു കഴിഞ്ഞാൽ ആ ഇൻട്രസ്റ്റ് നമ്മൾ ടാക്സ് ചെയ്യുക. അപ്പോൾ കോമ്പൻസേഷനും എൻഹാൻസ്ഡ് കോമ്പൻസേഷൻ നമ്മൾ ടാക്സ് ചെയ്യുക നമ്മൾ IFOസിലല്ല ക്യാപിറ്റൽ ഗെയിനിലാണ്. പക്ഷേ ആ എൻഹാൻസ്ഡ് കോമ്പൻസേഷൻ തരുന്ന സമയത്ത് ഏതുപോലെയാണ് നമ്മൾ ബാങ്കിൽ FD ഇട്ട് കഴിഞ്ഞാൽ തിരിച്ചെടുക്കുമ്പോൾ മുതൽ മാത്രമല്ല പ്രിൻസിപ്പൾ മാത്രമല്ല അതിന് എന്തും കൂടെ ഉണ്ടാവും, ഇൻട്രസ്റ്റും കൂടെ ഉണ്ടാവും. അതേപോലെ നമ്മൾ കോമ്പൻസേഷൻ തരുന്ന സമയത്ത് അല്ലെങ്കിൽ കോമ്പൻസേഷനും എൻഹാൻസ്ഡ് കോമ്പൻസേഷൻ തരുന്ന സമയത്ത് എൻഹാൻസ്ഡ് കോമ്പൻസേഷനുമേ ഇൻട്രസ്റ്റും കൂടെ ഉണ്ടാവും. അപ്പോൾ ആ ഇൻട്രസ്റ്റ് പോർഷൻ നമ്മൾ ടാക്സ് ചെയ്യുക ഇൻകം ഫ്രം അതർ സോഴ്സിലാണ്. ആ ഇൻട്രസ്റ്റ് പോർഷനിൽ ഫോർ എക്സാമ്പിൾ നിങ്ങൾക്ക് എൻഹാൻസ്ഡ് കോമ്പൻസേഷൻ കിട്ടിയ 10 ലക്ഷമാണ്, ആ 10 ലക്ഷം ക്യാപിറ്റൽ ഗെയിനിൽ ടാക്സ് ചെയ്യുക. അതിന് ഒരു 1 lakh നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് കിട്ടിയാൽ ആ ഇൻട്രസ്റ്റ് IFOസിലാണ് ടാക്സ് ചെയ്യുക. ആ ഇൻട്രസ്റ്റുമേ നമുക്ക് 50% സ്റ്റാൻഡേർഡ് ആയിട്ട് എന്ത് കിട്ടും, ഡിഡക്ഷൻ കിട്ടും അണ്ടർ സെക്ഷൻ 57. അപ്പോൾ ഇവിടെ നമുക്ക് 10 ലക്ഷം CG ആയിട്ട് പോകും എൻഹാൻസ്ഡ് കോമ്പൻസേഷൻ, 1 lakh ഇൻട്രസ്റ്റ് എന്തായിട്ട് പോകും, IFOs ആയിട്ട് പോകും. അതിൽ ഒരു 50% എന്ന് പറഞ്ഞാൽ 50,000 നമുക്ക് എന്ത് കിട്ടും, ഡിഡക്ഷൻ കിട്ടും. ബാക്കി മാത്രമേ നമ്മൾ എന്ത് ചെയ്യുള്ളൂ, നമ്മൾ ടാക്സ് ചെയ്യുള്ളൂ 50,000. പിന്നെ അഡ്വാൻസ് മണി ഫോർഫീറ്റഡ് ഫോർ ട്രാൻസ്ഫർ ഓഫ് ക്യാപിറ്റൽ അസറ്റ് ഫോർഫീറ്റഡ്. ഇത് ക്ലിയർ ആയിട്ട് നമ്മൾ പറഞ്ഞതാണ് ഇവിടെ യെസ്റ്റർഡേ ഏത് സെക്ഷനിൽ, നമ്മുടെ IFOs അല്ല ക്യാപിറ്റൽ ഗെയിൻ സെക്ഷനിൽ. അപ്പോൾ ഞാൻ എന്ത് ചെയ്യണില്ല, അത് വീണ്ടും ഡിസ്കസ് ചെയ്യാൻ പോകുന്നില്ല. അപ്പോൾ ഞാൻ നിങ്ങളോട് ആദ്യമേ പറഞ്ഞായിരുന്നു ഈ ഒരു ചാപ്റ്ററിൻ്റെ ഏറ്റവും കോർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3 കാര്യങ്ങളാണ്. ഒന്ന് ഡിവിഡൻറ്റ്, സെക്കൻഡ് വൺ ഗിഫ്റ്റ് ആൻഡ് തേർഡ് വൺ മിസലേനിയസ്. അപ്പോൾ നമ്മൾ കുറച്ച് മിസലേനിയസ് കണ്ടു, ഇനിയും കുറച്ച് മിസലേനിയസ് പ്രൊവിഷൻസ് വരാനുണ്ട്. നമ്മൾ ആരെയും കൂടെ കണ്ടു, നമ്മൾ ആരെ കണ്ടു, ഡിവിഡൻറ്റിനെ കണ്ടു. നെക്സ്റ്റ് വി ആർ ഗോയിങ് ടു മീറ്റ് ദ ഹീറോ, ദ റിയൽ വാരിയർ ഓഫ് IFOs, നത്തിങ് ബട്ട് ഗിഫ്റ്റ്. സെക്ഷൻ 56 to 10. സംഭവം സിമ്പിളാണ്, കുറച്ച് കാര്യങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ അടിപൊളിയാണ്, വളരെ ഇൻട്രസ്റ്റിംഗ് ആണ്. ഓക്കെ, ഗിഫ്റ്റ് കിട്ടി അല്ലെങ്കിൽ അസറ്റ് കിട്ടി ബൈ എ പേഴ്സൺ, ഒരാൾക്ക് കിട്ടി വിത്തൗട്ട് കൺസിഡറേഷൻ ഓർ ഇനാഡിക്വേറ്റ് കൺസിഡറേഷൻ. അപ്പോൾ ഈ വാക്കുകൾ നിങ്ങൾ ശ്രദ്ധിക്കണം. വിത്തൗട്ട് കൺസിഡറേഷൻ എന്ന് പറഞ്ഞാൽ ഫ്രീ ആയിട്ട് കിട്ടി. ഇനാഡിക്വേറ്റ് കൺസിഡറേഷൻ എന്ന് പറഞ്ഞാൽ ഒരു സിമ്പിൾ എക്സാമ്പിളാണ് 10 രൂപേൻ്റെ സാധനം യു ഗോട്ട് ഇറ്റ് ഫോർ 10 രൂപേനേക്കാളും താഴെ എമൗണ്ട് എന്ന് പറഞ്ഞാൽ 10 രൂപേൻ്റെ സാധനം 5 രൂപ കിട്ടിക്കഴിഞ്ഞാൽ വി ക്യാൻ സേ ദാറ്റ് അക്വയർഡ് ബൈ ഫോർ ഇനാഡിക്വേറ്റ് കൺസിഡറേഷൻ. അപ്പോൾ ഗിഫ്റ്റ് അസറ്റ് അക്വയർഡ് ബൈ എ പേഴ്സൺ വിത്തൗട്ട് ഓർ ഇനാഡിക്വേറ്റ് കൺസിഡറേഷൻ. അപ്പോൾ ഇനാഡിക്വേറ്റ് കൺസിഡറേഷന് വേണ്ടിയിട്ട് ഒരു സാധനം കിട്ടിക്കഴിഞ്ഞാലും വെറുതെ കിട്ടിക്കഴിഞ്ഞാലും അതുപോലെ തന്നെ മതിയായ വില അല്ലാതെ കിട്ടിക്കഴിഞ്ഞാലും അതൊക്കെ നമ്മൾ സെക്ഷൻ 56 to 10 നമ്മൾ എന്ത് ചെയ്യുക, കൺസിഡർ ചെയ്യുക. അപ്പോൾ ഈ കിട്ടിയ സാധനം, അപ്പോൾ ഗിഫ്റ്റോ അല്ലെങ്കിൽ കൺസിഡറേഷൻ അല്ലാതെ വെറുതെ കിട്ടിയതോ അല്ലെങ്കിൽ ഇനാഡിക്വേറ്റ് ആയിട്ട് മതിയാവാത്ത പൈസക്ക് വേണ്ടിയിട്ട് അല്ലെങ്കിൽ നമ്മൾ ചെറിയ പൈസക്ക് നമുക്ക് കിട്ടിയ സാധനമോ എന്താണ് വാട്ട് മീൻസ് അത് ഇഫ് ഇറ്റ് ഈസ് മൃദുല, അത് മൃദുല ITC ആണെങ്കിൽ അതെന്തല്ല, ടാക്സബിൾ അല്ല. ടാക്സബിൾ അല്ല എന്ന് പറഞ്ഞാൽ ആദ്യമേ നിങ്ങൾ ടാക്സ് കൊടുക്കണോ, അത് വേണ്ട. അപ്പോൾ യു മൈ ബി തിങ്കിങ്, സാർ എന്താ ഈ മൃദുല ITC? മൃദുല ITC ഈസ് ജസ്റ്റ് എ കോഡ്. അപ്പോൾ നമ്മൾ താഴെ പറയാൻ പോകുന്ന ഐറ്റംസിൻ്റെ ഒരു കോഡാണ് മൃദുല ITC. അപ്പോൾ മൃദുല ITC ഈ കോഡിൽ വരുന്ന സാധനങ്ങളാണ് നമുക്ക് ഗിഫ്റ്റ് ആയിട്ടോ അല്ലെങ്കിൽ ഇനാഡിക്വേറ്റ് കൺസിഡറേഷൻ ആയിട്ടോ നമുക്ക് കിട്ടിയതെങ്കിൽ അതിന് നമ്മൾ എന്ത് കൊടുക്കേണ്ട, ടാക്സ് കൊടുക്കേണ്ട. ദാറ്റ് ഈസ് നോട്ട് ടാക്സബിൾ അണ്ടർ IFOs. ഓക്കെ, ഫൈൻ.
അപ്പോൾ മൃദുല ITC ആ കോഡ് നമുക്ക് എന്തും M സ്റ്റാൻഡ്സ് ഫോർ മാരേജ്. അപ്പോൾ നമ്മൾ താഴെ പറയാൻ പോകുന്ന ഐറ്റംസ് ഒന്നും എന്തല്ല ടാക്സബിൾ അല്ല IFOസിൽ അല്ല, എവിടെയും ടാക്സബിൾ അല്ല. ഗിഫ്റ്റ് ഓൺ ദ ഒക്കേഷൻ ഓഫ് മാരേജ്, നമുക്ക് കിട്ടിയ പ്രോപ്പർട്ടി അല്ലെങ്കിൽ ഇനാഡ്യൂക്കേറ്റ് കൺസിഡറേഷനോ അല്ലെങ്കിൽ വെറുതെ കിട്ടിയ പ്രോപ്പർട്ടി. അപ്പോൾ നമ്മൾ എന്താണ് കിട്ടിയത് ചോദിച്ചാൽ ഗിഫ്റ്റ് എന്ന് പറഞ്ഞാൽ മതി കേട്ടോ. ഗിഫ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്, നമുക്ക് കൺസിഡറേഷൻ ഇല്ലാതെ വെറുതെയോ അല്ലെങ്കിൽ ഇനാഡ്യൂക്കേറ്റ് കൺസിഡറേഷനിലോ നമുക്ക് കിട്ടിയ എമൗണ്ടിന് അല്ലെങ്കിൽ നമുക്ക് കിട്ടിയ ആസറ്റിനെ പറയുന്ന പേരാണ് എന്ത്, വാട്ട് വി സേ, നമ്മൾ പറയുന്നതാണ് ഗിഫ്റ്റ്. അപ്പോൾ ഈ ഗിഫ്റ്റ് കിട്ടിയത് മാരേജിനാണ്. അപ്പോൾ കല്യാണത്തിനാണെങ്കിൽ ചിരിച്ച് കളിച്ച് എന്താ പറയുക ഗിഫ്റ്റ് മേടിച്ചോ, ഗിഫ്റ്റ് കിട്ടിയതിനൊന്നും എന്തില്ല, ടാക്സ് ഇല്ല. ഓക്കെ. അല്ലെങ്കിൽ ഗിഫ്റ്റ് കിട്ടിയത് നമുക്ക് എന്താണ്, റിലേറ്റീവിൻ്റെ കയ്യിൽ നിന്നാണ്. അപ്പോൾ ഗിഫ്റ്റ് കിട്ടിയത് റിലേറ്റീവിൻ്റെ കയ്യിൽ നിന്നാണ് പറയുമ്പോൾ ഹൂ ഈസ് റിലേറ്റീവ് നമുക്ക് പല സ്ഥലത്തും പല മീനിങ് ഉണ്ട്. ഇവിടെ നമുക്ക് ആരാ റിലേറ്റീവ് എന്നുള്ളത് നമ്മൾ വി ഷുഡ് അണ്ടർസ്റ്റാൻഡ്. റിലേറ്റീവ് എന്ന് പറഞ്ഞാൽ സ്പൗസ് ഓഫ് ദ ഇൻഡിവിജ്വൽ. അപ്പോൾ ആരാണ് ഇൻഡിവിജ്വൽ എങ്കിൽ, ഇപ്പോൾ നിങ്ങളാണെങ്കിൽ നിങ്ങളെ വൈഫ്, അല്ല നിങ്ങൾ ലേഡി ആണെങ്കിൽ നിങ്ങളെ ഹസ്ബൻഡ്, അല്ലെങ്കിൽ ബ്രദർ ഓർ സിസ്റ്റർ ഓഫ് ദ ഇൻഡിവിജ്വൽ. ബ്രദർ ഓർ സിസ്റ്റർ ഓഫ് ദ ഇൻഡിവിജ്വൽ എന്ന് പറഞ്ഞാൽ നിങ്ങളെ ഏട്ടൻ അല്ലെങ്കിൽ നിങ്ങളെ ചേച്ചി, അല്ലെങ്കിൽ ബ്രദർ ഓർ സിസ്റ്റർ ഓഫ് ദ സ്പൗസ് ഓഫ് ദ ഇൻഡിവിജ്വൽ. നിങ്ങളെ മാത്രമല്ല നിങ്ങളുടെ വൈഫിൻ്റെ അല്ലെങ്കിൽ നിങ്ങളുടെ ഹസ്ബൻഡിൻ്റെ ബ്രദർ ഓർ സിസ്റ്ററും നിങ്ങൾ എന്താണ് റിലേറ്റീവ് തന്നെയാണ്. പിന്നെ ബ്രദർ ഓർ സിസ്റ്റർ ഓഫ് എയ്തർ ഓഫ് പാരൻസ് ഓഫ് ഇൻഡിവിജ്വൽ, നമ്മളെ അച്ഛൻ്റെ അല്ലെങ്കിൽ അമ്മയുടെ ബ്രദർ ഓർ സിസ്റ്റർ, അച്ഛൻ്റെ അച്ഛൻ അല്ലെങ്കിൽ അച്ഛൻ്റെ ബ്രദർ അല്ലെങ്കിൽ അച്ഛൻ്റെ സിസ്റ്റേഴ്സ്, അമ്മേൻ്റെ ബ്രദർ അമ്മേൻ്റെ സിസ്റ്റേഴ്സ്. ദെൻ ഇവിടെ നമ്മൾ നേരത്തെ ഇവിടെ ബ്രദർ ഓർ സിസ്റ്റർ ഇൻഡിവിജ്വലിനെ പറഞ്ഞു, പിന്നെ ബ്രദർ ഓർ സിസ്റ്റർ സ്പൗസിൻ്റെ പറഞ്ഞു, പിന്നെ നമ്മൾ ആരത് പറഞ്ഞു, ബ്രദർ ഓർ സിസ്റ്റർ അച്ഛൻ്റെ അമ്മേനെയും പറഞ്ഞു, പിന്നെ ബ്രദർ ഓർ സിസ്റ്റർ നമ്മുടെ ആരത് പറയുന്നില്ല, നമ്മുടെ വാട്ട് വി സേ വൈഫിൻ്റെ അച്ഛൻ്റെ ബ്രദർ ഓർ സിസ്റ്റർ നമ്മൾ പറയുന്നില്ല കേട്ടോ. വൈഫിൻ്റെ അച്ഛൻ്റെ അമ്മേൻ്റെ ബ്രദർ ഓർ സിസ്റ്റർ നമ്മൾ പറയുന്നില്ല. പിന്നെ ഇനി ലീനിയൽ അസെൻഡൻറ്റ് ഓർ ഡിസെൻഡൻറ്റ് ഓഫ് ദി ഇൻഡിവിജ്വൽ എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല. ലീനിയൽ അസെൻഡൻറ്റ് ഡിസെൻഡൻറ്റ് പറഞ്ഞാൽ മുൻഗാമി പിൻഗാമി എന്ന് പറഞ്ഞാൽ ഞാൻ എൻ്റെ കുട്ടി എൻ്റെ കുട്ടീൻ്റെ കുട്ടി അല്ലെങ്കിൽ എൻ്റെ അച്ഛൻ എൻ്റെ അച്ഛൻ അങ്ങനെ പറയില്ലേ, അതിനാണ് ലീനിയൽ അസെൻഡൻറ്റ് ഓഫ് ഡിസെൻഡൻറ്റ് ഓഫ് ദി ഇൻഡിവിജ്വൽ. ഇനി വൈഫിൻ്റെ ലീനിയൽ അസെൻഡൻറ്റ് ഓഫ് ഡിസെൻഡൻറ്റ് ഓഫ് ദി ഇൻഡിവിജ്വലും എന്തിനാണ്, റിലേറ്റീവ് തന്നെയാണ്. ഇനി നമ്മൾ ഈ മേലെ പറഞ്ഞ ആൾക്കാരില്ലേ അവരുടെ ഒക്കെ സ്പൗസ്, സേ ഫോർ എക്സാമ്പിൾ നിങ്ങളെ ബ്രദർ നിങ്ങളെ ഇൻഡിവിജ്വലാണ്, നിങ്ങളെ ബ്രദറിൻ്റെ വൈഫ് ഉണ്ടല്ലോ, ബ്രദറിൻ്റെ വൈഫാണ് ബ്രദറിൻ്റെ സ്പൗസ് നിങ്ങൾ ആര് തന്നെയാണ്, നിങ്ങളുടെ റിലേറ്റീവ് തന്നെയാണ്. അപ്പോൾ ഇതാണ് ഇൻഡിവിജ്വലിൻ്റെ റിലേറ്റീവ്. ദീസ് ആർ ദ റിലേറ്റീവ്സ് ഓഫ് ആൻ ഇൻഡിവിജ്വൽ. അസസി ഇൻഡിവിജ്വൽ ആണെങ്കിൽ അവൻ്റെ റിലേറ്റീവ്സ് ആണ് ഇവരെല്ലാവരും, ഈ 6 കാറ്റഗറിയിൽ നമ്മൾ പറഞ്ഞ ആൾക്കാർ. ഇനി അസസി ആരാണ്, HUF ആണെങ്കിൽ ആ HUFിലെ എല്ലാ മെമ്പേഴ്സും HUFിൻ്റെ ആരാണ്, റിലേറ്റീവാണ്. അപ്പോൾ നമ്മളിപ്പോൾ പറയാൻ പോണത് മൃദുലേൻ്റെ കേസാണ്. മൃദുല എന്ന് പറഞ്ഞാൽ ഗിഫ്റ്റ് ടാക്സ് ചെയ്യാത്ത കേസ്. അപ്പോൾ മാരേജിൻ്റെ കേസിലാണെങ്കിലും റിലേറ്റീവിൻ്റെ കേസിലാണെങ്കിൽ ഗിഫ്റ്റ് ടാക്സ് ചെയ്യില്ല. പിന്നെ ഇൻഹെറിറ്റൻസ് ആയിട്ട് കിട്ടി, ഡെത്ത് ആയിട്ട് കിട്ടി, അല്ലെങ്കിൽ നമ്മുടെ മരണാനന്തരം അല്ലെങ്കിൽ മരണത്തിന് ശേഷം അച്ഛൻ്റെ മരണത്തിന് ശേഷം മക്കൾക്ക് അനന്തരം കിട്ടും, അല്ലെങ്കിൽ മരണത്തിന് അല്ലാതെ എന്താ പറയുക നമ്മൾ വിൽപ്പത്രം വഴി നമുക്ക് അസറ്റ് കിട്ടും, അതൊക്കെയാണ് കേസ്. പിന്നെ ട്രസ്റ്റിൻ്റെ കയ്യിൽ നിന്നാണ് നമുക്ക് കിട്ടിയത്, അല്ലെങ്കിൽ ഹോസ്പിറ്റലിൻ്റെ കയ്യിൽ, അല്ലെങ്കിൽ യൂണിവേഴ്സിറ്റിൻ്റെ കയ്യിൽ, അല്ലെങ്കിൽ ലോക്കൽ അതോറിറ്റിൻ്റെ കയ്യിൽ, അല്ലെങ്കിൽ വേറെ വല്ല ട്രസ്റ്റുമായി ബന്ധപ്പെട്ട ഒരു ഇൻഡിവിജ്വലിൻ്റെ കേസിൽ, അല്ലെങ്കിൽ വേറെ സ്ഥാപനത്തിൻ്റെ കേസിൽ, അല്ലെങ്കിൽ സെക്ഷൻ 47 പറയുന്നുണ്ട് കുറച്ച് കാര്യങ്ങൾ, കുറച്ച് ട്രാൻസ്ഫേഴ്സ് സെക്ഷൻ 1, 4, 5, 6, അതുപോലെ തന്നെ 6B, 6D, 7 ഈ ട്രാൻസ്ഫേഴ്സ് ഇപ്പോൾ നമ്മൾ ഈ പറയുന്ന ഈ ട്രാൻസ്ഫേഴ്സുമായിട്ട് അല്ലെങ്കിൽ ഈ 11 കേസിലാണ് നമുക്ക് ഗിഫ്റ്റ് കിട്ടിയെങ്കിൽ, ഈ മൃദുല ITC എന്നുള്ള ഇതിൻ്റെ ഒരു കോഡാണ്. അപ്പോൾ ഇതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് മാരേജ്, റിലേറ്റീവ്, ഇൻഹെറിറ്റൻസ്, ഡെത്ത്, ഈ സാധനം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ നമുക്ക് ഇങ്ങനെ ഇതുമായി ബന്ധപ്പെട്ട് നമുക്ക് പ്രോപ്പർട്ടി വെറുതെ കിട്ടുകയോ അല്ലെങ്കിൽ ഇന്നാഡ്യൂക്കേറ്റ് കൺസിഡറേഷൻ ആയിട്ട് കിട്ടിക്കഴിഞ്ഞാൽ ദാറ്റ് ഈസ് നോട്ട് ടാക്സബിൾ അണ്ടർ സെക്ഷൻ 56(2)(10). ഇനി ഇതല്ലാതെ നമുക്ക് എന്ത് കിട്ടി, ഗിഫ്റ്റ് കിട്ടി, അല്ലെ ഫോർ ആഡ്യൂക്കേറ്റ് കൺസിഡറേഷൻ അല്ലെങ്കിൽ ഇന്നാഡ്യൂക്കേറ്റ് കൺസിഡറേഷനായിട്ട് കിട്ടിയത് മണി, പൈസയാണെങ്കിൽ കിട്ടിയത് എന്തൊക്കെ 3 കാര്യങ്ങളായി നമുക്ക് കിട്ടുക. നമുക്ക് 3 കാര്യങ്ങളാണ് ആവാം ഗിഫ്റ്റ് കിട്ടുന്നത് അല്ലെങ്കിൽ ഇനാഡ്യൂക്കേറ്റ് കൺസിഡറേഷനായിട്ട് കിട്ടുന്നത്. ഒന്നല്ലെങ്കിൽ മണി പറഞ്ഞാൽ ക്യാഷ്, അതർ വൺ മൂവബിൾ പ്രോപ്പർട്ടി എന്ന് പറഞ്ഞാൽ വാട്ട് വി സേ മൂവബിൾ പ്രോപ്പർട്ടി എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞില്ലേ, കാറ്, ബിൽഡിങ്, അതുപോലെ തന്നെ അങ്ങനെ സാധനങ്ങളൊക്കെ പറഞ്ഞില്ലേ. ദെൻ ഇമ്മൂവബിൾ പ്രോപ്പർട്ടി പറഞ്ഞാൽ ലാൻഡ്, ബിൽഡിങ് മൂവബിൾ അല്ല, കാറ്, അതുപോലെ തന്നെ ബാക്കി ജ്വല്ലറി, ബുള്ളിയൻ, അങ്ങനത്തെ സാധനങ്ങളൊക്കെ. ഇമ്മൂവബിൾ പ്രോപ്പർട്ടി എന്തല്ല, വാട്ട് വി സേ നമ്മുടെ ഇതല്ല, വാട്ട് വി സേ ഇമ്മൂവബിൾ പ്രോപ്പർട്ടി പറഞ്ഞാൽ ലാൻഡ്, ബിൽഡിങ്, അങ്ങനത്തെ ഐറ്റംസൊക്കെ. അപ്പോൾ ഈ 3 ഐറ്റത്തിലാവാം, അല്ലെങ്കിൽ മൃദുലല്ല വരുന്നെങ്കിൽ ബാക്കി കിട്ടുന്ന ഗിഫ്റ്റൊക്കെ എയ്തർ ഓഫ് ദീസ് 3 ആവാം. അപ്പോൾ ആ 3 ആവുന്ന സമയത്ത് നമ്മൾ എങ്ങനെയാണ് അതിലെങ്ങനെയാണ് നമ്മൾ ടാക്സ് ചെയ്യുക, അതെന്താണ് ആ കേസുകൾ എന്നിലൊക്കെയാണ് നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നത്, ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഇനി കിട്ടിയ ഗിഫ്റ്റ് മണി ആണെങ്കിൽ, ക്യാഷ് പിന്നെ വിത്തൗട്ട് കൺസെഷൻ ആണല്ലോ കിട്ടുക. നമ്മൾ അങ്ങോട്ട് പൈസ കൊടുത്തിട്ട് അങ്ങോട്ട് പൈസ വാങ്ങാതെ എന്താ ചില്ലറ മാറ്റില്ലല്ലോ. ഓക്കെ, ഒരാൾക്ക് കിട്ടിയ ക്യാഷ്, വെറുതെ കിട്ടിയ ക്യാഷ്, ഒരു വർഷം കിട്ടിയ ക്യാഷ് 50,000-ൽ കൂടുതലാണെങ്കിൽ, 50,000 വരെ ആണെങ്കിൽ അതിനെന്തില്ല, അത് ടാക്സബിൾ അല്ല. 50,000-ത്തേക്കാളും കൂടുതലാണെങ്കിൽ, ഇറ്റ് ഈസ് മോർ ദാൻ 50,000, ആ ഫുൾ എമൗണ്ട് നമ്മൾ എന്ത് ചെയ്യും, ടാക്സ് ചെയ്യും. അപ്പോൾ ഇത് എക്സംഷൻ പോലല്ല, ദിസ് ഈസ് അബൌട്ട് ലിമിറ്റുകളാണ് കേട്ടോ. അപ്പോൾ ഒരാൾക്ക് കിട്ടിയ ക്യാഷ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
അത് 50,000-ൽ കൂടുതലാണെങ്കിൽ അത് നമ്മൾ എന്ത് ചെയ്യും? 50,000-ൽ കൂടുതലാണെങ്കിൽ അത് ഫുൾ എമൗണ്ട് നമ്മൾക്ക് എന്താണ് ടാക്സബിൾ ആണ്. അതല്ല 50,000 വരെ ഉള്ളൂ ഒരാൾക്ക് കിട്ടിയ ടോട്ടൽ മണി എങ്കിൽ അതെന്താണ് എക്സെപ്റ്റ് ആണ്, അല്ലെങ്കിൽ അതിന് ടാക്സ് ഇല്ല. എക്സെപ്റ്റ് എന്നല്ല, ടാക്സ് ഇല്ല കേട്ടോ. ഇനി കിട്ടിയത് മൂവബിൾ പ്രോപ്പർട്ടി ആണെങ്കിൽ, മൂവബിൾ പ്രോപ്പർട്ടിൻ്റെ കാര്യത്തിൽ നിങ്ങൾ ശ്രദ്ധിക്കണം വെച്ചാൽ എല്ലാ മൂവബിൾ പ്രോപ്പർട്ടി കിട്ടിക്കഴിഞ്ഞാലും അത് ടാക്സബിൾ അല്ല. ഇൻകം ടാക്സ് പറയുന്നുണ്ട് ഏതൊക്കെ മൂവബിൾ പ്രോപ്പർട്ടി കിട്ടിക്കഴിഞ്ഞാലേ ടാക്സ് ഉള്ളൂ. ഫോർ എക്സാമ്പിൾ നിങ്ങൾക്ക് ഗിഫ്റ്റ് കിട്ടി, വാച്ചാണ് ഗിഫ്റ്റ് കിട്ടിയത്. അപ്പോൾ ഈ വാച്ച് മൂവബിൾ പ്രോപ്പർട്ടി ആണല്ലോ. അപ്പോൾ നോർമലി നമ്മൾ ചിന്തിക്കുന്നതിന് ടാക്സ് വരും എന്ന്, പക്ഷേ അതിന് ടാക്സ് വരില്ല. കാരണം എന്താ വെച്ചാൽ മൂവബിൾ പ്രോപ്പർട്ടി എന്തൊക്കെ മൂവബിൾ പ്രോപ്പർട്ടി കിട്ടിയാലാണ് സെക്ഷൻ 56(2)10 ഗിഫ്റ്റായിട്ട് ടാക്സ് ചെയ്യാന്നുള്ളത് ഇൻകം ടാക്സിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മൾ മൃദുല ITCക്ക് ശേഷം രണ്ടാമതായിട്ട് നമ്മൾ അവതരിപ്പിക്കുന്ന കോഡാണ് SSJDP SHABAB. അപ്പോൾ ഈ താഴെ പറയാൻ പോകുന്ന ഈ റെഡ് കളേർഡ് ആയിട്ടുള്ള ഐറ്റംസ് മാത്രമേ മൂവബിൾ പ്രോപ്പർട്ടി ആയിട്ട് കിട്ടിക്കഴിഞ്ഞാൽ അതിന് നമുക്ക് എന്തുള്ളൂ ടാക്സ്, അത് മൂവബിൾ പ്രോപ്പർട്ടി ആയിട്ട് നമ്മൾ ഗിഫ്റ്റായിട്ട് നമ്മൾ ടാക്സ് ചെയ്യുള്ളൂ. അത് ഏതൊക്കെയെന്നില്ലേ, ഹാവ് എ ലുക്ക്. അപ്പോൾ മൂവബിൾ പ്രോപ്പർട്ടിയിൽ ഏതൊക്കെ മൂവബിൾ പ്രോപ്പർട്ടി ചോദിച്ചു കഴിഞ്ഞാൽ SSJDP SHABAB മാത്രമേ നമ്മൾ മൂവബിൾ പ്രോപ്പർട്ടി ആയിട്ട് ടാക്സ് ചെയ്യുള്ളൂ. അപ്പോൾ ഏതാണ് SSJDP SHABAB എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഷെയർസ്, സെക്യൂരിറ്റീസ്, ഡ്രോയിങ്സ്, പെയിൻറ്റിങ്സ്, ആർക്കിയോളജിക്കൽ കളക്ഷൻസ്, സ്കൾപ്ചേഴ്സ്, എനി അതർ വർക്ക് ഓഫ് ആർട്ട്, ബുള്ളിയൻ. അപ്പോൾ ഈ മൂവബിൾ പ്രോപ്പർട്ടി ഗിഫ്റ്റായിട്ട് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എന്തുള്ളൂ, ഗിഫ്റ്റായിട്ട് കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യുള്ളൂ, ടാക്സ് മൂവബിൾ പ്രോപ്പർട്ടി ആയിട്ട് നമ്മൾ ഇൻകം ഫ്രം അതർ സോഴ്സിൽ നമ്മൾ ടാക്സ് ചെയ്യുള്ളൂ. അതല്ലാതെ വേറെ നമുക്ക് വാച്ച് കിട്ടിയാലോ, പേൻ കിട്ടിയാലോ, പ്രിൻ്റർ കിട്ടിയാലോ, ലാപ്ടോപ്പ് കിട്ടിയാലോ ഈ ഗിഫ്റ്റൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യില്ല, IFOS ആയിട്ട് നമ്മൾ ടാക്സ് ചെയ്യില്ല. കാരണം മൂവബിൾ പ്രോപ്പർട്ടി ആയിട്ട് ഏതൊക്കെ ഐറ്റംസാണ് 56(2)10 നമ്മൾ കവർ ചെയ്യുക എന്നുള്ളത് ക്ലിയർ ആയിട്ട് നമ്മുടെ ലോല് പറയുന്നുണ്ട്. ആ ലോല് പറയുന്ന ഐറ്റംസ് ഷെയർസ്, സെക്യൂരിറ്റീസ്, ഡ്രോയിങ്സ്, പെയിൻറ്റിങ്സ്, ആർക്കിയോളജിക്കൽ കളക്ഷൻ, സ്കൾപ്ചേഴ്സ്, എനി അതർ വർക്ക് ഓഫ് ആർട്ട്, ബുള്ളിയൻ. ഇനി മൂവബിൾ പ്രോപ്പർട്ടി കിട്ടുമ്പോൾ നമ്മൾ മൂവബിൾ പ്രോപ്പർട്ടിൻ്റെ കേസിൽ നമ്മൾ 2 ക്ലാസിഫിക്കേഷൻ നടത്തുന്നുണ്ട്. ക്യാഷിൻ്റെ പോലെയല്ല. മൂവബിൾ പ്രോപ്പർട്ടി നമുക്ക് കിട്ടിയത് വിത്തൗട്ട് കൺസിഡറേഷൻ ആവാം. ഒരാൾക്ക് കിട്ടിയ നമ്മൾ മേലെ പറഞ്ഞ SSJDP SHABAB മൂവബിൾ പ്രോപ്പർട്ടീസ് അതിൻ്റെ ടോട്ടൽ ഫെയർ മാർക്കറ്റ് വാല്യൂ കിട്ടിയത് എങ്ങനെയാണെന്ന് വെച്ചാൽ വിത്തൗട്ട് കൺസിഡറേഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ അങ്ങോട്ടൊന്നും കൊടുക്കാതെ നമുക്ക് കിട്ടിയ മൂവബിൾ പ്രോപ്പർട്ടിൻ്റെ ടോട്ടൽ ഫെയർ മാർക്കറ്റ് വാല്യൂ എന്ന് പറഞ്ഞത് 50,000-നേക്കാളും കൂടുതലാണെങ്കിൽ ആ എൻ്റയർ ഫെയർ മാർക്കറ്റ് വാല്യൂ എന്താണ്, ടാക്സിബിൾ ആണ്. അപ്പോൾ മൂവബിൾ പ്രോപ്പർട്ടിയിൽ വിത്തൗട്ട് കൺസിഡറേഷനിൽ ഒരാൾക്ക് എത്ര വരെ കിട്ടാം, ഗിഫ്റ്റ് 50,000 വരെ ഗിഫ്റ്റ് കിട്ടാം. ഇനി മൂവബിൾ പ്രോപ്പർട്ടിൻ്റെ കേസിൽ തന്നെ നമുക്ക് കിട്ടിയത് ഇന്നാഡിക്വേറ്റ് കൺസിഡറേഷൻ്റെ കേസിലാണെങ്കിൽ, ഇന്നാഡിക്വേറ്റിൻ്റെ കൺസിഡറേഷൻ്റെ കേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പൈസ കൊടുത്തു, പക്ഷേ കൊടുത്തത് അതിൻ്റെ ഫെയർ മാർക്കറ്റ് വാല്യൂവിൻ്റെ അത്ര അല്ല. അങ്ങനെയെങ്കിൽ ആ ഡിഫറൻസ് പറഞ്ഞാൽ ഫോർ എക്സാമ്പിൾ പറഞ്ഞാൽ നമുക്ക് കിട്ടിയത് ഒരു ഡ്രോയിങ് ആണ്. ആ ഡ്രോയിങ്ങിൻ്റെ ശരിക്കും പൈസ 2 lakh ആണ്, നമ്മൾ കൊടുത്ത 50,000 ആണ്. അപ്പോൾ നമ്മൾ ആ ഗിഫ്റ്റ് എലമെൻറ്റ് എന്ന് പറഞ്ഞാൽ ആ ഫെയർ മാർക്കറ്റ് വാല്യൂ ആയ 2 lakh മൈനസ് നമ്മൾ കൊടുത്ത കൺസിഡറേഷൻ, അതാണ് ആ ഗിഫ്റ്റ് എലമെൻറ്റ്. അപ്പോൾ ആ ഗിഫ്റ്റ് എലമെൻറ്റ് 1,50,000 ആണ്. അത് 50,000-നേക്കാളും കൂടുതൽ കൂടുന്നില്ലേ, കൂടുന്നുണ്ട്. അങ്ങനെയെങ്കിൽ നമ്മൾ നമ്മൾ ആ ഡിഫറൻസ് ഉണ്ടല്ലോ, ഡിഫറൻസ് ഫുള്ള് 1,50,000 ഫുള്ള്, അല്ലാതെ 1,50,000-ന്ന് 50,000 കുറച്ചിട്ടില്ല. കാരണം 50,000 ലിമിറ്റാണ്, അല്ലാതെ എക്സംഷൻ അല്ല. ആ 1,50,000 നമ്മൾ എന്ത് ചെയ്യും, ടാക്സ് ചെയ്യും. എന്തായിട്ട്, ഗിഫ്റ്റായിട്ട്. അപ്പോൾ ക്യാഷിൻ്റെ കേസിൽ നമുക്ക് 50,000 ഉണ്ടായിരുന്നു. പക്ഷേ മൂവബിൾ പ്രോപ്പർട്ടിൻ്റെ കേസിൽ നമുക്ക് 2 50,000 ഉണ്ട്. എവിടെ വിത്തൗട്ട് കൺസിഡറേഷൻ 50,000 ഉണ്ട്, ഇന്നാഡിക്വേറ്റ് കൺസിഡറേഷൻ്റെ കേസിൽ നമുക്ക് എന്തുണ്ട്, 50,000 ഉണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്യുന്നത് ഈ ഗിഫ്റ്റാണ്. ഗിഫ്റ്റ് മൃദുലേ കിട്ടിയതെങ്കിൽ ടാക്സിബിൾ അല്ല. പിന്നെ ക്യാഷ് ആണെങ്കിൽ 50,000 വരെ ഒരാൾക്ക് ടോട്ടലി ഒരു വ്യക്തിൻ്റെ കയ്യിൽ നിന്ന് ഒരു ദിവസം 50,000 അങ്ങനെയല്ല കേട്ടോ. ഒരാൾക്ക് ടോട്ടൽ എല്ലാ വ്യക്തികളുടെ കയ്യിലൊന്നും കൂടെ കൂടിയിട്ടാണ് 50,000 നമ്മൾ പറയുന്നത് എല്ലാ കേസിലും കേട്ടോ. അപ്പോൾ ക്യാഷ് 50,000 വരെ കിട്ടിക്കഴിഞ്ഞാൽ ടാക്സ് ഇല്ല. അതുപോലെ തന്നെ മൂവബിൾ പ്രോപ്പർട്ടി ആണെങ്കിൽ വിത്തൗട്ട് കൺസിഡറേഷൻ 50,000 വരെയാണെങ്കിലും ടാക്സ് ഇല്ല. ഇനാഡിക്വേറ്റ് കൺസിഡറേഷൻ 50,000 വരെയാണെങ്കിലും എന്തില്ല, ടാക്സ് ഇല്ല. ലാസ്റ്റ് കാറ്റഗറി ഇമ്മൂവബിൾ പ്രോപ്പർട്ടി. ഇമ്മൂവബിൾ പ്രോപ്പർട്ടി പറഞ്ഞാൽ നമുക്കറിയാം എന്തൊക്കെയാണ്, ലാൻഡ് ആവാം, അല്ലെങ്കിൽ ബിൽഡിംഗ് ആവാം, അല്ലെങ്കിൽ രണ്ടും കൂടെ ആവാം. അത് നമുക്ക് 2 രീതിയിൽ റിസീവ് ചെയ്യാം. ഒന്ന് തിരിച്ചൊന്നും കൊടുക്കാതെ ഫ്രീ ആയിട്ട് കിട്ടുക പറഞ്ഞാൽ വിത്തൗട്ട് കൺസിഡറേഷൻ. അതല്ല നമുക്ക് വിത്ത് കൺസിഡറേഷനായിട്ടും നമുക്ക് എന്ത് ചെയ്യാം, കിട്ടുക, അല്ലെങ്കിൽ ഇനാഡിക്വേറ്റ് കൺസിഡറേഷനും കിട്ടുക. അപ്പോൾ വിത്തൗട്ട് കൺസിഡറേഷൻ നമ്മൾ അങ്ങോട്ട് തിരിച്ചൊന്നും കൊടുക്കാതെ നമുക്ക് ഗിഫ്റ്റ് കിട്ടിക്കഴിഞ്ഞാൽ അതിൻ്റെ വാല്യൂ 50,000-ൽ കൂടുതലാണെങ്കിൽ ആ ഫുൾ എമൗണ്ട് എന്താണ്, ടാക്സിബിൾ ആണ്. അതല്ല 50,000 വരെ ആണെങ്കിൽ അതിനെന്തില്ല, ടാക്സ് ഇല്ല. ഇനി നമ്മൾ കിട്ടിയ പ്രോപ്പർട്ടിക്ക് നമ്മൾ എന്ത് കൊടുത്തു, എമൗണ്ട് കൊടുത്തു. ഫോർ എക്സാമ്പിൾ നമ്മളെ ഫെയർ സ്റ്റാമ്പ് ഡ്യൂട്ടി വാല്യൂ. അപ്പോൾ ഇമ്മൂവബിൾ പ്രോപ്പർട്ടി എന്ന് പറഞ്ഞാൽ നമുക്കറിയാം സ്റ്റാമ്പ് ഡ്യൂട്ടി വാല്യൂ ആണ് ഇമ്പോർട്ടൻറ്റ്. ഇവിടെ ഇഫ് ദ അഗ്രിഗേറ്റ് എമൗണ്ട് ഓഫ് SDV ഈസ് മോർ ദാൻ 50,000 then SDV വിൽ ബി ടാക്സിബിൾ. അപ്പോൾ ഇവിടെ നമ്മൾ ഇമ്മൂവബിൾ പ്രോപ്പർട്ടിൻ്റെ കേസിൽ SDV ആണ് വരിക, അല്ലാതെ നമ്മുടെ മൂവബിൾ പ്രോപ്പർട്ടിൻ്റെ കേസിലെ പോലെ ആരല്ല വരിക, ഫെയർ മാർക്കറ്റ് വാല്യൂ അല്ലേ വരിക. കാരണം ഞാൻ പറഞ്ഞിട്ടുണ്ട് ക്യാപിറ്റൽ ഗെയിൻ ചാപ്റ്ററിൽ എല്ലാ പ്രോപ്പർട്ടിക്കും നിർബന്ധമായിട്ട് എന്തുണ്ടാവും, SDV ഉണ്ടാവും. ഓക്കെ. അപ്പോൾ ഇമ്മൂവബിൾ പ്രോപ്പർട്ടി ലാൻഡോ ബിൽഡിങ്ങോ അല്ലെങ്കിൽ ബോത്ത് ആണെങ്കിൽ
വിത്തൗട്ട് കൺസിഡറേഷൻ ഇഫ് അഗ്രിഗേറ്റ് വാല്യൂ SDV മോർ ദാൻ 50,000 ആണെങ്കിൽ ഫുള്ളി ടാക്സിബിൾ ആണ്. ഇനി അടിക്കൊരു കൺസിഡറേഷൻ ആണെങ്കിൽ നമ്മൾ നോക്കേണ്ടത് എന്താ വെച്ചാൽ നമ്മൾ നോക്കേണ്ടത് ഡിഫറൻസ് ബിറ്റ്വീൻ SDV ആൻഡ് കൺസിഡറേഷൻ. ഫോർ എക്സാമ്പിൾ പ്രോപ്പർട്ടിൻ്റെ SDV 2 lakh ആണ്, കൺസിഡറേഷൻ 1 lakh ആണ്. അപ്പോൾ നമ്മൾ SDVയും അതുപോലെ തന്നെ കൺസിഡറേഷനും നമ്മൾ എന്ത് ചെയ്യാൻ നോക്കുക. SDVയും കൺസിഡറേഷനും SDV 2 lakh, കൺസിഡറേഷൻ 1 lakh. അപ്പോൾ അത് തമ്മിൽ ഡിഫറൻസ് 1 lakh ആണല്ലോ. ഇഫ് ദ ഡിഫറൻസ് ഈസ് മോർ ദാൻ ഹയർ ഓഫ്, ഈ ഡിഫറൻസ് ആയ 1 lakh 50,000 അല്ലെങ്കിൽ 5% ഓഫ് കൺസിഡറേഷൻ. 5% ഓഫ് കൺസിഡറേഷൻ എന്ന് പറഞ്ഞാൽ 1 lakhൻ്റെ 5% എന്ന് പറഞ്ഞാൽ 5,000. അപ്പോൾ 50,000 ആണോ 5,000 ആണോ അതിലേതാണോ വലുത് അതിനേക്കാളും കൂടുതലാണ് നോക്കുക. അപ്പോൾ എൻ്റെ ഡിഫറൻസ് എൻ്റെ SDV 2 lakh, കൺസിഡറേഷൻ 1 lakh, ഡിഫറൻസ് 1 lakh. അപ്പോൾ എൻ്റെ ഈ 1 lakh ഡിഫറൻസ് 50,000-നേക്കാളും കൂടുതലോ അല്ലെങ്കിൽ 5% ഓഫ് കൺസിഡറേഷനോ ഇതിലേതാണോ കൂടുതൽ. കൺസിഡറേഷൻ 5% വെറും 5,000 വരുന്നുള്ളൂ. അപ്പോൾ 50,000-നേക്കാളും കൂടുതലാണ്. അപ്പോൾ നമ്മൾ ആ ഡിഫറൻസ് എന്തായിട്ട് നമ്മൾ ടാക്സ് ചെയ്യും, നമ്മൾ ഗിഫ്റ്റായിട്ട് ടാക്സ് ചെയ്യും. സോ ദാറ്റ്സ് അബൌട്ട് ടാക്സേഷൻ ഓഫ് ഗിഫ്റ്റ് ടാക്സ് ചെയ്യുമ്പോൾ ഒരു ഓവറോൾ പിക്ചർ ഈസിയാണ്. മൃദുലമായിട്ട് ഈസിയാണ് ഗിഫ്റ്റ് എങ്കിൽ അതെന്തല്ല ടാക്സിബിൾ അല്ല. ഗിഫ്റ്റ് എന്ന് പറയുമ്പോൾ വെറുതെ കിട്ടിയത് മാത്രമല്ല, ഇന്നാടിക്ക് ഒരു കൺസിഡറേഷൻ ആയിട്ട് കിട്ടിയത് എന്ത് തന്നെയാണ്, ഗിഫ്റ്റ് തന്നെയാണ്. പിന്നെ അതുപോലെ തന്നെ മണി നമ്മൾ ക്യാഷ് ഗിഫ്റ്റ് ആകുമ്പോൾ 50,000 വരെ നമുക്ക് എക്സംഷൻ ഉണ്ട്. മൂവബിൾ പ്രോപ്പർട്ടി ആകുമ്പോൾ നമുക്ക് എക്സംഷൻ ഉണ്ട്. അതുപോലെ തന്നെ ഇമ്മൂവബിൾ പ്രോപ്പർട്ടി ആകുമ്പോൾ നമുക്ക് എന്തുണ്ട്, നമുക്ക് നമ്മൾ 50,000 വരെ എക്സംഷൻ ഉണ്ട്. അപ്പോൾ ടോട്ടലി മൂവബിൾ പ്രോപ്പർട്ടിക്ക് ഒരു 1 lakh വരെ നമുക്ക് 2 കാറ്റഗറിയിലും എക്സംഷൻ ഉണ്ട്. അതുപോലെ തന്നെ ലിമിറ്റ് ഉണ്ട്. ഇമ്മൂവബിൾ പ്രോപ്പർട്ടിക്കും 2 കാറ്റഗറി ആയിട്ട് നമുക്ക് എന്തുണ്ട്, 50,000 വരെ നമുക്ക് ലിമിറ്റ് ഉണ്ട്. ഫൈൻ. Then another thing to be noted is that in case of immovable property നമ്മൾ അഗ്രിമെൻറ്റ് ഡേറ്റും രജിസ്ട്രേഷൻ ഡേറ്റും SDV രണ്ടും ഡിഫറൻ്റ് ആണെങ്കിൽ നമ്മൾ IFO നമ്മുടെ ക്യാപിറ്റൽ ഗെയിൻ്റെ കേസിൽ പറഞ്ഞ പോലെ തന്നെ പ്രിസ്ക്രൈബ്ഡ് മോഡിൽ നമ്മുടെ അഗ്രിമെൻറ്റ് ഡേറ്റിൻ്റെ അന്ന് വല്ല പേയ്മെൻറ്റും നമ്മുടെ ബയർ സെലർക്ക് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, സ്റ്റാമ്പ് ഡ്യൂട്ടി വാല്യൂ ഓൺ ദ ഡേറ്റ് ഓഫ് അഗ്രിമെൻറ്റ് എടുക്കാൻ പറ്റും. അതർവൈസ് ദ സ്റ്റാമ്പ് ഡ്യൂട്ടി വാല്യൂ ഓൺ ദ ഡേറ്റ് ഓഫ് registration has to be taken for computing gift under section 56(2)(10) in case of immovable പ്രോപ്പർട്ടി. ഇനി അതുപോലെ തന്നെ അപ്പോൾ ഇതിലുള്ള ഗിഫ്റ്റ്. പിന്നെ അതുപോലെ തന്നെ കോമ്പൻസേഷൻ ഓർ എനി അതർ പേയ്മെൻറ്റ് റിസീവ്ഡ് ഇൻ കണക്ഷൻ വിത്ത് ടെർമിനേഷൻ ഓഫ് എംപ്ലോയ്മെൻറ്റ്. നമ്മുടെ എംപ്ലോയ്മെൻറ്റ് ടെർമിനേറ്റ് ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് നമുക്ക് വല്ല കോമ്പൻസേഷൻ കിട്ടി കഴിഞ്ഞാലും അതും നമ്മൾ IFOസിലും ടാക്സ് ചെയ്യുക. IFOസിൽ ടാക്സ് ചെയ്യുന്ന അടുത്ത ഇൻകങ്ങൾ വരാൻ തുടങ്ങി കേട്ടോ. ദെൻ കീമൻ ഇൻഷുറൻസ് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പറഞ്ഞു ഓൾറെഡി PGBPയിലും സാലറിയിലൊക്കെ പറഞ്ഞതാണ്. അത് PGBPയിലും സാലറിയിലും ടാക്സ് ചെയ്തിട്ടില്ലെങ്കിൽ പിന്നീട് നമ്മൾ ടാക്സ് ചെയ്യുക എവിടെയാണ്, നമ്മളിവിടെ IFOസിലാണ്. അതുപോലെ തന്നെ ഇൻട്രസ്റ്റ് ഇൻകം, പ്രധാനമായിട്ടും IFOസിൽ ടാക്സ് ചെയ്യുന്ന ഒരു ഇൻകമാണ് ഇൻട്രസ്റ്റ് ഇൻകം. നെക്സ്റ്റ് വൺ ബോണ്ട് വാഷിംഗ് ട്രാൻസാക്ഷൻ അല്ലെങ്കിൽ ഡിവിഡൻഡ് സ്ട്രിപ്പിംഗ് എന്ന് പറയും സെക്ഷൻ 94. ഇത് കണ്ടാൽ നമുക്ക് ഭയങ്കര കോംപ്ലക്സ് ആയി തോന്നും. അത്ര വലിയ പ്രശ്നമുള്ള കേസൊന്നുമല്ല. നമുക്ക് പ്രോബ്ലം ഒന്നുമില്ല ഇതിൽ. പ്രോബ്ലം ഉണ്ടെങ്കിൽ ഒന്നുകൂടെ അടിപൊളിയായി നമുക്ക് ഡിസ്കസ് ചെയ്യായിരുന്നു. ബോണ്ട് വാഷിംഗ് ട്രാൻസാക്ഷൻ എന്ന് പറഞ്ഞാൽ സിമ്പിളായിട്ട് ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ നമുക്കറിയാം നിങ്ങൾ ഒരു ബോണ്ട് ഹോൾഡറാണ്. നിങ്ങളുടെ ബോണ്ടിൻ്റെ ഇൻട്രസ്റ്റ് കിട്ടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫോർ എക്സാമ്പിൾ എല്ലാ ജൂൺ 30-നും അല്ലെങ്കിൽ ഡിസംബർ 12-നും അല്ലെങ്കിൽ ഡിസംബർ 31-നും നിങ്ങൾക്ക് ബോണ്ടിന്മേൽ ഇൻട്രസ്റ്റ് കിട്ടും. അപ്പോൾ ഈ ഇൻട്രസ്റ്റ് നിങ്ങളുടെ കയ്യിൽ കിട്ടി കഴിഞ്ഞാൽ ഉറപ്പായിട്ടും നിങ്ങൾക്കറിയാം നിങ്ങളുടെ കയ്യിൽ ഇൻകമാണ്. അപ്പോൾ നിങ്ങളൊരു ഹയർ കാറ്റഗറി ഇൻകം അസസ് ചെയ്യാണ്, കൂടുതൽ ഇൻകം അസസ് ചെയ്യാണ്. അത് നിങ്ങൾ എന്താ ചെയ്യുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഡിവിഡൻറ്റിന് ഇൻട്രസ്റ്റ് കിട്ടാവുന്ന സമയമാവുന്ന സമയത്ത് നിങ്ങൾ ഈ ബോണ്ട് ആർക്ക് ട്രാൻസ്ഫർ ചെയ്യും ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങളെ ഒരു റിലയബിൾ ആയിട്ടുള്ള ഫ്രണ്ടിനോ അല്ലെങ്കിൽ നിങ്ങളുടെ വൈഫിനോ ആർക്കെങ്കിലും നിങ്ങൾ എന്ത് ചെയ്യും, ട്രാൻസ്ഫർ ചെയ്യും. പിന്നീട് നമ്മൾ ആ ഡിവിഡൻറ്റ് കൊടുത്ത് ഇൻട്രസ്റ്റ് കൊടുത്തതിന് ശേഷം പിന്നീട് വീണ്ടും ഇതേ പ്രോസസ്സ് നിങ്ങളുടെ ഫ്രണ്ട് നിങ്ങൾക്ക് തന്നെ തിരിച്ചെന്ത് ചെയ്യും, ട്രാൻസ്ഫർ ചെയ്യും. അപ്പോൾ ആക്ച്വലി ഈ ട്രാൻസ്ഫറിൻ്റെ ഇൻറ്റൻഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് ഇൻറ്റൻഷൻ ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കറിയാം നമുക്ക് ആ ഇൻട്രസ്റ്റ് നമ്മുടെ ഹെഡിൽ നിന്ന് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ്. എന്ന് പറഞ്ഞാൽ നമ്മൾ ഇൻട്രസ്റ്റുമേ നമുക്ക് ടാക്സ് വരുത്താത്ത രീതിയിൽ നമ്മൾ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, അങ്ങനെ ചെയ്തത്. അപ്പോൾ അത് ആക്ച്വലി അതെന്താണ്, ഇൻകം ടാക്സ് അലോ ചെയ്യുന്നില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ ഇങ്ങനത്തെ ട്രാൻസാക്ഷൻസ് അസസ് ചെയ്യുകയാണെങ്കിൽ അതിനെ ലോക്ക് ചെയ്യാനുള്ളൊരു പ്രൊവിഷനാണ് ബോണ്ട് വാഷിംഗ് ട്രാൻസാക്ഷൻ, ഡിവിഡൻഡ് സ്ട്രിപ്പിംഗ് ട്രാൻസാക്ഷൻ കേട്ടോ. അപ്പോൾ ഡിവിഡൻറ്റ് ബോണ്ട് റിസീവ് ചെയ്യുന്ന സമയത്ത് ഓണർഷിപ്പ് ട്രാൻസ്ഫർ ചെയ്തിട്ട് ഇൻകം ഡൈവേർട്ട് ചെയ്തിട്ട് ടാക്സ് കുറക്കാൻ നോക്കുന്ന അസസീസിനെ പിടിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്രൊവിഷനാണ് ബോണ്ട് സ്ട്രിപ്പിംഗ്, ഡിവിഡൻഡ് സ്ട്രിപ്പിംഗ്. ഇത് പറഞ്ഞാൽ അത്രേ ഉള്ളൂ. സെക്യൂരിറ്റീസിനും യൂണിറ്റിനും ഡിഫറൻറ്റ് പ്രൊവിഷനാണ്. യൂണിറ്റ് പറഞ്ഞാൽ മ്യൂച്വൽ ഫണ്ടിൻ്റെ യൂണിറ്റ് കേട്ടോ. അപ്പോൾ നമ്മൾ ഷെയർ ഒരാൾ വാങ്ങി മറ്റൊരാളത്തിൽ നിന്ന് നമ്മൾ റെക്കോർഡ് ഡേറ്റിൻ്റെ ഒരു 3 മാസം മുന്നേ, റെക്കോർഡ് ഡേറ്റ് പറഞ്ഞാൽ ഡിവിഡൻറ്റും ഇൻട്രസ്റ്റ് ഒക്കെ കൊടുക്കുന്നതിന് മുന്നേ, റെക്കോർഡ് ഡേറ്റ് 3 മാസം 2 പേർക്കും കോമൺ ആണ്. സെല്ലിംഗ് ഓർ ട്രാൻസ്ഫറിങ് വീണ്ടും തിരിച്ചു കൊടുത്തു. ഫോർ എക്സാമ്പിൾ പറഞ്ഞാൽ എൻ്റെ ഡിവിഡൻറ്റ് അല്ലെങ്കിൽ ഡിബെഞ്ചർ അല്ലെങ്കിൽ ബോണ്ട് ബി വാങ്ങിയത് 3 മാസം മുന്നെയാണ്. ഏതിൻ്റെ 3 മാസം മുന്നേ, ഡിവിഡൻറ്റിൻ്റെ 3 മാസം, ഡിവിഡൻറ്റോ അല്ലെങ്കിൽ ഇൻട്രസ്റ്റ് കൊടുക്കുന്നതിന് 3 മാസം മുന്നേ, ഡിവിഡൻറ്റോ ഇൻട്രസ്റ്റ് കൊടുക്കുന്നതിന് 3 മാസം മുന്നേ.
എന്നിട്ട് എന്നിട്ട് എന്ത് ചെയ്തു വെച്ചാൽ അത് തിരിച്ചു കൊടുത്തു. ബി എക്കനെ തിരിച്ചു കൊടുത്തു. അത് എപ്പോൾ ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ റെക്കോർഡ് ഡേറ്റ്, ഡിവിഡൻറ്റോ ഇൻട്രസ്റ്റോ കൊടുത്ത ഡേറ്റ് മുതൽ അല്ലെങ്കിൽ ഡേറ്റ് കഴിഞ്ഞതിന് ശേഷം 3 മാസത്തിനുള്ളിൽ അത് തിരിച്ചു കൊടുത്തു. അതല്ല യൂണിറ്റിൻ്റെ കേസിലാണെങ്കിൽ 9 മാസത്തിനുള്ളിൽ തിരിച്ചു കൊടുത്തു. അങ്ങനെയാണെങ്കിൽ ഡിവിഡൻറ്റ് ഓർ ഇൻകം ഡ്യൂറിങ് ഇൻ്റർവീനിങ് പീരീഡ്, ഈ പീരീഡിൽ ഉണ്ടായ ഇൻട്രസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഡിവിഡൻറ്റ് എന്ന് പറഞ്ഞാൽ അവരുടെ കയ്യിൽ എന്താണ്, എക്സെപ്റ്റ് ആണ്. പക്ഷേ വേറെ എന്താ പ്രശ്നം വെച്ചാൽ ഈ കണ്ടീഷൻസൊക്കെ സാറ്റിസ്ഫൈ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഈ ബി ഇത് സെല്ല് ചെയ്യുന്ന സമയത്ത് ബിക്ക് വല്ല ഷോർട്ട് ടേം ക്യാപിറ്റൽ ലോസ് ഉണ്ടായി കഴിഞ്ഞാൽ ആ ഷോർട്ട് ടേം ക്യാപിറ്റൽ ലോസ് ബിക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല വെച്ചാൽ ക്യാരി ഫോർവേഡ് ചെയ്യാൻ കിട്ടില്ല. അല്ലെങ്കിൽ അത് ഇൻകം ടാക്സ് പർപ്പസിന് നമ്മൾ എന്ത് ചെയ്യില്ല, കമ്പ്യൂട്ട് ചെയ്യൂല. ടു ദ എക്സ്റ്റെൻറ്റ് ഓഫ് ഏത് വരെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ പീരീഡിൽ നമ്മളെ ബിക്ക് എക്ക് കിട്ടേണ്ട ഡിവിഡൻറ്റോ ഇൻട്രസ്റ്റോ കിട്ടിയില്ലേ ആ എമൗണ്ട് വരെ ഈ ട്രാൻസ്ഫർ നടന്നതുമായി ബന്ധപ്പെട്ട്, ഏത് ട്രാൻസ്ഫർ നമ്മൾ ആദ്യം വാങ്ങി പിന്നെ വിറ്റു, ഈ ട്രാൻസ്ഫർ നടന്നതുമായി ബന്ധപ്പെട്ട് വല്ല ലോസും ഉണ്ടായിക്കഴിഞ്ഞാൽ ആ ലോസ് ആർക്ക് കിട്ടൂല, നമ്മുടെ ബിക്ക് അത് ക്യാരി ഫോർവേഡിന് അല്ലെങ്കിൽ സെറ്റ് ഓഫ് ചെയ്യാൻ കിട്ടൂല. ടു ദ എക്സ്റ്റെൻറ്റ് ഓഫ് ഡിവിഡൻറ്റ് റിസീവ്ഡ്. അപ്പോൾ പ്ലെയിനായിട്ട് പറയുമ്പോൾ നിങ്ങൾക്ക് ഇത് മനസ്സിലായിട്ടൊന്നും ഉണ്ടാവില്ല. അതിനോ ജസ്റ്റ് ഒന്ന് എന്താ പറയുക, ഈ എക്സാമ്പിൾ ഞാൻ പറഞ്ഞ എക്സാമ്പിൾ വെച്ച് ഒന്നും കൂടെ ബാക്ക് അടിച്ച് കേട്ട് ഈ ഒരു ടാബിളൊന്ന് ക്ലോസ് വാച്ച് ചെയ്തിട്ട് നിങ്ങളൊന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കുക. ഇതിൽ പ്രോബ്ലം ഒന്നുമില്ല. പ്രോബ്ലം ഉണ്ടെങ്കിൽ ഇറ്റ് വുഡ് ഹാവ് ബീൻ ലിറ്റിൽ മോർ ഈസി കേട്ടോ. നെക്സ്റ്റ് ഡിഡക്ഷൻ അലൗബിൾ അണ്ടർ IFOs നമ്മൾ അലോ ചെയ്യുന്ന ഡിഡക്ഷൻസ് അണ്ടർ സെക്ഷൻ 57 ഒന്ന് സ്പീഡായിട്ട് പറഞ്ഞു പോവാണ്. ഡിവിഡൻറ്റിൻ്റെ കേസിൽ നമ്മൾ ഡിവിഡൻറ്റ് വാങ്ങുന്നതുമായി ബന്ധപ്പെട്ട് നമുക്ക് വല്ല കമ്മീഷനോ ബ്രോക്കറേജോ കൊടുക്കേണ്ടി വന്നു, ഡിവിഡൻറ്റ് റിസീവ് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട്. അങ്ങനെ കമ്മീഷനോ ബ്രോക്കറേജോ കൊടുക്കേണ്ടി വന്നു കഴിഞ്ഞാൽ ആ കമ്മീഷനോ ബ്രോക്കറേജ് നമുക്ക് എന്ത് കിട്ടും, ഡിഡക്ഷനായിട്ട് അലോ ചെയ്യും. പിന്നെ അതുപോലെ തന്നെ നമുക്ക് പ്ലാന്റ് ആൻഡ് മെഷീനറി നമ്മൾ വാടക കൊടുത്തു, അല്ലെങ്കിൽ ഫർണിച്ചർ നമ്മൾ വാടക കൊടുത്തു. അങ്ങനെ നമ്മൾ വാടക കൊടുത്ത് കഴിയുമ്പോൾ നമുക്ക് ഇൻകം ഉണ്ടായി കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി അത് IFOസിൽ ടാക്സ് ചെയ്യുന്ന ഇൻകമാണ്. അപ്പോൾ ആ ഇൻകവുമായി ബന്ധപ്പെട്ട് നമുക്ക് വല്ല നമ്മുടെ മെഷീനറി അല്ലെങ്കിൽ അസറ്റ് റിപ്പയർ ചെയ്യേണ്ടി വരികയോ അല്ലെങ്കിൽ അസറ്റിന് ഇൻഷുറൻസ് എടുക്കുകയോ അല്ലെങ്കിൽ അസറ്റിന് സംഭവിക്കുന്ന നോർമൽ ഡിപ്രീസിയേഷൻ നമുക്ക് എന്ത് കിട്ടും, ഡിഡക്ഷനായിട്ട് ഇവിടെ കിട്ടും. പിന്നെ അനദർ ഇമ്പോർട്ടൻറ്റ് തിങ് ഫാമിലി പെൻഷൻ. ഫാമിലി പെൻഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫോർ എക്സാമ്പിൾ എംപ്ലോയി നിങ്ങളെ ഫാദർ ആയിരുന്നു, അല്ലെങ്കിൽ വേണ്ട നിങ്ങൾ ഒരാളായിരുന്നു നിങ്ങളുടെ എന്താ പറയുക എംപ്ലോയി, അയാളുടെ മരണശേഷം അയാളുടെ പെൻഷൻ അയാളുടെ വൈഫിനും അതുപോലെ തന്നെ അയാളുടെ മക്കൾക്കും കിട്ടും. അങ്ങനെ നമ്മൾ വർക്ക് ചെയ്തിട്ടല്ലാതെ നമ്മുടെ വൈഫിനോ അല്ലെങ്കിൽ നമ്മുടെ ഹസ്ബൻഡിനോ അല്ലെങ്കിൽ നമ്മുടെ മക്കൾക്കൊക്കെ വേണ്ടിയിട്ട് പെൻഷൻ കിട്ടുന്നതെന്ന് പറഞ്ഞ പേരാണ് ഫാമിലി പെൻഷൻ. ഈ ഫാമിലി പെൻഷൻ കിട്ടുന്ന സമയത്ത് ഇതിന് IFOസിൽ നമ്മൾ ടാക്സ് ചെയ്യുക. കാരണം നിങ്ങൾ അല്ലെങ്കിൽ വൈഫ് കമ്പനിയിൽ വർക്ക് ചെയ്തിട്ടില്ലല്ലോ. അപ്പോൾ ഇത് IFOസിൽ ടാക്സ് ചെയ്യുന്ന സമയത്ത് നമുക്കൊരു 15,000 ടോട്ടൽ ഫാമിലി പെൻഷനിൽ ഒരു 15,000 അല്ലെങ്കിൽ 1/3 ഓഫ് ഫുൾ പെൻഷൻ, 1/3 ഓഫ് ഫാമിലി പെൻഷൻ, 1/3 ഓഫ് ഫാമിലി പെൻഷൻ ഇതിൽ ഏതാണോ ചെറുത് 15,000 അല്ലെങ്കിൽ 1/3 ഓഫ് ഫാമിലി പെൻഷൻ വിച്ച് എവർ ഈസ് ലോവർ നമുക്ക് എന്ത് കിട്ടും, ഡിഡക്ഷൻ കിട്ടും. പിന്നെ അതുപോലെ തന്നെ വേറെ ഏത് എക്സ്പെൻഡിച്ചറും നമ്മൾ ഈ ഇൻകം ഏൺ ചെയ്യുമായി ബന്ധപ്പെട്ട് നമുക്ക് ഇൻക്വയറി ചെയ്ത് കഴിഞ്ഞാൽ അതിനൊക്കെ ഡിഡക്ഷൻ കിട്ടും. പക്ഷേ അത് ഏതാവരുത്, ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ ആവരുത്. പിന്നെ നമ്മൾ പറഞ്ഞു ഇൻട്രസ്റ്റ് ഓൺ എൻഹാൻസ്ഡ് കോമ്പൻസേഷൻ, 50% ഓഫ് ഇൻട്രസ്റ്റ് ഓൺ എൻഹാൻസ്ഡ് കോമ്പൻസേഷൻ നമുക്ക് എന്ത് കിട്ടും, ഇൻട്രസ്റ്റ് ഓൺ എൻഹാൻസ്ഡ് കോമ്പൻസേഷൻ നമുക്ക് എന്ത് കിട്ടും, ഡിഡക്ഷൻ കിട്ടും. ഇനി ഈ എക്സ്പെൻസ് ഒന്നും ഡിഡക്ഷൻ കിട്ടില്ല. പേഴ്സണൽ എക്സ്പെൻസ് ആണെങ്കിൽ ഡിഡക്ഷൻ കിട്ടില്ല. ഇന്ത്യക്ക് പുറത്ത് കൊടുത്തൊരു എക്സ്പെൻസ് അതുമായി TDS പിടിച്ചിട്ടില്ലെങ്കിൽ ഡിഡക്ഷൻ കിട്ടില്ല. അതുപോലെ സാലറി പെയ്ഡ് ഔട്ട്സൈഡ് ഇന്ത്യ TDS കൊടുത്തിട്ടില്ലെങ്കിൽ ഡിഡക്ഷൻ കിട്ടില്ല. പിന്നെ അതുപോലെ തന്നെ പേയ്മെൻറ്റ് എക്സീഡിങ് 10,000 നമ്മൾ സിംഗിൾ പേഴ്സൺ സിംഗിൾ ഡേ നടത്തുകയാണെങ്കിൽ പ്രിസ്ക്രൈബ്ഡ് മോഡിലായിരിക്കണം നടത്തേണ്ടത്. അത് നടത്തിയിട്ടില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് കിട്ടില്ല, ഡിഡക്ഷൻ കിട്ടില്ല. പിന്നെ അതുപോലെ തന്നെ 30% ഡിസലോ ചെയ്യും. നമുക്ക് ടോട്ടൽ പേയ്മെൻറ്റ് നടത്തിയത് 100 പക്ഷേ അതിലൊരു 30% നമുക്ക് ഡിഡക്ഷൻ കിട്ടില്ല. ഏതുമായി ബന്ധപ്പെട്ട് ചോദിച്ചു കഴിഞ്ഞാൽ ആ പേയ്മെൻറ്റ് നമ്മളൊരു റെസിഡൻറ്റിനാണ് കൊടുത്തിരിക്കുന്നത്, ആദ്യം നമ്മൾ TDS പിടിക്കേണ്ടതാണ്. പക്ഷേ TDS കട്ട് ചെയ്തിട്ടില്ലെങ്കിലും നമുക്ക് എന്ത് കിട്ടില്ല, ഡിഡക്ഷൻ കിട്ടില്ല. പിന്നെ നോ ഡിഡക്ഷൻ ഇൻ റെസ്പെക്ട് ഓഫ് എക്സ്പെൻഡിച്ചർ ഇൻകേർഡ് ഇൻ കണക്ഷൻ വിത്ത് ക്യാഷ് ഇൻകം. ക്യാഷ് ഇൻകവുമായി ബന്ധപ്പെട്ട് നമ്മൾ വല്ല എക്സ്പെൻഡിച്ചറും ഇൻകർ ചെയ്ത് കഴിഞ്ഞാൽ ക്യാഷ് ഇൻകം ഓർമ്മയല്ലേ, ക്രോസ് ബോർഡ് പസിൽ, ബെറ്റിംഗ്, ഗാംബ്ലിംഗ്, അതുപോലെ തന്നെ ഹോഴ്സ് റേസ്, ആ ഇൻകവുമായി ബന്ധപ്പെട്ട് നമുക്ക് ഒരു എക്സ്പെൻസ് നമുക്ക് എന്ത് കിട്ടില്ല, ഡിഡക്ഷൻ കിട്ടില്ല. അപ്പോൾ നമ്മൾ പറഞ്ഞത് എക്സ്ക്ലൂസീവായിട്ട് ഒരു ഡിഡക്ഷനും കിട്ടാതെ വിന്നിങ് ഫ്രം ലോട്ടറി അങ്ങനത്തെ അതുമായി ബന്ധപ്പെട്ട് അങ്ങനത്തെ ക്യാഷ് ഇൻകവുമായി ബന്ധപ്പെട്ട് ഒരു എക്സ്പെൻസിനും നമുക്ക് എന്ത് കിട്ടില്ല, ഡിഡക്ഷൻ കിട്ടില്ല. ദാറ്റ് ഈസ് എ നോട്ടബിൾ തിങ്. ഫൈൻ. അപ്പോൾ ഇത്രേ ഉള്ളൂ ഈ ചാപ്റ്റർ. ഇനി നമുക്കിതിൽ പെൻഡിങ് ആയിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസും കൂടെ ഉണ്ട്, ദാറ്റ് വി ക്യാൻ ഡിസ്കസ്. ഇതൊരു 1.5 ക്വസ്റ്റ്യൻ എന്ന് പറയാം. ബിക്കോസ് അണ്ടർസ്റ്റാൻഡിങ് ദിസ് ക്വസ്റ്റ്യൻ ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. ഇതുപോലൊരു ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് ഉറപ്പായിട്ട് എക്സാമിന് പ്രതീക്ഷിക്കുക. സ്റ്റാൻഡേർഡ്, സൂപ്പർബ് എല്ലാം. മിസ്റ്റർ എ ഡീലർ ഇൻ ഷെയർസ് റിസീവ്ഡ് ദ ഫോളോയിങ് വിത്തൗട്ട് കൺസിഡറേഷൻ ഡ്യൂറിംഗ് ദ പ്രീവിയസ് ഇയർ 2019-20 ഫ്രം ഹിസ് ഫ്രണ്ട് മിസ്റ്റർ ബീൻ്റെ കയ്യിൽ നിന്ന്, ഫ്രണ്ടായ മിസ്റ്റർ ബീൻ്റെ കയ്യിൽ നിന്ന് എക്ക് താഴെ പറയുന്ന സാധനങ്ങളൊക്കെ കിട്ടിയെന്ന് പറഞ്ഞത്. വിത്തൗട്ട് കൺസിഡറേഷൻ. ഈ വിത്തൗട്ട് കൺസിഡറേഷൻ അല്ലെങ്കിൽ ഇനാഡിക്വേറ്റ് കൺസിഡറേഷങ്ങൾ എവിടെ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ നോട്ടം പോകേണ്ടത് ഏത് സെക്ഷനാണ്, സെക്ഷൻ 56(2)10, സെക്ഷൻ 56(2)10 മൃദുല SS JDP SHABAB അല്ലേ, അങ്ങോട്ട് പോകണം. ഫൈൻ.
കിട്ടിയത് ക്യാഷ് ഗിഫ്റ്റാണ് 75,000 ഓൺ ഹിസ് ആനിവേഴ്സറി. ആനിവേഴ്സറി മാരേജും റിലേറ്റീവ് ഒന്നുമല്ലല്ലോ, ഫ്രണ്ട് അല്ലേ, ക്യാഷ് ഗിഫ്റ്റ് മോർ ദാൻ 10,000 50,000 അല്ലേ, ഫുള്ളി എന്താണ് ടാക്സബിൾ ആണ്, ഒന്നും നോക്കണ്ട. ബുള്ളിയൻ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം എവിടെ വരുന്നുണ്ട്, SSJDP സാബിൽ വരുന്ന ഐറ്റാണ്, കണ്ടില്ലേ, SSJDP സാബ് ബുള്ളിയൻ കിട്ടിയതിൻ്റെ ഫെയർ മാർക്കറ്റ് വാല്യൂ 60,000 ആണ്. എന്നാ കിട്ടിയ ബർത്ത്ഡേക്ക്, മാരേജിന് കിട്ടിയത് മാത്രമേ എക്സംഷൻ ഉള്ളൂ കേട്ടോ. അപ്പോൾ ബർത്ത്ഡേക്ക് കിട്ടിയാൽ ടാക്സബിൾ അല്ലേ, ആണ്. വാല്യൂ എന്താണ് 50,000-നെക്കാളും കൂടുതലാണ്, അപ്പോൾ അതും എന്താണ് ടാക്സബിൾ ആണ്. അടിപൊളി, ഫെയർ മാർക്കറ്റ് വാല്യൂ ടാക്സബിൾ ആണ്. അപ്പോൾ 2 ഐറ്റം ടാക്സബിളായി. ക്യാഷ് ടാക്സബിൾ 75,000 ഫുള്ളാണ് കേട്ടോ, 50,000 ലിമിറ്റാണ്. 50,000-നെക്കാളും കൂടുതൽ എന്ത് കിട്ടിക്കഴിഞ്ഞാൽ അത് ഫുള്ള് ടാക്സബിൾ ആണ്. പിന്നെ ഫെയർ മാർക്കറ്റ് വാല്യൂ 60,000 ഉള്ളതും അതും നമുക്ക് എന്തായി വരും, ടാക്സബിൾ ആയിട്ട് വരും. ഓക്കെ, നെക്സ്റ്റ് കിട്ടിയത് പ്ലോട്ട് ഓഫ് ലാൻഡാണ് ഫരീദാബാദിൽ. അതിൻ്റെ സ്റ്റാമ്പ് ഡ്യൂട്ടി വാല്യൂ 5 lakh ആണ് 1 ജൂലൈ 2019. പക്ഷേ മിസ്റ്റർ ബി ഹാഡ് പർച്ചേസ്ഡ് ദ ലാൻഡ് 2009. ബി 2009 എത്ര രൂപക്കോ വാങ്ങിയ സാധനം നമുക്ക് ഗിഫ്റ്റായിട്ട് കിട്ടി. സ്ഥലം, ഇമ്മൂവബിൾ പ്രോപ്പർട്ടി ഗിഫ്റ്റായിട്ട് കിട്ടിയത് ഫ്രീ ആയിട്ടാണ് കിട്ടിയിരിക്കുന്നത്. ഫ്രീ ആയിട്ട് കിട്ടിക്കഴിഞ്ഞാൽ അതിൻ്റെ വാല്യൂ മോർ ദാൻ 50,000 ആണെങ്കിൽ അതെന്തായിട്ട് വരും, നമ്മൾ ഗിഫ്റ്റായിട്ട് 56,210 ടാക്സ് ചെയ്യും. അപ്പോൾ ഇവിടെ 50,000-നെക്കാളും കൂടുതലല്ലേ, അപ്പോൾ ഉറപ്പായിട്ടും ഈ 5 lakh നമ്മൾ എന്ത് ചെയ്യണം, ടാക്സ് കൊടുക്കണം. അപ്പോൾ സ്റ്റാമ്പ് ഡ്യൂട്ടി വാല്യൂ ഓഫ് ദ പ്ലോട്ട് ഓഫ് ലാൻഡ് നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ ഗിഫ്റ്റായിട്ട് നമ്മൾ എന്ത് ചെയ്യണം, കൺസിഡർ ചെയ്യണം. അപ്പോൾ ഇവിടെ 3 ഐറ്റം ഗിഫ്റ്റ് വന്നു, ക്യാഷ് ഗിഫ്റ്റ്, മൂവബിൾ പ്രോപ്പർട്ടി വന്നു, ഇമ്മൂവബിൾ പ്രോപ്പർട്ടി വന്നു. ഇനി മിസ്റ്റർ എ പർച്ചേസ് ഫ്രം ഫ്രണ്ട്. മിസ്റ്റർ എ എന്ത് ചെയ്തു, വാങ്ങി. ആരെ കയ്യിൽ നിന്ന് വെച്ചാൽ മിസ്റ്റർ സീൻ്റെ കയ്യിൽ നിന്ന്. മിസ്റ്റർ സി നമ്മൾ എ എന്ന് പറഞ്ഞാൽ എൻ്റെ ബിസിനസ് എന്താ ചോദിച്ചു കഴിഞ്ഞാൽ ഡീലർ ഇൻ ഷെയറാണ്. അപ്പോൾ എ ഒരു ഷെയർ ഡീലറാണ്. അപ്പോൾ ഷെയർ ഡീലർ എന്ന് പറഞ്ഞാൽ ഷെയർസും സെക്യൂരിറ്റീസൊക്കെ അവനക്ക് സ്റ്റോക്കിംഗ് ട്രേഡാണ്. ഷെയർസുമായി ബന്ധപ്പെട്ട് അവനക്ക് എന്ത് ഇൻകം ഉണ്ടായി കഴിഞ്ഞാലും ആ ഇൻകം ഒക്കെ PGBP ഇൻകം ആണെന്നുള്ള കാര്യം നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ എ സീൻ്റെ കയ്യിൽ നിന്ന് ഷെയർ വാങ്ങി 1000 രൂപക്ക്. 1000 ഷെയർ എത്ര രൂപക്ക്, 400 രൂപക്ക്. അതുപോലെ തന്നെ അന്ന് അതിൻ്റെ ഫെയർ മാർക്കറ്റ് വാല്യൂ 600 ആയിരുന്നു. അപ്പോൾ ഫെയർ മാർക്കറ്റ് വാല്യൂ 600 സാധനം 400 രൂപയ്ക്ക് ഇവൻ വാങ്ങി. എന്താണ് ഇവൻ വാങ്ങിയത്, ഷെയറാണ് വാങ്ങിയത്. എന്നിട്ട് ആ ഷെയർ അവൻ എന്ത് ചെയ്തു, വിറ്റു 23 ജൂൺ 2019. അപ്പോൾ ഈ കേസുമായി ബന്ധപ്പെട്ട് നമ്മുടെ IFOയിൽ വല്ല പ്രശ്നം അല്ലെങ്കിൽ വല്ല ഇൻകവും വരുമെന്ന് നമുക്കറിയാം. ഫെയർ മാർക്കറ്റ് വാല്യൂവിനേക്കാളും കുറഞ്ഞുകാണ്ട് നമുക്കൊരു അസറ്റ് നമ്മൾ വാങ്ങിക്കഴിഞ്ഞാൽ അത് ഗിഫ്റ്റാണ്. പക്ഷേ ഇത് ഇവിടെ അസറ്റ് വാങ്ങിക്കുന്നത് എന്താണ്, സ്റ്റോക്കിംഗ് ട്രേഡാണ്. ദാറ്റ് റിലേറ്റ്സ് ടു ഹിസ് ബിസിനസ്. അപ്പോൾ അതിൻ്റെ ഇംപ്ലിക്കേഷൻസ് വരേണ്ടത് എവിടെ അല്ല, IFOയിലല്ല. ദാറ്റ് ഷുഡ് കം അണ്ടർ എവിടെ, PGBP ആണ് വരേണ്ടത്. അപ്പോൾ അതുകൊണ്ട് നമ്മളിവിടെ വാങ്ങിയ ഈ ഷെയർ ഡീലറിൽ നിന്ന് വാങ്ങിയ ഈ എമൗണ്ട് നമ്മളിവിടെ IFOയിൽ എടുക്കാൻ പാടുണ്ടോ, ഇല്ല. ഓക്കെ, കാരണം എന്താ മനസ്സിലായില്ലേ, അത് ബിസിനസ്സുമായി ബന്ധപ്പെട്ടാണ്. ഇനി ഫർദർ ഓൺ 1 November 2019 മിസ്റ്റർ എ ടുക്ക് പൊസഷൻ ഓഫ് പ്രോപ്പർട്ടി ബിൽഡിംഗ് ബുക്ക്ഡ് ബൈ ഹിം 2 years ബാക്ക് അറ്റ് 20 lakh. നമ്മൾ 20 ലക്ഷത്തിന് ബുക്ക് ചെയ്ത പ്രോപ്പർട്ടി കൊണ്ടുപോയിട്ട് ബി എന്ത് ചെയ്തു, പൊസഷൻ എടുത്തു. പൊസഷൻ എടുത്തു പറഞ്ഞാൽ ബി കയറി താമസിക്കാൻ തുടങ്ങി. സ്റ്റാമ്പ് ഡ്യൂട്ടി വാല്യൂ ഓഫ് ദ പ്രോപ്പർട്ടി ഓൺ 1 November 2019 എന്ന് പറഞ്ഞാൽ അവൻ പോയി താമസിക്കാൻ തുടങ്ങി അന്ന് അതിൻ്റെ സ്റ്റാമ്പ് ഡ്യൂട്ടി വാല്യൂ 32 ലക്ഷമാണ്. അതുപോലെ ബുക്ക് ചെയ്തന്ന് അതിൻ്റെ സ്റ്റാമ്പ് ഡ്യൂട്ടി വാല്യൂ 23 ലക്ഷമാണ്. ഇതും നമുക്കറിയാം. സെക്ഷൻ 43CA, സെക്ഷൻ 50C, സെക്ഷൻ 56(210) 3 സെക്ഷനിൽ നമ്മൾ പറഞ്ഞു. ഞാൻ പറഞ്ഞിട്ടുണ്ട് നമുക്ക് ഈ സ്റ്റാമ്പ് ഡ്യൂട്ടി വാല്യൂ നമ്മൾ പേയ്മെൻറ്റ് കൊടുക്കുന്ന സ്റ്റാമ്പ് ഡ്യൂട്ടി വാല്യൂ ഓൺ ദ ഡേറ്റ് ഓഫ് എഗ്രിമെൻ്റ് ആണോ ഓൺ ദ ഡേറ്റ് ഓഫ് രജിസ്ട്രേഷൻ ആണോ എന്നുള്ളത് നമുക്ക് IFOയിൽ വരും, PGBP വരും, അതുപോലെ ക്യാപിറ്റൽ ഗെയിനിലും വരും. അപ്പോൾ ഇവിടെ നമ്മൾ ബുക്ക് ചെയ്തന്ന് നമ്മുടെ 23 ലക്ഷമാണ് സ്റ്റാമ്പ് ഡ്യൂട്ടി വാല്യൂ. ഇന്ന് നമ്മൾ എടുക്കാൻ പോയപ്പോൾ 32 ലക്ഷമാണ് സ്റ്റാമ്പ് ഡ്യൂട്ടി വാല്യൂ. പക്ഷേ നമ്മൾ എന്ത് ചെയ്തിരിക്കുന്നത് വെച്ചാൽ നമ്മൾ പേയ്മെൻറ്റ് നടത്തിയിരിക്കുന്നു. ഹി ഹാഡ് പെയ്ഡ് 1 lakh ബൈ അക്കൗണ്ട് പേ ചെക്ക് എന്ന് ഡൗൺ പേയ്മെൻറ്റ് നടത്തിയെന്ന്. അപ്പോൾ നമ്മൾ എഗ്രിമെൻറ്റ് ഡേറ്റിൻ്റെ അന്ന് നമ്മൾ 23 ലക്ഷത്തിൽ ഒരു 1 lakh നമ്മൾ അക്കൗണ്ട് പേ ചെക്കായിട്ട് പ്രിസ്ക്രൈബ്ഡ് മോഡൽ പേയ്മെൻറ്റ് കൊടുത്തുകൊണ്ട് നമുക്ക് SDV ആയിട്ട് ഏതെടുക്കാൻ പറ്റും. അപ്പോൾ SDV ഓൺ ദ ഡേറ്റ് ഓഫ് എഗ്രിമെൻറ്റ് 23 lakh എടുക്കുക. അല്ലാതെ SDV ഓൺ ദ ഡേറ്റ് ഓഫ് വാട്ട് വി സേ നമ്മുടെ പർച്ചേസ് അല്ലെങ്കിൽ രജിസ്ട്രേഷൻ 32 lakh നമ്മൾ എടുക്കേണ്ട ആവശ്യമില്ല. ഇനി അപ്പോൾ ഇതാണ് കേസ്. ഇനി ഹി ഹാഡ് പെയ്ഡ് 1 lakh ബൈ അക്കൗണ്ട് പേ ചെക്ക് ആസ് ഡൗൺ പേയ്മെൻറ്റ് ഓൺ ദ ഡേറ്റ് ഓഫ് ബുക്കിംഗ്. ഓക്കെ, ഇനി ഓൺ 1 March 2020 നമ്മളെ ഇയർ തന്നെ ഹി സോൾഡ് ദ പ്ലോട്ട് ഓഫ് ലാൻഡ് അറ്റ് ഫരീദാബാദ് ഫോർ 7 lakh. നമ്മളത് എത്ര രൂപയ്ക്ക് വിറ്റു, 7 ലക്ഷം രൂപയ്ക്ക് നമ്മൾ എന്ത് ചെയ്തു, നമ്മൾ 7 ലക്ഷം രൂപയ്ക്ക് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, സെല്ല് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇവിടെ മുകളിലത്തെ സാധനത്തിൽ അത് ചുമ്മാ അവർ പറഞ്ഞതാണ്. ഇതുമായി ബന്ധപ്പെട്ട് ഗിഫ്റ്റും സാധനങ്ങളൊന്നും നമുക്ക് എന്ത് ചെയ്യുന്നില്ല, വരുന്നില്ല. കാരണം ഗിഫ്റ്റ് നമുക്ക് ഗിഫ്റ്റ് നമുക്ക് വരുന്നുണ്ട്. ഗിഫ്റ്റ് നമുക്ക് എന്താ വരുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഈ പ്രോപ്പർട്ടി നമ്മൾ 20 ലക്ഷം രൂപക്കാണ് ബുക്ക് ചെയ്തിരിക്കുന്നത് അല്ലേ, 20 ലക്ഷം രൂപക്കാണ് ബുക്ക് ചെയ്തിരിക്കുന്നത്. അപ്പോൾ SDV എത്രയാണ്, 23 ലക്ഷമാണ്. അപ്പോൾ നമുക്കറിയാം ഇവിടെ എന്തുണ്ട്, ഇന്നാഡിക്വേറ്റ് കൺസിഡറേഷൻ ഉണ്ട്. അപ്പോൾ ഇന്നാഡിക്വേറ്റ് കൺസിഡറേഷൻ നമ്മൾ ഉണ്ടാവുന്ന സമയത്ത് നമുക്കറിയാം അത് ഇമ്മൂവബിൾ പ്രോപ്പർട്ടി ആണെങ്കിൽ നമ്മൾ ചെക്ക് ചെയ്യേണ്ട എന്താ ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഡിഫറൻസ് പറഞ്ഞാൽ ബുക്ക് ചെയ്ത എമൗണ്ട് 20 lakh അല്ലെങ്കിൽ
ബുക്ക് ചെയ്ത എമൗണ്ട് 20 ലാഖും അതുപോലെ തന്നെ നമ്മുടെ SDV 23 ലാഖും തമ്മിൽ ഡിഫറൻസ് 3 ലാഖ്. ഈ 3 ലാഖ് 50,000 അല്ലെങ്കിൽ കൺസിഡറേഷൻ്റെ 5%, കൺസിഡറേഷൻ്റെ 5% 1 ലാഖിനേക്കാളും കൂടുതൽ, അപ്പോൾ ഉറപ്പായിട്ടും കൂടുതലാണ്. അങ്ങനെയെങ്കിൽ ആ ഡിഫറൻസ് ആയ 3 ലക്ഷം നമ്മൾ എന്തായിട്ട് ടാക്സ് ചെയ്യും? ഗിഫ്റ്റ് ആയിട്ട് ടാക്സ് ചെയ്യും. അപ്പോൾ ഇവിടെ ഈ 3 ലാഖ് നമ്മൾ എന്തായിട്ട് ടാക്സ് ചെയ്യണം? ഗിഫ്റ്റ് ആയിട്ട് ടാക്സ് ചെയ്യണം. അപ്പോൾ ഇവിടെ ഇമ്മൂവബിൾ പ്രോപ്പർട്ടിയിൽ ഒരു ഗിഫ്റ്റ് ഒരു 3 ലക്ഷം കൂടെ വരും. പിന്നെ ഇവിടെ മനസ്സിലാക്കേണ്ട പോയിന്റ്, SDV ഓൺ ദ ഡേറ്റ് ഓഫ് എഗ്രിമെൻ്റ് ആണോ ഓൺ ദ ഡേറ്റ് ഓഫ് ട്രാൻസ്ഫർ ആണോ എന്നുള്ളത് നമ്മൾ ക്ലിയർ ആയിട്ട് മനസ്സിലാക്കി. പിന്നെ ഇതിൽ വരുന്ന ഗിഫ്റ്റ് വരുമ്പോൾ നമ്മൾ ആ കണ്ടീഷൻ വെച്ച് എന്ത് ചെയ്യണം നോക്കണം. 1 ലാഖിനേക്കാളും 50,000-നേക്കാളും കൂടുതലാണോ അതോ കൺസിഡറേഷൻ്റെ 5%-നേക്കാളും കൂടുതലാണോ, ഇതിലേതാണോ ഹയർ, അതിനേക്കാളും കൂടുതൽ ഡിഫറൻസിലാണ് നമ്മളിത് വാങ്ങിയെങ്കിൽ ആ ഡിഫറൻസ് എന്ത് ചെയ്യും? നമ്മൾ ടാക്സ് ചെയ്യും. നമ്മൾ IFOS ആയി ടാക്സ് ചെയ്യും, ഗിഫ്റ്റ് ആയി ടാക്സ് ചെയ്യും, 56(2)(10) ടാക്സ് ചെയ്യും. ഇനി നമ്മൾ ഫസ്റ്റ് മാർച്ചിന് വാങ്ങിയ ഇവിടെ ഒരു 5 ലാഖിന് വാങ്ങിയ സാധനം ഉണ്ടല്ലോ, 5 ലാഖിന് നമുക്ക് ഗിഫ്റ്റ് കിട്ടിയ സാധനം, അത് നമ്മൾ എന്ത് ചെയ്തു? ഫരീദാബാദിൽ നമ്മൾ എത്ര രൂപയ്ക്ക് വിറ്റു? ഫരീദാബാദിൽ ഹീ സോൾഡ് ദ പ്ലോട്ട് ഓഫ് ലാൻഡ് ഫോർ ഫരീദാബാദ് ഫോർ 7 ലാഖ്. അപ്പോൾ നമ്മളിവിടെ പ്രോപ്പർട്ടി വിൽക്കുകയാണ്. നമ്മൾ പ്രോപ്പർട്ടി വിറ്റ് കഴിഞ്ഞാൽ നമുക്ക് എന്താ ഉണ്ടാവുക? ക്യാപിറ്റൽ ഗെയിൻ ഉണ്ടാവുക. അപ്പോൾ നമുക്ക് സെയിൽ കൺസെഷൻ 7 ലാഖാണ്. പിന്നെ അതുപോലെ തന്നെ നമുക്ക് ഗിഫ്റ്റ് കിട്ടിയിട്ട് ജസ്റ്റ് 6 മാസം ആവുന്നുള്ളൂ. അപ്പോൾ നമ്മളിത് ടാക്സ് ചെയ്തപ്പോൾ നമ്മൾ ഇതിൻ്റെ ഫെയർ മാർക്കറ്റ് വാല്യൂ നമ്മൾ കൊടുത്ത് 5 ലാഖാണ്. ആ ഫെയർ മാർക്കറ്റ് വാല്യൂ അല്ല, സ്റ്റാമ്പ് വാല്യൂ, ആ 5 ലാഖ് നമ്മൾ എന്തായിട്ട് എടുക്കും? കോസ്റ്റ് ആയിട്ട് എടുക്കും. അപ്പോൾ ബാക്കി എമൗണ്ട് 2 ലാഖ് നമ്മൾ ഷോർട്ട് ആൻഡ് ക്യാപിറ്റൽ ഗെയിൻ ആയിട്ട് നമ്മൾ എന്ത് ചെയ്യും? ടാക്സ് ചെയ്യും. സോ നമ്മുടെ ടാക്സേഷൻ ഓഫ് ഗിഫ്റ്റ് പല ടൈപ്പിലെ ഗിഫ്റ്റാണ് നമ്മളിവിടെ എന്ത് ചെയ്തത്? ഡിസ്കസ് ചെയ്ത്. ഹോപ്പ് യു അണ്ടർസ്റ്റുഡ്. നെക്സ്റ്റ് ഇല്ലൂസ്ട്രേഷൻ 4, ഡിസ്കസ് ദ ടാക്സിബിലിറ്റി. ഇതിൽ ടാക്സ് വരുമെന്നില്ലേക്കാണ്. അഖിൽ HUF റിസീവ് ചെയ്തു 75,000 ക്യാഷ് ആയിട്ടാണ്. നീസ് ഓഫ് അഖിലൊന്നും HUFിലെ മെമ്പർ അല്ല. HUFിൻ്റെ കേസിൽ HUFിൻ്റെ മെമ്പറാണ് റിലേറ്റീവ്. അപ്പോൾ നോൺ റിലേറ്റീവിൻ്റെ കയ്യിൽ നിന്ന് 75,000 രൂപ കിട്ടിക്കഴിഞ്ഞാൽ അതെന്താണ്? ടാക്സിബിൾ ആണ്. ദെൻ നിഷ, ഫാദർ ഓഫ് HUF, Nisha, a member of her father's HUF, transferred house property to the HUF without consideration. Stamp duty value of the house property is 9 lakh. അച്ഛൻ്റെ HUFിൽ മകളും മെമ്പർ തന്നെ ആയിരിക്കും ഉറപ്പായിട്ടും. അപ്പോൾ അങ്ങനെ HUFിന് ഗിഫ്റ്റ് നമ്മൾ പ്രോപ്പർട്ടി ട്രാൻസ്ഫർ ചെയ്ത് കഴിഞ്ഞാൽ HUFിനെ സംബന്ധിച്ചോളം നിതീഷ എന്നുള്ളത് മെമ്പറാണ്. അപ്പോൾ മെമ്പർ എന്ന് പറഞ്ഞാൽ HUFിൻ്റെ റിലേറ്റീവാണ്. അപ്പോൾ റിലേറ്റീവിൻ്റെ കയ്യിൽ നിന്ന് ഗിഫ്റ്റ് കിട്ടി കഴിഞ്ഞാൽ അതെന്തല്ല? ടാക്സിബിൾ അല്ല. ഇനി അക്ഷത് റിസീവ്ഡ് 100 shares of ലേൽ ലിമിറ്റഡ് ഫ്രം ഫ്രണ്ട് ആസ് എ ഗിഫ്റ്റ് ഓൺ ഒക്കേഷൻ ഓഫ് ഹിസ് 25th മാരേജ് ആനിവേഴ്സറിക്ക് ഗിഫ്റ്റ് കിട്ടിയ 100 ഷെയറാണ്. ആ ഷെയറിൻ്റെ ഫെയർ മാർക്കറ്റ് വാല്യൂ 100 അപ്പോൾ 100. ഹി ആൾസോ റിസീവ്ഡ് ജ്വല്ലറി. അപ്പോൾ ജ്വല്ലറി ഫെയർ മാർക്കറ്റ് വാല്യൂ 45,000 രൂപേൻ്റെ ജ്വല്ലറിയും കിട്ടി നെഫ്യൂൻ്റെ കയ്യിൽ നിന്ന്. നെഫ്യൂ റിലേറ്റീവ് ആണോ? നെഫ്യൂ ഒന്നും റിലേറ്റീവ് അല്ല. ഓൺ ദ സെയിം ഡേ. ഓക്കെ. അപ്പോൾ നമുക്കറിയാം ഇവിടെ നമുക്ക് കിട്ടിയ 2 ഗിഫ്റ്റും ഇമ്മൂവബിൾ പ്രോപ്പർട്ടി അല്ല, മൂവബിൾ പ്രോപ്പർട്ടിയാണ്. അപ്പോൾ മൂവബിൾ പ്രോപ്പർട്ടിൻ്റെ കേസിൽ നമ്മൾ ഫെയർ മാർക്കറ്റ് വാല്യൂ എടുക്കേണ്ടത്. അപ്പോൾ നമ്മളെ ഷെയറിൻ്റെ ഫെയർ മാർക്കറ്റ് വാല്യൂ 100 × 100 10,000. പിന്നെ അതുപോലെ തന്നെ ജ്വല്ലറിൻ്റെ ഫെയർ മാർക്കറ്റ് വാല്യൂ 45,000. അപ്പോൾ രണ്ടും കൂടെ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് ടോട്ടൽ എത്ര വരും? 55,000 വരും. ദിസ് ഈസ് എക്സീഡിങ് മോർ ദാൻ ലിമിറ്റ് 50,000. അപ്പോൾ അതെന്താണ്? ടാക്സിബിൾ ആണ്. പിന്നെ കിഷൻ HUF ഗിഫ്റ്റഡ് എ കാർ ടു ഹിസ് സൺ ഓഫ് കർത്ത ബൈ അച്ചീവിങ് ഗുഡ് മാർക്ക്. അപ്പോൾ കാറാണ് ഗിഫ്റ്റ് കൊടുത്ത്. കാറ് നമുക്കറിയാം മൂവബിൾ പ്രോപ്പർട്ടിയാണ്. മൂവബിൾ പ്രോപ്പർട്ടിൻ്റെ ഡെഫിനിഷനിൽ കാറ് അസറ്റുകൾ പറഞ്ഞിട്ടുണ്ട് ക്ലിയർ ആയിട്ട്. SSJDP SHABAB. അതിലാര് വരില്ല? നമ്മുടെ കാറ് വരില്ല SSJDP SHABABിൽ. അപ്പോൾ അതുകൊണ്ട് കാറ് ഗിഫ്റ്റ് കൊടുത്താൽ അത് ടാക്സിബിൾ ആണോ? അല്ല. ഓക്കെ, കാർ ഈസ് നോട്ട് ടാക്സിബിൾ. ദെൻ മൂവിങ് ഓൺ ഇല്ലൂസ്ട്രേഷൻ 5. ഇത് നമ്മൾ ഇല്ലൂസ്ട്രേഷൻ 3ൻ്റെ കേസ് പറഞ്ഞ പോലെ തന്നെ വളരെ റെലവൻ്റ് ആയിട്ടുള്ള അടിപൊളി ക്വസ്റ്റ്യനാണ്. ഹരി ഒരു പ്രോപ്പർട്ടി ഡീലറാണ്. ലിസൺ കെയർഫുള്ളി. ഹരി പ്രോപ്പർട്ടി ഡീലറാണ്. അവനൊരു ബിൽഡിംഗ് വിറ്റു ബിസിനസ്സുമായി ബന്ധപ്പെട്ട് അവൻ്റെ ഫ്രണ്ട് രാജേഷിന്. അപ്പോൾ അവന് ഒരു ഓട്ടോമൊബൈൽ സ്പെയർ പാർട്സിൻ്റെ ബിസിനസ് ഉണ്ട്. 90 ലക്ഷം രൂപക്കാണ് വിറ്റത് 1/1/2020. അപ്പോൾ അന്ന് വിൽക്കുന്ന സമയത്ത് ഇതിൻ്റെ സ്റ്റാമ്പ് ഡ്യൂട്ടി വാല്യൂ 150 lakh ആയിരുന്നു. ശ്രദ്ധിച്ചോ, PGBP ഇങ്കാണ് അപ്പോൾ പ്രോപ്പർട്ടി ഡീലറായ ഹരിക്ക് ഉണ്ടാവുക. 150 ലക്ഷത്തിനാണ് 150 ലക്ഷം സ്റ്റാമ്പ് ഡ്യൂട്ടി വാല്യൂ ഉണ്ട്, പക്ഷേ വിറ്റത് 90 ലക്ഷത്തിനാണ്. അപ്പോൾ കൺസിഡറേഷൻ ഈസ് ലെസ് ദാൻ സ്റ്റാമ്പ് ഡ്യൂട്ടി വാല്യൂ. ഏത് സെക്ഷൻ വരും? സെക്ഷൻ 43CA വരും. ഓക്കെ. ദ എഗ്രിമെൻറ്റ് വാസ് ഓവർ ഹവർ എൻറ്റേർഡ് ഇൻ ടു. എഗ്രിമെൻറ്റ് നമ്മൾ എന്നാ നടത്തി വെച്ചാൽ 1/9/2019 എന്ന് പറഞ്ഞാൽ അതിന് മുന്നേ. ഓക്കെ. അന്നത്തെ സ്റ്റാമ്പ് ഡ്യൂട്ടി വാല്യൂ പറഞ്ഞാൽ 140 lakh. അപ്പോൾ സ്റ്റാമ്പ് ഡ്യൂട്ടി വാല്യൂ ഓൺ ദ ഡേറ്റ് ഓഫ് എഗ്രിമെൻറ്റും സ്റ്റാമ്പ് ഡ്യൂട്ടി വാല്യൂ ഓൺ ദ ഡേറ്റ് ഓഫ് രജിസ്ട്രേഷനും രണ്ടും എന്താണ്? ഡിഫറൻ്റ് ആണ്. അപ്പോൾ നമുക്കറിയാം ഏത് സ്റ്റാമ്പ് ഡ്യൂട്ടി വാല്യൂ നമുക്ക് എടുക്കാൻ പറ്റും. ഉറപ്പായിട്ടും ഏത് STV ആയിരിക്കും കൂടുതൽ, ഏത് STV ആയിരിക്കും കുറവ്? ആദ്യം സംഭവിക്കുക എഗ്രിമെൻ്റ് ആണ്. അപ്പോൾ എഗ്രിമെൻറ്റ് STV 140 ഉള്ളൂ. പിന്നീട് നമ്മൾ ട്രാൻസ്ഫർ നടത്തിയ 150 ആണ്. അപ്പോൾ ട്രാൻസ്ഫറിൻ്റെ STV കൂടിപ്പോയി. അപ്പോൾ ഉറപ്പായിട്ടും എഗ്രിമെൻറ്റ് STV ആയിരിക്കും കുറവുണ്ടാവുക. അപ്പോൾ ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ നമ്മൾ ഏത് STV ആണ് എടുക്കേണ്ടത്? STV ഓൺ ദ ഡേറ്റ് ഓഫ് ട്രാൻസ്ഫർ ആണോ ഓൺ ദ ഡേറ്റ് ഓഫ് എഗ്രിമെൻ്റ് ആണോ? ഓൺ ദ ഡേറ്റ് ഓഫ് എഗ്രിമെൻറ്റ്. പക്ഷേ ഒരു കണ്ടീഷൻ ഉണ്ട്. എന്താണ് കണ്ടീഷൻ? നമ്മൾ പ്രിസ്ക്രൈബ്ഡ് മോഡിൽ പേയ്മെൻറ്റ് കൊടുത്തിരിക്കണം.
മിസ്റ്റർ ഹരിയാണല്ലോ സെല്ലർ, ഹരിക്ക് റിസീവ് ഡൗൺ പേയ്മെൻറ്റ് കിട്ടിയിരിക്കുന്നു ഒരു 15 ലക്ഷം ബൈ എ ക്രോസ്ഡ് ചെക്കായിട്ട് പേയ്മെൻറ്റ് കിട്ടിയിരിക്കുന്നു. ക്രോസ്ഡ് ചെക്ക് എന്ന് പറഞ്ഞാൽ പ്രിസ്ക്രൈബ്ഡ് മോഡാണോ അല്ലേ? പ്രിസ്ക്രൈബ്ഡ് മോഡല്ല, അക്കൗണ്ട് പേ ചെക്കാണ്, ക്രോസ്ഡ് ചെക്കല്ല. ഓക്കെ, ഫ്രം രാജേഷ് ഓൺ ദ ഡേറ്റ് ഓഫ് എഗ്രിമെൻറ്റ്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഓൺ ദ ഡേറ്റ് ഓഫ് ട്രാൻസ്ഫർ എടുക്കാം. നമ്മൾ ഏത് SDB ആണ് എടുക്കേണ്ടത്? ഓൺ ദ ഡേറ്റ് ഓഫ് എഗ്രിമെൻറ്റ് എടുക്കാൻ പറ്റുമോ? ഇല്ല. വി ഷുഡ് ടേക്ക് SDB ഓൺ ദ ഡേറ്റ് ഓഫ് ട്രാൻസ്ഫർ ഓർ ഓൺ ദ ഡേറ്റ് ഓഫ് രജിസ്ട്രേഷൻ. അല്ലാതെ SDB ഓൺ ദ ഡേറ്റ് ഓഫ് എഗ്രിമെൻറ്റ് എടുക്കരുത്. കാരണം പ്രിസ്ക്രൈബ്ഡ് മോഡലല്ല നമുക്ക് പൈസ കിട്ടിയത്. ഓക്കെ, ഡിസ്കസ് ദ ടാക്സ് ഇംപ്ലിക്കേഷൻ ഇൻ ദ ഹാൻഡ്സ് ഓഫ് ഹരി ആൻഡ് രാജേഷ് അസ്യൂമിംഗ് ദാറ്റ് ഹരി ഹാസ് പർച്ചേസ്ഡ് ദ ബിൽഡിംഗ് ഫോർ 75 ലാക്ക്. ഹരി 75 ലക്ഷത്തിന് ജൂലൈ 2018 ഇത് വാങ്ങിയത് എന്നുള്ള അസംഷനിൽ. വുഡ് യുവർ ആൻസർ ബി ഡിഫറൻറ്റ് ഇഫ് ഹരി വാസ് എ ഷെയർ ബ്രോക്കർ ഇൻസ്റ്റെഡ് ഓഫ് എ പ്രോപ്പർട്ടി ഡീലർ? അപ്പോൾ രണ്ടാളെ കയ്യിലുള്ള ടാക്സ് ഇംപ്ലിക്കേഷൻസ് ഡിസ്കസ് ചെയ്യാനാണ് നിങ്ങളോട് പറയുന്നത്. ഓക്കെ, റെഡി, മൂവ് ഓൺ. അപ്പോൾ ഹരി പ്രോപ്പർട്ടി ഡീലറാണ്. അപ്പോൾ ഹരിക്ക് ഏത് ഇൻകം ഉണ്ടാവുക? ഹരി ഈ ഒരു പ്രോപ്പർട്ടി ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ PGBP ഇൻകം ഉണ്ടാവുക. അപ്പോൾ PGBP ഇൻകം ഉണ്ടാവുന്ന സമയത്ത് രണ്ട് കാര്യങ്ങൾ അവിടെ നോക്കേണ്ടത്. ഹരീൻ്റെ കൺസിഡറേഷൻ 90 ലാക്കാണ്, പക്ഷേ സ്റ്റാമ്പ് ഡ്യൂട്ടി വാല്യൂ 150 ലാക്കും 140 ലാക്കുമാണ്. അപ്പോൾ എഗ്രിമെൻറ്റിന് 140 ലാക്കും അതുപോലെ തന്നെ നമ്മുടെ ട്രാൻസ്ഫറിൻ്റെ അന്ന് 150 ലാക്കും. അപ്പോൾ ഇതിൽ ഏത് നമ്മൾ കൺസിഡറേഷൻ എടുക്കണം? പ്രിസ്ക്രൈബ്ഡ് മോഡിലല്ല പേയ്മെൻറ്റ് കിട്ടിക്കുന്നത്. ക്രോസ്ഡ് ചെക്ക് ഈസ് നോട്ട് എ പ്രിസ്ക്രൈബ്ഡ് മോഡ്. അപ്പോൾ നമ്മൾ SDB ഓൺ ദ ഡേറ്റ് ഓഫ് ട്രാൻസ്ഫർ 150 ലാക്കാണ് നമ്മൾ കൺസിഡറേഷൻ ആയിട്ട് എടുക്കേണ്ടത്, SDB ആയിട്ട് എടുക്കേണ്ടത്. അപ്പോൾ ഇനി SDB ആണ് എടുക്കേണ്ടത് അതോ കിട്ടിയ കൺസിഡറേഷനാണ് എടുക്കേണ്ടത്? അപ്പോഴാണ് നമ്മൾ സെക്ഷൻ 43C ഒക്കെ പോണത്. PGBPയിൽ പോയി നോക്കുക. 43C നമുക്കറിയാം, നമ്മുടെ കിട്ടിയ കൺസിഡറേഷൻ ലെസ് ദാൻ SDB ആണെങ്കിൽ കൺസിഡറേഷൻ്റെ 105%-നേക്കാളും 105%-നുള്ളിലാണോ SDB നോക്കുക. അപ്പോൾ നമ്മുടെ കൺസിഡറേഷൻ 90%, 90 ലാക്കാണ്. 90ൻ്റെ 115 ലാക്ക് 115% പറഞ്ഞാൽ 94.5. അപ്പോൾ 94.5 ആണ് നമ്മൾ SDB അല്ല, അതിലും കൂടുതലാണ്. അതിലും കൂടുതലാണെങ്കിൽ നമ്മൾ SDBന് എന്തായിട്ട് എടുക്കുക? ഫുൾ വാല്യൂ ഓഫ് കൺസിഡറേഷൻ ആയിട്ട് എടുക്കുക PGBPൻ്റെ. അപ്പോൾ നമ്മൾ സെയിൽ ഇൻകം ആയ 150 ലാക്കിന് നമ്മൾ കൺസിഡറേഷൻ ആയിട്ട് എടുക്കുക, SDBനെ കൺസിഡറേഷൻ ആയിട്ട് എടുക്കുക. നമ്മളിത് വാങ്ങിക്കണേ 75 ലക്ഷത്തിനാണ് 2012 ജൂലൈ 2018. അപ്പോൾ നമ്മൾ ആ 75 ലക്ഷം നമ്മുടെ കോസ്റ്റും 150 ലാക്ക് നമ്മുടെ ഇൻകവും. 150 ലാക്ക് എങ്ങനെ ഇൻകം ഇത് പറഞ്ഞാൽ മനസ്സിലായില്ലേ? ഇത് ആരുടെ ബുക്കിലാണ്? ഹരിൻ്റെ ബുക്കിലാണ്. ഓക്കെ, അപ്പോൾ ഹരിൻ്റെ ബുക്കിൽ 150 ലാക്ക് നമ്മളെ ഇൻകവും 70 ലാക്ക് നമ്മുടെ എക്സ്പെൻസും. അപ്പോൾ ബാക്കി എത്ര കഴിക്കാറ്? നമ്മളെ പ്രോഫിറ്റ് പറഞ്ഞാൽ നമ്മുടെ പ്രോഫിറ്റ് വിൽ ബി 75 ലാക്ക്. 75 ലാക്ക് ഏതിലായിരിക്കും പ്രോഫിറ്റ്? ഏത് പ്രോഫിറ്റ് കാരണം? PGBP, ബിസിനസ് പ്രോഫിറ്റ് കാരണം. ഇനി നമ്മൾ ആരുടെ കേസിൽ? നമ്മളെ ഫ്രണ്ട് രാജേഷിൻ്റെ കേസിൽ രാജേഷിന് ഒരു പ്രോപ്പർട്ടി കിട്ടി. അവൻ വാങ്ങി. പ്രോപ്പർട്ടി വാങ്ങിയത് ഇന്നാഡിക്വേറ്റ് കൺസ്ട്രക്ഷൻ ആണോ ആഡിക്വേറ്റ് കൺസ്ട്രക്ഷൻ ആണോ? ഇന്നാഡിക്വേറ്റ് കൺസ്ട്രക്ഷൻ. അപ്പോൾ നമുക്കറിയാം ഇവൻ എന്താ കിട്ടിക്കണേ? ഇമ്മൂവബിൾ പ്രോപ്പർട്ടി കിട്ടിക്കണേ. അപ്പോൾ നമ്മൾ ഏതുമായിട്ട് കമ്പയർ ചെയ്യണം? SDBയുമായിട്ട് കമ്പയർ ചെയ്യണം. അപ്പോൾ SDBയുമായിട്ട് കമ്പയർ ചെയ്യുന്ന സമയത്ത് ഇത് ഏത് സെക്ഷൻ ആപ്ലിക്കബിൾ ആവണം? സെക്ഷൻ 56(2)10 ആണ്. കാരണം ഗിഫ്റ്റ് പോലെയാണ്, ഇന്നാഡിക്വേറ്റ് കൺസ്ട്രക്ഷനാണ് ഇവൻ ഇത് കിട്ടിയത്. അപ്പോൾ ശ്രദ്ധിച്ച് കേൾക്കുക, ഇന്നാഡിക്വേറ്റ് കൺസ്ട്രക്ഷൻ ഇവന് കിട്ടിക്കഴിഞ്ഞാൽ ഗിഫ്റ്റ് പോലെയാണ് ഇത് വരിക. അപ്പോൾ ഗിഫ്റ്റ് പോലെ ഇത് വരുന്ന സമയത്ത് ദ തിങ് ദാറ്റ് യു നീഡ് ടു അണ്ടർസ്റ്റാൻഡ് ഇസ് ദാറ്റ് നമുക്ക് SDB ഏതാ എടുക്കേണ്ടത്? പഴയ റൂൾ തന്നെ. നമ്മൾ ഹരിൻ്റെ അവിടെ നമ്മൾ അപ്ലൈ ചെയ്ത് 43C ആണെങ്കിൽ നമ്മൾ IFOs ആണ് ആർക്ക് വരുന്നത്? നമ്മുടെ രാജേഷിന് വരുന്നത്. അപ്പോൾ രാജേഷ് നമ്മൾ അപ്ലൈ ചെയ്യുന്ന റൂൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അപ്ലൈ ചെയ്യുന്ന റൂൾ നത്തിങ് ബട്ട് ഏതാണ്? നമ്മുടെ 56(2)10 ആണ്. അപ്പോൾ 56(2)10 പ്രകാരം നമ്മൾ ശ്രദ്ധിക്കേണ്ടത് വെച്ചാൽ നമ്മുടെ ഡിഫറൻസ് നമ്മൾ എടുക്കേണ്ട സ്റ്റാമ്പ് ഡ്യൂട്ടി വാല്യൂ എന്ന് പറഞ്ഞാൽ 150 ലാക്കാണ്. കാരണം പ്രിസ്ക്രൈബ്ഡ് മോഡിലല്ല പേയ്മെൻറ്റ് കൊടുത്ത്. അപ്പോൾ 150 ലാക്കും 90 ലാക്കും തമ്മിലെ ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം മോർ ദാൻ 60 ലാക്ക് ഡിഫറൻസ് ഉണ്ട്. അപ്പോൾ ഈ 60 ലാക്ക് എന്ന് പറഞ്ഞ ഡിഫറൻസ് 50,000 ഓർ 5% ഓഫ് കൺസിഡറേഷൻ വിച്ച് എവർ ഈസ് ഹയറിനേക്കാളും ഹയർ ആണോ നോക്കുക? ഉറപ്പായിട്ടും ഹയർ ആണ്. അപ്പോൾ നമ്മൾ ആ ഡിഫറൻസ് 60 ലാക്ക് നമ്മൾ ആരുടെ കയ്യിൽ ടാക്സ് ചെയ്യും? നമ്മൾ രാജേഷ് മോഹൻ്റെ കയ്യിൽ ടാക്സ് ചെയ്യും. ഏത് ഇൻകമായിട്ട്? IFOs ഇൻകമായിട്ട്. എന്തുകൊണ്ടാണ് ഇത് IFOs ഇൻകമായിട്ട്? 60 ലാക്ക് IFOs ഇൻകമായിട്ട് ടാക്സ് ചെയ്യും. കാരണം സെക്ഷൻ 56(2)10 പ്രകാരം ഇത് ഇന്നാഡിക്വേറ്റ് കൺസ്ട്രക്ഷനാണ്. അവിടുത്തെ നമ്മുടെ ടെസ്റ്റ് ഉണ്ട്. ഏത് ടെസ്റ്റ്? 50,000 5% ടെസ്റ്റ്. അതും നമ്മൾ എന്ത് ചെയ്തു? അതിനേക്കാളും കൂടുതലാണ്. അപ്പോൾ അത് ഉറപ്പായിട്ടും ടാക്സ് ചെയ്യും. വുഡ് യുവർ ആൻസർ ബി ഡിഫറൻറ്റ് ഇഫ് ഹരി വാസ് എ ഷെയർ ബ്രോക്കർ ഇൻസ്റ്റെഡ് ഓഫ് എ പ്രോപ്പർട്ടി ഡീലർ? പ്രോപ്പർട്ടി ഡീലർ ആയിട്ടാണ് ഇത് സെല്ല് ചെയ്തപ്പോഴാണ് ഇത് കണ്ടത്. കാരണം പ്രോപ്പർട്ടി ഡീലറുമായി ബന്ധപ്പെട്ട് നിങ്ങൾ പ്രോപ്പർട്ടി ഡീലറായിട്ട് നിങ്ങൾ സെല്ല് ചെയ്യുമ്പോൾ ഹരി പ്രോപ്പർട്ടി ഡീലറായിട്ട് ഹരി ഇമ്മൂവബിൾ പ്രോപ്പർട്ടി സെല്ല് ചെയ്യുമ്പോൾ ഹരിക്ക് അതെന്താണ്? അസറ്റാണ്. അപ്പോൾ ഹരിക്ക് ഇത് സ്റ്റോക്ക് ഇൻ ട്രേഡാണ്. അപ്പോൾ PGBP ഇൻകം വരിക. പക്ഷേ ഹരി ഒരു ഷെയർ ബ്രോക്കറാണ്. എന്നിട്ട് അവൻ അസറ്റ് വിറ്റ് കഴിഞ്ഞാൽ അത് അവൻ്റെ റെഗുലർ ബിസിനസ് ഓപ്പറേഷൻ ആണോ? അല്ല. അപ്പോൾ അവിടെ ഏത് സെക്ഷനാണ് വരിക? അവിടെ അവന് PGBP അല്ല വരിക, മറിച്ച് അവൻ അവിടെ എന്താ വരിക? ക്യാപിറ്റൽ ഗെയിനാണ് വരിക. ഹരിൻ്റെ കേസിൽ ഹരിക്ക് ഏതാ കേസാണ് വരിക? ക്യാപിറ്റൽ ഗെയിനിലാണ് വരിക. അപ്പോഴും നമ്മൾ നമ്മൾ
ക്യാപിറ്റൽ ഗെയിൻ വരുന്ന സമയത്ത് നമ്മൾ നമ്മൾ പറഞ്ഞ 43CA 50C അതുപോലെ തന്നെ നമ്മുടെ 56(2)10 നമ്മൾ ഒരേപോലെ പഠിച്ച പ്രൊവിഷൻസാണ്. അപ്പോൾ ഇത് അവൻ പ്രോപ്പർട്ടി ഡീലർ അല്ലാത്ത ഷെയർ ഡീലറായ അവൻ പ്രോപ്പർട്ടി വിറ്റ് കഴിഞ്ഞാൽ അവനക്ക് എന്ത് ഇൻകം ഉണ്ടാവുക? ക്യാപിറ്റൽ ഗെയിൻ ഇൻകം ഉണ്ടാവുക. അപ്പോൾ ക്യാപിറ്റൽ ഗെയിൻ വരുന്ന സമയത്ത് നമുക്കറിയാം നമ്മൾ SDV ഓൺ ദ ഡേറ്റ് ഓഫ് എഗ്രിമെൻ്റ് ആണോ SDV ഓൺ ദ ഡേറ്റ് ഓഫ് ട്രാൻസ്ഫർ ആണോ എടുക്കേണ്ടത്? രണ്ടും സെയിം റൂളാണ്. അപ്പോൾ അവിടെ നമ്മൾ SDV എടുക്കേണ്ടത് 150 ലാഖാണ്. പിന്നെ SDV കൺസെഷനേക്കാളും കൂടി പോയി കഴിഞ്ഞാൽ നമ്മൾ അപ്ലൈ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ അത് പഴയ റൂള് കൺസിഡറേഷൻ 105% ഉള്ളിലാണോ SDV നോക്കുക? അല്ല. അപ്പോഴും ഇവിടെയും നമ്മൾ ഏതെങ്കിലും എടുക്കുക ഫുൾ വാല്യൂ ഓഫ് കൺസിഡറേഷൻ. അവിടെ കൺസിഡറേഷൻ ഫോർ PGBP ആണ്. ഇവിടെ ഫുൾ വാല്യൂ ഓഫ് കൺസിഡറേഷൻ ഫോർ ക്യാപിറ്റൽ ഗെയിൻ എത്ര എടുക്കുക? 150 ലാഖ് എടുക്കുക. പിന്നെ കോസ്റ്റ് ഓഫ് പർച്ചേസ് എന്തെടുക്കുക? 75 ലാഖ് എടുക്കുക. അപ്പോൾ ഡിഫറൻസ് നമ്മൾ വാങ്ങിയിട്ട് അധികമായിട്ടില്ല. അപ്പോൾ ഡിഫറൻസ് എന്ത്? ഷോർട്ട് ടൈം ക്യാപിറ്റൽ ഗെയിൻ വരും. അതുപോലെ നമ്മുടെ ഏത് അസസിൻ്റെ കയ്യിൽ? നമ്മുടെ രാജേഷിൻ്റെ കയ്യിൽ മാറ്റമൊന്നും ഉണ്ടാവില്ല. രാജേഷിന് ഗിഫ്റ്റ് തന്നെ ഏത് 56(2)10. അപ്പോൾ ഇത് ഒരു സ്റ്റാൻഡേർഡ് പ്രോബ്ലമാണ്. മോർ ആൻഡ് മോർ ചാൻസസ് ആർ ദർ ടു ആസ്ക് എ കൈൻഡ് ഓഫ് ക്വസ്റ്റ്യൻ ലൈക്ക് ദിസ്. അപ്പോൾ കാരണം ഇതിൽ 3 ഏരിയയാണ് ഇതിൽ അടിപൊളിയായിട്ട് വരുന്നത്. ഈ 3 ഏരിയയിൽ 3 ഹെഡിൽ നല്ലൊരു അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഇത് അടിപൊളിയായിട്ട് ആൻസർ ചെയ്യാൻ പറ്റുകയുള്ളൂ. ദെൻ ലാസ്റ്റ് ക്വസ്റ്റ്യൻ. മിസ്റ്റർ ജിക്ക് ഇൻട്രസ്റ്റ് ഓൺ എൻഹാൻസ്ഡ് കോമ്പൻസേഷൻ കിട്ടി 5 ലക്ഷം. അതിൽ ഓരോ ലക്ഷങ്ങളും ഓരോ വർഷത്തേക്കാണെന്ന് പറയുന്നത്. ഒന്നും നോക്കണ്ട. ഇൻഹാൻസ്ഡ് കോമ്പൻസേഷൻ, ഇൻട്രസ്റ്റ് ഓൺ എൻഹാൻസ്ഡ് കോമ്പൻസേഷൻ നമ്മൾ റിസീവ് ചെയ്യുമ്പോൾ ടാക്സ് ചെയ്യുക. അത് ഏത് വർഷത്തെയും നമ്മൾ നോക്കിയാണ്ട് ബോധറാവേണ്ട ആവശ്യമില്ല. അപ്പോൾ അത് കിട്ടിക്കഴിഞ്ഞാൽ അതിൻ്റെ 50% നമുക്ക് എന്ത് കിട്ടും? സ്റ്റാൻഡേർഡ് ഫ്ലാറ്റ് ഡിഡക്ഷൻ കിട്ടും. ബാക്കി നമ്മൾ എന്ത് ചെയ്യും? ടാക്സ് ചെയ്യും. സില്ലി ഈസി കേസ്. സോ ദാറ്റ്സ് ഓൾ വിത്ത് IFOs. ഹോപ്പ് യു അണ്ടർസ്റ്റുഡ്. ക്വസ്റ്റ്യൻസ് ഒക്കെ ചെയ്ത് നോക്കുക. എനി ഡൗട്ട്സ് പ്ലീസ് ഡു കോൺടാക്ട് മീ. ഐ എം ഫിക്സിങ് മൈ നമ്പർ ഓവർ ഹിയർ. ഫോർ എനി ഡൗട്ട് you can contact me. So after IFOs നമ്മൾ ഇനി ക്ലബിംഗ് സെറ്റ് ഓഫ് ക്യാരി ഫോർവേഡ് ആണ്. സ്പീഡ് അപ്പ് യുവർ സ്റ്റഡീസ്. ഹാവ് എ നൈസ് ലേണിംഗ് ടൈം. And that's all now.